Hi, Makale. Hi. Hello. Yes, very Hi, Makale. Okay, Makale. Sorry. You're working like a odi chadi vanutadana. Okay. Yes, good evening, Makals. Good evening. Ellarkum good evening. Yes, set. മക്കളെ ഒന്ന് ആ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. എല്ലാവരെയും ഒന്ന് വിളിച്ചിട്ട് വന്നേ. പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. മക്കളെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് വിളിച്ചിട്ട് വന്നേ. നമ്മളിതാ അടുത്ത ആഴ്ച മുതൽ യെസ് മക്കളെ 1 second. Okay. യെസ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? യെസ് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത ആഴ്ച മുതൽ നമ്മുടെ മോഡൽ എക്സാം. അറിയാലോ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് അല്ലേ? എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പൊന്നുമില്ല. ഒരു ദിവസവും ഗ്യാപ്പുകളും കാര്യങ്ങളും ഒന്നുമില്ല. എക്സാമിന് പോകുന്നു, എഴുതി വരുന്നു, വൈകുന്നേരം ഇരുന്ന് അടുത്ത എക്സാം പഠിക്കുന്നു, ചെല്ലുന്നു, പോകുന്നു, അങ്ങനെ പോകണം അല്ലെ? അങ്ങനെ ഓടിക്കളിക്കണം. അപ്പോൾ യെസ് ഒരുപാട് പഠിക്കാനുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. മോഡൽ എക്സാമിന് നന്നായിട്ട് ഇരുന്ന് കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചോളുക. യെസ് മോഡൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ആ മോഡൽ എക്സാമിന് പഠിച്ച ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് പബ്ലിക് എക്സാം യെസ് വേണം. ഓക്കെ അല്ലേ? അപ്പം നമ്മളിതാ ഇന്ന് നമ്മുടെ സെക്കൻഡ് പാർട്ട് ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, വലൈക്കും സലാം. ഓക്കെ മക്കളെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. എന്താണ് ഇവിടെ ആളുകളൊക്കെ കുറവാണല്ലോ. വാട്ട് ഈസ് ദിസ്? ഓക്കെ. യെസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ പഠിക്കും? ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ മക്കളെ. ചാപ്റ്റർ വൈസ് എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക, അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അക്കൗണ്ടൻസി പ്രോഫിറ്റ് ലോസും ബാലൻസ് ഷീറ്റും തലക്കറാണ്ട് എന്താടാ? സിമ്പിൾ അല്ലേ? ഫോർമാറ്റ് അതേപോലെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ പോരെ, അത് അതേപോലെ എഴുതി വെച്ചാൽ പോരെ. ഓക്കെ, യെസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പോൾ മിസ് വരും. അതിനൊരു മക്കളൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. വേഗം. യെസ് ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പബ്ലിക് എക്സാമിനൊക്കെ വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇതാ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. യെസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകളൊക്കെ പബ്ലിക് എക്സാം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകളും കാര്യങ്ങളും. അപ്പോൾ അതൊന്നും മിസ്സാക്കണ്ട. മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. യെസ് അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എന്ത് പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഫീ വരുന്നത് 1299 ആണ്. ഇത് നിങ്ങൾ +1 സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ഓഫർ കൂടിയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ +2 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം എന്തായാലും നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്, അറിയാലോ. അപ്പോൾ +2 ബാച്ചിലേക്ക് ഇപ്പോഴേ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ +2യുടെ നമ്മുടെ എക്സാമിനറിൻ്റെ ഫുൾ ബുക്ക് മെറ്റീരിയൽസും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ലിമിറ്റഡ് ടൈം ഓഫറാണ്, അപ്പോൾ അത് മിസ് ചെയ്യണ്ട. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് യെസ് സാർ പഠിക്കാണ്ട് എങ്ങനെ റിവൈസ് ചെയ്യാൻ പറഞ്ഞുതരുമോ? പഠിക്കാണ്ട് എങ്ങനെയാണ് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞു തരാനോ? ബെസ്റ്റ്. പഠിക്കാണ്ട് റിവൈസ് ചെയ്യാൻ പറ്റൂടാ? പഠിച്ച കാര്യങ്ങളല്ലേ നമ്മൾ റിവൈസ് ചെയ്യുക. ഓക്കെ, റെഡി? യെസ്. അപ്പം മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിൽ നിന്നും തുടങ്ങാം. ഓക്കെ, സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഒന്ന് ഫസ്റ്റ് മിസ് ക്ലാസ് എടുക്കട്ടെ. സോറി, അതിനൊരു ഓപ്ഷനും ഇല്ല. മിസ്സിന് സെക്കൻഡ് വരാൻ പറ്റുള്ളൂ. ഇന്റേണൽ ട്രേഡും ഈ ഒരു ചാപ്റ്ററും സാർ എടുക്കും. സാറിന് ഇത് കഴിഞ്ഞിട്ട് +2 ലൈവ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, റെഡി? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം സാറിന് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ടാണ് മിസ് വരാത്തത്. മിസ് അതിന് ശേഷം മാത്രമേ വരുള്ളൂ. +2 ഇപ്പോൾ ലൈവ് ഉണ്ട്. സക്കീർ സാർ അക്കൗണ്ടൻസി ആണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറിന് കയറണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോറി. യെസ്, സോറി. റെഡി? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, യെസ്.
ബിസിനസ് ഫിനാൻസ്. ഓക്കെ, ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സിമ്പിളായിട്ട് നോക്കിക്കോ. എന്താണ് ബിസിനസ് ഫിനാൻസ് എന്നുള്ള മക്കൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എന്താണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മണിയാണ് അല്ലെ. മണി നീഡഡ് ടു സ്റ്റാർട്ട് റൺ ആൻഡ് ഗ്രോ a business. It is the lifeblood of business because no activity possible without fund. അറിയാലോ അല്ലെ? എന്താണ് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ള ഫണ്ടാണ്. അതിൻ്റെ നടത്തിപ്പിന് അതിൻ്റെ ഗ്രോയ്ക്കും എല്ലാത്തിനും ആവശ്യമുള്ള ഫണ്ടിനെ നമ്മൾ എന്ത് പറയുക? ബിസിനസ്സിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുക അല്ലെ. അപ്പം ഈ ഫണ്ടിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റും അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്നുള്ള രീതിയിൽ ബിസിനസ് ഫിനാൻസിനെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഓക്കെ, രണ്ടായിട്ട് പറയാം. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. അപ്പോൾ എന്താണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്നുള്ളത് പഠിച്ചു വെച്ചോളാം. എന്താണ്? ടു സ്റ്റാർട്ട് എ ബിസിനസ് മണി ഈസ് നീഡഡ് ടു ബൈ ഫിക്സ്ഡ് അസറ്റ്. അറിയാലോ അല്ലെ? എന്താ ഫിക്സ്ഡ് അസറ്റിനൊക്കെ അല്ലെ ഫിക്സ്ഡ് അസറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി നമുക്ക് എന്താ ഫണ്ട് വേണ്ടി വരും. ഫർണിച്ചറും മെഷീൻസും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ ലോങ് ടേം പർപ്പസിനായിട്ട് നമ്മൾ ചെലവാക്കുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ടിനെ നമ്മൾ എന്ത് പറയാം? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുക. ഓക്കെ, യെസ്, പഠിക്കുന്നുണ്ട്, റിവൈസ് ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, പഠിക്കുന്നുണ്ട്, റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റർ പഠിക്കുമ്പോഴോ ഒരു പോയിന്റ് പഠിക്കുമ്പോഴോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. യെസ്, ഇതെൻ്റെ തലയിൽ നിൽക്കുമോ, ഇത് എന്നോട് മറന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലെ. ഏതാണ് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ആ കാര്യങ്ങൾ യെസ് ഒരു നിശ്ചിത ഗ്യാപ്പിൽ വീണ്ടും 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 എടുത്ത് പഠിക്കുക. അതാണ് എന്തെന്ന് റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് നോക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചെങ്കിലും ഉച്ചയ്ക്ക് ആ ചാപ്റ്റർ വീണ്ടും എടുത്തൊന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, യെസ്, വീണ്ടും ചെയ്യുക, വൈകുന്നേരം വീണ്ടും ചെയ്യുക. അതാണ് റിവിഷൻ. ആ റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടിയല്ല. ഓർമ്മ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് തീരും. ഓക്കെ അല്ലേ? റെഡി? അപ്പം ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് മക്കൾ എന്താണെന്ന് ഓർത്ത് വെച്ചോളുക. റെഡി? അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് അല്ലോ. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ? നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുമല്ലോ. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? ആഫ്റ്റർ ബൈയിങ് ഫിക്സ്ഡ് അസറ്റ് യെസ് ബിസിനസ് ഓൾസോ നീഡ് മണി ഫോർ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലേ. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എന്താണ് യെസ് ഫണ്ട് മാറ്റി വെക്കേണ്ടി വരും. എന്താണ് ഈ ഡെയിലി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി എന്താണ് കുറേ ബില്ലുകൾ അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ സാലറി കൊടുക്കേണ്ടി വരും അല്ലെ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ എന്താ ഒരു ഫണ്ട് കാണേണ്ടി വരും അല്ലെങ്കിൽ അത് മാറ്റി വെക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ബിസിനസ് ഫിനാൻസ് എന്ത് അതിനുശേഷവും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുന്നത്. ഓർത്തോളുക, നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? ഈ ഒരു ഐറ്റമാണ് അല്ലെ. എന്താ നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ടുകളാണ്. ഏതൊക്കെ എന്താ സോഴ്സിൽ നിന്നുമാണ് നമുക്ക് ബിസിനസ്സിന് വേണ്ട ഫണ്ട് കിട്ടുക എന്നുള്ളതാണ്. 3 സോഴ്സുകളാണുള്ളത്. എന്താ? ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, സോഴ്സ് ഓഫ് ജനറേഷൻ. ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ടിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കോപ്പി അടിക്കാൻ പറ്റുമോ? എന്തിനടാ, ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്, എന്തിനാ കോപ്പിയൊക്കെ അടിച്ചിട്ട്? ഇന്നുണ്ടായിരുന്നു ആ വഴക്ക് തുടങ്ങിയത് എന്താണ്? അവൾ ആയിരുന്നു. ഓ, താങ്കൾ അല്ല, നിങ്ങൾ വേറെ ഓരോ കാര്യങ്ങളാണല്ലേ. ഒന്നുമില്ല, സാറിന് ഒട്ടും വയ്യ, നല്ല രീതിക്കുള്ള പനിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ചുവന്ന എനർജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. റെഡി? അപ്പോൾ മക്കളെ ഈ 3 സോഴ്സുകളാണ് നിങ്ങളിവിടെ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, 3 സോഴ്സുകളാണ് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ബേസിസ് ഓഫ് പീരീഡ് ആണ് അല്ലേ. ബിസിനസ്സിൽ ആവശ്യമുള്ള എന്താണ് ഫിനാൻസിനെ നമുക്ക് എന്താ പീരീഡ് ബേസിൽ നമുക്ക് യെസ് കാറ്റഗറി ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് യെസ് എന്താ ബിസിനസിന്റെ ഫണ്ട് കളക്ട് ചെയ്യാം പീരീഡ് ബേസിൽ? ലോങ് ടേം സോഴ്സുകളുണ്ട്, മീഡിയം ടേം സോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടേം സോഴ്സുകളുണ്ട്. ഓക്കെ, എന്താണ് ലോങ് ടേം സോഴ്സ്? യൂസ്ഡ് ഫോർ മോർ ദാൻ 5 years ഇൻക്ലൂഡിംഗ് ഷെയർസ്, ഡിബഞ്ചർ, ലോങ് ടേം ലോൺസ് എക്സെട്ര. മെയിൻലി യൂസ്ഡ് ടു ബൈ ഫിക്സ്ഡ് അസറ്റ് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നാണ്. ഓക്കെ, അറിയാലോ പ്ലാന്റ് ആൻഡ് മെഷീനറി. എന്താണ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലാന്റ് ആൻഡ് മെഷീനറി പോലുള്ള ഫിക്സ്ഡ് അസറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കുക അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോങ് ടേം സോഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ മീഡിയം ടേം സോഴ്സുകൾ ഉണ്ട്. എന്താണ്? യൂസ്ഡ് ഫോർ മോർ ദാൻ 1 year ടു ലെസ് ദാൻ 5 years ആണ് അല്ലെ. യെസ്, എന്താണ് 1 വർഷത്തിൽ കൂടുതലും 5 വർഷത്തിൽ കുറവും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ഫണ്ടുകളെ എന്ത് പറയുക? യെസ് മീഡിയം ടേം സോഴ്സ്. അതായത് നമ്മൾ ബാങ്ക് ലോണും പബ്ലിക് ഡെപ്പോസിറ്റും ഒക്കെ അതിന് എക്സാമ്പിളാണ്.
പിന്നെ എന്തുണ്ട്, ഷോർട്ട് ടേം ഉണ്ട് അല്ലേ, ചെറിയ കാലത്തേക്ക്, അതായത് എന്താണ് ലെസ് ദാൻ 1 ഇയർ, 1 ഇയറിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെ, അതിപ്പോൾ എന്താ നമുക്ക് ചെറിയ എന്താണ് ഇപ്പോൾ എന്തെങ്കിലും കടം കൊടുക്കാനോ അല്ലെ വാങ്ങിയത് തിരിച്ചെടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അല്ലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഷോർട്ട് ടേം സോഴ്സുകൾ. അപ്പം പീരീഡിന്റെ ബേസിൽ ലോങ്, മീഡിയം ആൻഡ് ഷോർട്ട് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ എന്തുണ്ട്, ഓണർഷിപ്പ് ഉണ്ട് അല്ലെ. ഓണർഷിപ്പിന്റെ ബേസിൽ നമുക്ക് എങ്ങനെയാ ഓണേഴ്സ് ഫണ്ടും അതുപോലെ തന്നെ ബോറോഡ് ഫണ്ടും എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താ ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ പാർട്ണർ, ഷെയർ ഹോൾഡർ കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് അല്ലെ. ക്യാപിറ്റലായിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അയാളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അയാൾ കൊണ്ടുവരുന്ന അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓണറുടെ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ റെഡി. അപ്പൊ എന്തായിരിക്കും ഈ ബോറോഡ് ഫണ്ട്? ബോറോ റൈസ്ഡ് ത്രൂ ലോൺ ഓർ ബോറോയിങ് അല്ലെ, നമ്മൾ പുറത്തു നിന്നും എന്താ കടമായിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ എന്താ ലോൺ എടുക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, ബോറോഡ് ഫണ്ട്സ് എന്ന് പറയുക അല്ലെ. അപ്പൊ എന്തൊക്കെ ഈ ബോറോഡ് ഫണ്ട്സിന്റെ സോഴ്സുകൾ? ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിബഞ്ചർ, പബ്ലിക് ഡെപ്പോസിറ്റ്, ട്രേഡ് ക്രെഡിറ്റ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ ബോറോഡ് ഫണ്ടിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ എന്തോ വേണ്ടതാ ജനറേഷൻ ഓഫ് ബേസിസ് അല്ലെ, ജനറേഷൻ ബേസിസിൽ നമുക്ക് എന്തെന്ന് നമ്മുടെ ഫണ്ടിനെ ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെയാ ജനറേഷൻ ബേസിൽ? സിമ്പിൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഇന്റേണൽ സോഴ്സുകളും അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സുകളുമാണ് അല്ലെ. എന്താണ് ഈ ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുക. അതായത് ഫണ്ട് ജനറേറ്റഡ് വിത്ത് ഇൻ ദ ബിസിനസ് അല്ലെ. എക്സാമ്പിൾ എന്തൊക്കെയാ, റീറ്റെയിൻഡ് പ്രോഫിറ്റ്, സെയിൽ ഓഫ് സർപ്ലസ് അസറ്റ്, ഫാസ്റ്റർ കളക്ഷൻ ഓഫ് ഡ്യൂസ് അല്ലെ. നമുക്ക് കിട്ടാനുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിലോ നമ്മുടെ പ്രോഫിറ്റിന് നമ്മൾ മാറ്റി വെച്ച എമൗണ്ട് ഉണ്ടല്ലോ അതെടുക്കുക, അതല്ലെങ്കിലോ നമ്മുടെ അസറ്റുകളൊക്കെ വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കുക. അങ്ങനത്തെ നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നതിന് എന്ത് പറയുക, ഇന്റേണൽ സോഴ്സുകൾ എന്ന് പറയുക. അപ്പൊ എക്സ്റ്റേണൽ സോഴ്സ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, എന്താണ് ബോറോഡ് ആയിരിക്കും അധികവും വരിക അല്ലെ. അതായത് ലോൺ എടുക്കുക അല്ലെ, ഷെയർ ഇഷ്യൂ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, പബ്ലിക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് അല്ലെ. പുറത്തു നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കാറ്റഗറിയും മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിന്റെ കാറ്റഗറീസ് ആണ്. അപ്പൊ ഇതിൽ ഈ ഒരു ടേബിളിലുള്ള ഈ കാര്യങ്ങളാണ് ഓൺ ദ ബേസ് ഓഫ് പീരീഡിനെ ലോങ് ടേം, ഷോർട്ട് ടേം, അതുപോലെ തന്നെ മീഡിയം ടേം എന്നിങ്ങനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു 4 മക്കൾ ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഓണർഷിപ്പിന്റെ ബേസിൽ ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും ഉണ്ട്. ഇതിൽ ഒരു 3 മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. എന്താ ജനറേഷന്റെ ബേസിൽ ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. ഇതിലും നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 പഠിച്ചു വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എസ് എ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഇങ്ങനെയൊരു ടേബിളൊക്കെ വരച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. എസ് എ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ ചോദിക്കുമോ? ഷുവർ അല്ലേ? ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ റെഡി? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോവാം? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ടേബിളിലുള്ള നമ്മുടെ ഒരുപാട് സോഴ്സുകളുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ് നമ്മളിപ്പോ ജനറേഷന്റെ ബേസിലായാലും പീരീഡിന്റെ ബേസിലായാലും ഒക്കെ നമ്മളെന്താ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ ഉണ്ടല്ലോ. ആ ഒരുപാട് സോഴ്സുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതിൽ ഒന്നാമത്തത് ഏതാ മക്കളെ? റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. എന്താ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ് റിട്ടേൺസ്? സോഴ്സ് ഫുള്ള് പഠിക്കണം. അതായത് എല്ലാ സോഴ്സുകളെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. റെഡി? റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് കമ്പനീസ് പ്രോഫിറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദ ബിസിനസ് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ഇറ്റ് ഓൾ ആസ് ഡിവൈഡ് ടു ഷെയർസ് ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ നമ്മൾ എന്താ മാറ്റി വെക്കുന്നു, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ എന്താ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, മാറ്റി വെക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെ. ദിസ് ഈസ് കോൾഡ് റിട്ടേൺഡ് ഏർണിങ്സ് ഓർ പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അല്ലെ. പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് ആണ്. റെഡി? അപ്പൊ അതാണ് എന്തത് റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ ഒന്നാമത്തെ സോഴ്സ് ആണ്. അപ്പൊ ഈ റിട്ടേൺഡ് ഏർണിങ്സിന് കുറച്ച് മെറിറ്റ്സ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. മെറിറ്റ്സ് എന്തൊക്കെയാ? പെർമനന്റ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. നോ എക്സ്ട്രാ കോസ്റ്റ് അല്ലെ, പല പുതിയ കോസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. പിന്നെയോ ഗീവ് മോർ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം അല്ലെ. ഫ്രീഡം ഉണ്ട്. പിന്നെയോ ബിസിനസ് ഫേസ് അൺഎക്സ്പെക്ടഡ് ലോസസ്, നമുക്ക് എന്താ അൺഎക്സ്പെക്ടഡ് ലോസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മേ ഇൻക്രീസ് ദ മാർക്കറ്റ് വാല്യൂ അല്ലെ. നല്ല എന്താണ് റിട്ടേൺ ഏർണിങ്സ് ഉള്ള കമ്പനിക്ക് നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഈ മെറിറ്റ്സ് ഓർത്ത് വെക്കുക. അതിന്റെ കൂടെ അതിന്റെ ലിമിറ്റേഷൻസ് പഠിച്ചു വെച്ചോ. ടു മച്ച് റീറ്റൻഷൻ മേ ബി അപ്സെറ്റ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ. ഒരുപാട് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി റിട്ടേൺ റിട്ടേൺ ഏർണിങ്സ് ആയി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഓക്കെ ആയിരുന്ന കാര്യമല്ല. ഇതിനടുത്ത് എന്താ? പ്രോഫിറ്റ് മേ ബി വാരി അല്ലെ. ഫണ്ട് ആർ അൺചേഞ്ച്ഡ്. പ്രോഫിറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്താ റിട്ടേൺ ഏർണിങ്സ് ഉണ്ടാവോ? ഇല്ല അല്ലെ. പിന്നെ അടുത്ത് എന്താ? ഫേം മേ ഇഗ്നോർ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലീഡിങ് ടു പുവർ യൂസ് ഓഫ് ഫണ്ട് അല്ലെ. എന്താണ് നമുക്ക് എന്താണ് ഇപ്പോൾ എന്താ പറയാ, നമുക്കെന്താ
ഈ ഓപ്പർച്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു എമൗണ്ട് കിട്ടും അല്ലെ. വെറുതെ നമ്മൾ എന്താ ഈ റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചതുകൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല അല്ലെ. സോ അങ്ങനെ എന്താ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാവുന്ന അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന പല എമൗണ്ടുകളും ഇവിടെ മിസ്സായി പോകുന്നുണ്ട്. യെസ്, നമ്മുടെ റിസർവാക്കി റിട്ടേൺ ഏർണിങ്സായി മാറ്റി വെക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് പഠിച്ചു വയ്ക്കുക ലിമിറ്റേഷൻസും അതിൻ്റെ മെറിറ്റ്സും. ഓക്കെ, സെറ്റ്, റെഡി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത നോക്കാം, ട്രേഡ് ക്രെഡിറ്റ്. എന്താ ട്രേഡ് ക്രെഡിറ്റ്? സിമ്പിൾ, ആ പേരിൽ തന്നെ ട്രേഡ് ക്രെഡിറ്റ്. നമ്മൾ കടത്തിന് വാങ്ങുക, 8 മാർക്ക് ചാൻസ് ഉള്ള എന്തൊക്കെ ചോദിക്കും സാർ? ഇതൊക്കെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ 8 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് എഴുതുക എന്നൊക്കെ. ഓക്കെ, അതെ, റിസർവ് പോലെ കറക്റ്റാണ്. റിസർവ് പോലെ നമ്മൾ മാറ്റി വെക്കുന്ന ഐറ്റമാണ്. റെഡി, അടുത്ത ട്രേഡ് ക്രെഡിറ്റ് ആണ്. അറിയാലോ, ട്രേഡ് ക്രെഡിറ്റ് കടത്തിന് സാധനങ്ങൾ വിൽക്കുകയും അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങുകയും ചെയ്യുക, അതാ ഉദ്ദേശിക്കുന്നത് അല്ലേ. ട്രേഡ് ക്രെഡിറ്റ് മീൻസ് ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസ് നൗ ആൻഡ് പേയിങ് ഫോർ ദം ലേറ്റർ. ഇറ്റ് ഈസ് എ കോമൺ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ഷോയിങ് എ സൺഡ്രിഡ് ക്രെഡിറ്റർ ആസ് അക്കൗണ്ട് പേബിൾ. ഇറ്റ് ഗിവ് എ കസ്റ്റമർ വിത്ത് ഗുഡ് റെപ്യൂട്ടേഷൻ ആൻഡ് amount and time to credit depend on the factors like reputation, past payment record and market competition. അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? യെസ്, കടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കടമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നു. അതാണ് എന്തെന്ന് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. നമ്മുടെ എന്താണ്, നമ്മളെ കോമ്പറ്റീഷനൊക്കെ നോക്കി അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ നോക്കിക്കൊണ്ടാണ് നമുക്ക് എന്താ ഇത്തരത്തിലുള്ള കടം കിട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ കടം കൊടുക്കുകയോ ചെയ്യുന്നത്. ഓക്കെ, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒരു എന്താണ് സോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനും കുറച്ച് മെറിറ്റ്സ് നമുക്ക് പഠിക്കാം. എന്തൊക്കെയാ? സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് എൻ ഈസി ആൻഡ് റെഗുലർ. നമുക്ക് എന്താ കടം അല്ലെ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ, ഇറ്റ്സ് അവൈലബിൾ ക്വിക്ലി അല്ലെ, നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആവുന്നതാണ്. ഇറ്റ് ഹെൽപ്പ് ഇൻക്രീസ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. എല്ലോ ബിസിനസ് ടു കീപ് മോർ സ്റ്റോക്ക് ഫോർ ഫ്യൂച്ചർ ഡിമാൻഡ് അല്ലെ. നമ്മൾ കടത്തിനൊക്കെ നമ്മൾ സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സെയിൽ നടക്കും, അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വേണ്ടി വരും. ഇനിയോ, ഡസ് നോട്ട് റിക്വയർ എനി സെക്യൂരിറ്റി. നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ലിമിറ്റേഷൻ ശ്രദ്ധിച്ചോ. ഈസി ക്രെഡിറ്റ് മേ ലീഡ് ടു ഫേം ബൈ ടു മച്ച് അല്ലെ. പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കടം വാങ്ങും, അത് നമുക്ക് ഗുണമല്ല. ഓക്കെ, ഇതെന്താ, ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് ഫണ്ട് അല്ലെ. നമുക്ക് എന്താ ചെറിയ എമൗണ്ട് നമുക്ക് കടമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതെന്താ, ഇറ്റ് ഈസ് യൂഷ്വലി മോർ എക്സ്പെൻസീവ് ദാൻ അതർ സോഴ്സ്. കുറച്ച് ചെലവ് വരുന്ന പരിപാടിയും കൂടിയാണ്. ഓക്കെ അല്ലേ. ട്രേഡ് ക്രെഡിറ്റ് ഒക്കെ സിമ്പിൾ കാര്യമാണ്. റിട്ടേൺ ഏർണിങ്സ് ഒക്കെ സിമ്പിളാണ്. ജസ്റ്റ് എന്താണ് ആ കാര്യം എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നിങ്ങൾക്ക് വായി തോന്നുന്നൊക്കെ എഴുതി വെക്കാം. ഓക്കെ, ഗുണം എന്ന് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ എഴുതി വെച്ചോ, അതൊക്കെ പോയിന്റാണ്. റെഡി യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. വൺ സെക്കൻഡ് യെസ്. അടുത്ത് നോക്കിയോ, ഫാക്ടറി. അടുത്തതായി ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ഫാക്ടറിങ്. എന്താ ഫാക്ടറിങ്? ഇത് നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ പഠിച്ചു വെച്ചിരിക്കണം, കാരണം എല്ലാവർക്കും കിട്ടണമെന്നില്ല അല്ലേ. ഫാക്ടറിങ് എന്താ ശ്രദ്ധിച്ചോ, നോക്കിക്കോ. ഫാക്ടറിങ് ഈസ് എ ഫിനാൻഷ്യൽ സർവീസ് വേർ എ ഫാക്ടർ ബൈ എ ഫേംസ് അക്കൗണ്ട് റിസീവബിൾ ബിൽസ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് കളക്ട് പേയ്മെന്റ് ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ളതാണ് അല്ലെ. എന്താണ് ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ? ഒരു സർവീസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമുക്ക് കിട്ടാനുള്ള ഫണ്ടുകളൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫേമിനെ നമ്മൾ എന്ത് പറയാ, ഫാക്ടറിങ് എന്ന് പറയാം. നമുക്ക് അവർക്ക് കൊട്ടേഷൻ കൊടുക്കുക ചെയ്യുക അല്ലെ. നമുക്ക് ഇത്ര ഫണ്ട് ഇത്ര ആളുകളിൽ നിന്നും കിട്ടാണ്ട് അത് കളക്ട് ചെയ്ത് തരൂ എന്ന് പറഞ്ഞോണ്ട് അതാണ് എന്തെന്ന് ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചോ. ഡിസ്കൗണ്ടിങ് എന്തൊക്കെയാണ് ഈ ഫാക്ടറിങ്ങിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഫാക്ടറിങ് ചെയ്യുന്നത്? ഒന്നാമത് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ആൻഡ് ഡെപ്റ്റ് കളക്ഷൻ ഉണ്ട്. ഓക്കെ, ഡെപ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്ത് തരുന്നുണ്ട്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ്, നമുക്ക് പൈസ തരാനുള്ള എന്തോ കുറേ ആളുകളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്ന കുറേ ചെക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പം അടുത്ത മാസം 15-ന് ഈ ഒരു എമൗണ്ട് അല്ലെ, ഒരു അക്കൗണ്ടിൽ 15,000 ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്വാൻസ് ചെക്കൊക്കെ തരാൻ പറ്റും അല്ലെ. അതുപോലെ ചെക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ആ ഒരു ചെക്കും ഒക്കെ ആർക്ക് കൊടുക്കാം? നമ്മുടെ ഇത്തരത്തിലുള്ള ഫാക്ടറിങ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? നമുക്ക് ആ ഫണ്ട് തരും. ഇനി നമുക്ക് ആ ചെക്ക് കൊടുത്താൽ മതി അല്ലെ. പിന്നീട് ആ ചെക്കിൽ അവർ ഫണ്ട് കളക്ട് ചെയ്തോളൂ അല്ലെ. പക്ഷെ അവർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് എമൗണ്ട് ഒരു 10,000 ഒരു 10,000 ഒക്കെ നമുക്ക് തരണ്ടാവും. ബാക്കി അവരുടെ ഫീസാണ്. റെഡി. അപ്പോൾ എമർജൻസി ആയിട്ട് നമുക്ക് ഫണ്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതുപോലുള്ള സർവീസുകൾ ആരുടെ നിന്ന് വാങ്ങാം? ഇവരുടെ നിന്ന് വാങ്ങാം. സോ അതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ അല്ലെങ്കിൽ ഡെപ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ടറിങ് ബിസിനസ് സെൽ ഇറ്റ്സ് റിസീവബിൾ ബിൽ ടു ഫാക്ടേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് നമുക്ക് വാങ്ങാം. ദ ഫാക്ടേഴ്സ് ഗിവ് ക്യാഷ് ഇൻ അഡ്വാൻസ്, കളക്ട് പേയ്മെന്റ് കസ്റ്റമേഴ്സ് ആൻഡ് മേ ബി പ്രൊട്ടക്ട് ദ ഫേം അല്ലെ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്.
ഓക്കെ യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് എന്താ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ആൻഡ് അതർ സർവീസ് ആണ് അല്ലെ. മറ്റ് സർവീസുകളും ഉണ്ട്. ഇങ്ങനെ പൈസ തരുന്നത് മാത്രമല്ല, മറ്റ് സർവീസുകൾ എന്താണ്? നമ്മുടെ എന്താ ക്രെഡിറ്റ് ഇൻഫർമേഷൻസ്, അതായത് നമുക്ക് പൈസ തരാനുള്ള ആളുകളുടെ അയാൾക്ക് നമുക്ക് അയാൾ നമ്മളെ പറ്റിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പൈസ തരാനുള്ള ഒരു കപ്പാസിറ്റി ആൾക്കുണ്ടോ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ആര് കളക്ട് ചെയ്ത് തരും? ഇവർ കളക്ട് ചെയ്ത് തരും. സെറ്റ്. അപ്പം ഇതുപോലെയുള്ള പല സർവീസുകളും ആര് ചെയ്യുന്നുണ്ട്? ഫാക്ടറിങ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഓക്കെ റെഡി? യെസ് മക്കളെ, ഇവിടെ കുറേ ആളുകളുണ്ടല്ലോ. എന്താ നിങ്ങൾ ലൈക്ക് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്നാ വീഡിയോ ഒക്കെ ഒന്ന് ലൈവൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്താ അത്? ഹൗ മെനി ഹവേഴ്സ് ആർ ദ ലൈവ്? അധികം നേരം ഒന്നും പോലടാ, നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തീർക്കാം. സാറിന് വയ്യ, അധികം നേരമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറവിടെ കിടക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ മെറിറ്റ്സ്, ഇതിൻ്റെ മെറിറ്റ്സും മക്കളൊന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നാമത് ചീപ്പറാണ്. ഓക്കെ, വലിയ കോസ്റ്റിലും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ നമുക്ക് ക്വിക്ക് ക്യാഷ് അല്ലെ, പെട്ടെന്ന് നമുക്ക് എമൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്ലെക്സിബിൾ ആണ്, എൻഷുവർ റെഗുലർ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഗിവ് സെക്യൂരിറ്റി ഫോർ ഡെപ്റ്റ് അല്ലെ. നമുക്ക് ഇവർ ഫണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ, കറക്റ്റ് ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലറായിട്ട് ഫണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നോ അസറ്റ് ചാർജസ്. ഇവിടെ നമ്മൾ കമ്പനിയുടെ അസറ്റുകളും കാര്യങ്ങളൊന്നും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ ടൈം സേവിങ് അല്ലെ, നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാം. നമുക്ക് കിട്ടാനുള്ള ഫണ്ടുകളൊക്കെ കറക്റ്റ് ചെയ്യുന്ന പരിപാടി ആര് നോക്കിക്കോളും? ഫാക്ടേഴ്സ് നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. എങ്ങനെയാണ് കോസ്റ്റ്ലി ആവുക? ബിക്കം എക്സ്പെൻസീവ് വെൻ ദർ ആർ മെനി സ്മോൾ ഇൻവോയ്സസ് അല്ലെ. നമ്മൾ കലക്ട് ചെയ്യാൻ കൊടുക്കുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളാണെങ്കിൽ നമുക്കത് നഷ്ടമാണ്. കാരണം ഇവരുടെ ഒരു ഫീസും കൂടെ ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഹൈ ഇൻട്രസ്റ്റ് അല്ലെ, ഇവർക്ക് ഇപ്പം ചില ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അവർ ചാർജ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ ഡിസ്കംഫർട്ട് അല്ലെ, നമ്മൾക്ക് ഫണ്ട് തരാനുള്ള ആളുകളുടെ അടുത്ത് നമ്മളല്ലാതെ മറ്റാളെ നമ്മൾ പറഞ്ഞയക്കുകയാണ് അല്ലെ. അപ്പോൾ അതുകൊണ്ടെന്നാണ് കസ്റ്റമേഴ്സിന് അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ലിമിറ്റേഷൻസും മക്കളൊന്ന് പഠിച്ചു വയ്ക്കുക. റെഡി സെറ്റ് റെഡി. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിക്കോ, ലീസ് ഫിനാൻസിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ലീസ് ഫിനാൻസിങ്? ലീസിന് എടുക്കുക എന്ന് കേട്ടിട്ടില്ലേ അല്ലേ? ലീസ് ഫിനാൻസിങ് ഈസ് ആൻ അഗ്രിമെന്റ് വേർ ദ ഓണർ ലെസ്സർ ഗിവ് അനദർ പേഴ്സൺ അല്ലെങ്കിൽ ഓർ ബിസിനസ് ലെസ്സി ദ റൈറ്റ് ടു യൂസ് അസറ്റ് ഫോർ എ ഫിക്സ്ഡ് പീരീഡ് ഇൻ എ റിട്ടേൺ ഫോർ റെഗുലർ പേയ്മെന്റ് അല്ലേ. നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു അസറ്റ് മറ്റൊരാൾക്ക് നമുക്ക് കൊടുക്കാം അല്ലെ, ഇത്ര വർഷത്തേക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാം. ആ ഒരു എഗ്രിമെന്റ് നമ്മൾ എന്ത് പറയുക? ലീസിങ് എന്ന് പറയുക. ഓക്കെ, അപ്പം ആ ഒരു അസറ്റിന്റെ ഒറിജിനൽ ഉടമസ്ഥൻ ഓണറായിട്ടുള്ള നമുക്ക് എന്ത് പറയാം? ലെസ്സർ എന്ന് പറയാം. അതുപോലെ തന്നെ ആ ഒരു അസറ്റ് വാങ്ങുന്ന ആളെ നമുക്ക് എന്ത് പറയാം? ലെസ്സി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള 10 അവർ ലൈവ് വെച്ചാലോ? ഓക്കെ എങ്കിൽ നാളെ RIP. അയ്യോ ഓക്കെ യെസ്. അപ്പോൾ ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഈ ഒരു എഗ്രിമെന്റിനെ നമുക്ക് എന്ത് പറയാം? യെസ്, ലീസ് ഫിനാൻസിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ലീസ് ഫിനാൻസിങ് എന്താ പറയുക? എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അത് നമ്മൾ പേയ്മെന്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിന്റെ മെറിറ്റ്സ് നോക്കിക്കോ. ലീസ് ഫിനാൻസിങ്ങിന്റെ ലോ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, നമുക്ക് ആ ഒരു അസറ്റ് വാങ്ങണ്ട, അതുകൊണ്ട് പൈസ കുറവ് മതി, ഈസി പ്രോസസ്സാണ് അല്ലെ. പെട്ടെന്ന് നമുക്ക് ഒരു അസറ്റ് നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ. നമ്മൾ ലീസിന് എടുക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്? ടാക്സ് നമ്മൾ ഓവർ അടയ്ക്കേണ്ടതില്ല. ഓക്കെ, പിന്നെന്താ? നോ ലോസ് ഓൺ ഓണർഷിപ്പ്. ഓണർഷിപ്പിന് കൊണ്ടുണ്ടാവുന്ന നഷ്ടം നമുക്ക് വരുന്നില്ല. പിന്നെന്താ? ഡസ് നോട്ട് അഫക്റ്റ് ബോറോയിങ് പവർ അല്ലെ. ഒരു കടമെടുക്കുന്നവരുടെ അല്ല. സോ അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് കടമെടുക്കുന്നതിനെ ഒന്നും ബാധിക്കുന്നില്ല. പിന്നെന്താ? നോ ഒബ്സലൻസസ് റിസ്ക് അല്ലെ. ഔട്ട്ഡേറ്റഡ് ആയി പോവുക. നമ്മൾ വാങ്ങിയ ആ ഒരു അസറ്റ് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോവുകയോ അല്ലെ പോയാലും നമുക്കത് വിഷയമല്ല അല്ലെ, കാരണം നമ്മളെ ഓണർഷിപ്പിലല്ല. റെഡി? അപ്പോൾ ഈ പോയിന്റ്സുകൾ അതിന്റെ മെറിറ്റ്സ് ആയിട്ട് മക്കളൊന്ന് പഠിച്ചു വെക്കണം. ദെൻ അതിന്റെ ലിമിറ്റേഷൻസ് നോക്കിക്കോ. ഒന്നാമത് റെസ്ട്രിക്ഷൻ ഓൺ യൂസ് അല്ലെ. നമ്മളതിന്റെ ഓണർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിക്കും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെയോ ബിസിനസ് റിസ്ക് ഉണ്ട് അല്ലെ. നമുക്കിപ്പോൾ ബിസിനസ് എന്തെങ്കിലും നമ്മൾ ഒരു അസറ്റ് ലീസിന് എടുത്തു, നമ്മൾ വേണ്ട രീതിയിൽ ആ ഒരു ബിസിനസ് നന്നായിട്ട് നടന്നു പോയിട്ടില്ല അല്ലെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കും നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. കാരണം ലീസിനായിട്ടുള്ള അതെ, നോ ഒബ്സലൻസസ് റിസ്ക് കറക്റ്റ് ആണ് അല്ലെ. ലീസിനായി നമ്മൾ കൊടുത്ത ഫണ്ടൊന്നും വേസ്റ്റ് ആവുന്നില്ല അല്ലെ. അപ്പം ബിസിനസ് റിസ്ക്. പിന്നെ അതുപോലെ തന്നെ ഹൈ കോസ്റ്റ് ഇഫ് എൻഡഡ് ഏർലി അല്ലെ. പെട്ടെന്ന് തന്നെ ആ ഒരു ലീസ് സ്റ്റോപ്പ് ആയി പോയാൽ നമുക്ക് വലിയ രീതിയിലുള്ള ചെലവുകളും കാര്യങ്ങളായിരിക്കും ഉണ്ടാകുക. പിന്നെയോ നോ ഓണർഷിപ്പ്. നമുക്കതിൻ്റെ ഓണർഷിപ്പ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളൊന്നും നമുക്കതിൽ നിന്ന് കിട്ടുന്നില്ല. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പം ലീസ് ഫിനാൻസിങ് എന്താണ് എന്ന് മക്കൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞു. ലീസ് ഫിനാൻസിങ് പറഞ്ഞു, പിന്നെയോ ഫാക്ടറിങ് പറഞ്ഞു, പിന്നെയോ ട്രേഡ് ക്രെഡിറ്റ് പറഞ്ഞു, പിന്നെയോ റിട്ടേൺ ഏർണിങ്സ് പറഞ്ഞു. 4 സിമ്പിളാണ്. സിമ്പിളായിട്ട് കിട്ടിയ ഒന്ന് ഓർത്ത് വെച്ചോളാം. റെഡി
ദെൻ അടുത്ത നമുക്ക് നോക്കാം. അടുത്തെന്താ പബ്ലിക് ഡെപ്പോസിറ്റ് ആണ് അല്ലേ. എന്താ പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക അല്ലെ. ഫണ്ട് പബ്ലിക്കിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള അല്ലെ. പബ്ലിക് ഡെപ്പോസിറ്റ് ആർ ദ മണി ദാറ്റ് കമ്പനി കളക്ട് ഡയറക്ട്ലി ഫ്രം പബ്ലിക്കിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുക. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ പബ്ലിക് ഡെപ്പോസിറ്റ് ഈസ് ഹയർ ദാൻ ബാങ്ക് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് ഇതിന് കൊടുക്കേണ്ടി വരും. എനി വൺ ക്യാൻ ഡെപ്പോസിറ്റ് മണി ബൈ ഫയലിംഗ് എ ഫോം ആൻഡ് ദ കമ്പനി ഗിവ് എ ഡെപ്പോസിറ്റ് റെസീപ്റ്റ് ആസ് പ്രൂഫ് അല്ലെ. നമ്മളെന്താ ഡെപ്പോസിറ്റ് റെസീപ്റ്റ് പ്രൂഫായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, ദീസ് ഡെപ്പോസിറ്റ് ഹെൽപ്പ് കമ്പനി മീറ്റ് ദർ ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ഫിനാൻഷ്യൽ നീഡ്സ് നമുക്ക് ഇതിലൂടെ പബ്ലിക് ഡെപ്പോസിറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ മെറിറ്റ്സ് നോക്കിക്കോ. ഇറ്റ് ഈസി കളക്ട് മണി അല്ലെ, ഈസി പ്രോസസ്സാണ് ഫണ്ട് കളക്ട് ചെയ്യാൻ. കോസ്റ്റ് ലെസ് ദാൻ ടേക്കിംഗ് ലോൺ അല്ലെ, ലോൺ എടുക്കുന്നതിനേക്കാൾ ചെലവ് കുറവാണ്. പിന്നെയോ കമ്പനീസ് അസറ്റ് ആർ ഫ്രീ അല്ലെ, അസറ്റ് ഒന്നും നമുക്ക് എന്താക്കേണ്ടതില്ല, സെക്യൂരിറ്റി ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അസറ്റ് ഫ്രീ ആണ്. ഡെപ്പോസിറ്റേഴ്സ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്, അവർക്ക് എന്താ വോട്ടിംഗ് റൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രോൾ ഒന്നും എവിടെയും പോകുന്നുമില്ല. ഓക്കെ റെഡി? യെസ്. അപ്പോൾ ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കി വെച്ച് എങ്ങനെയാണെങ്കിൽ ന്യൂ കമ്പനി ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു മണി അല്ലെ. പുതിയ കമ്പനിയൊക്കെ ആണെങ്കിൽ പബ്ലിക്കിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെയോ ഇറ്റ് ഈസ് നോട്ട് എ ഷുവർ സോഴ്സ് അല്ലെ, എന്താ എപ്പോഴും നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ടു കളക്ട് എ ലാർജ് എമൗണ്ട് അല്ലെ, വലിയ എമൗണ്ട് ഒക്കെ പബ്ലിക്കിൽ നിന്നും കളക്ട് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല, അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ജസ്റ്റ് ഒന്ന് പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി, സിമ്പിൾ പോയിന്റ് ഓർത്ത് വെച്ചാൽ മക്കളെ. ഇതിൻ്റെയൊക്കെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നിങ്ങൾ പഠിച്ച ഈ പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ മെറിറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ടും നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളാം മക്കളെ, നിങ്ങൾക്ക് മാർക്ക് വീണിരിക്കും. ഓക്കെ, ഇതോടെയൊക്കെ നിങ്ങൾക്ക് ജനറൽ പോയിന്റ്സ് നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അടിച്ച് കയറ്റാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, റെഡി ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം, കൊമേഴ്ഷ്യൽ പേപ്പർ. യെസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, കൊമേഴ്ഷ്യൽ പേപ്പറൊക്കെ. കാരണം പബ്ലിക് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കയ്യിൽ നിന്ന് എഴുതിടാൻ പറ്റും. എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു തന്നെ വെച്ചോളാം. റെഡി? എന്താ കൊമേഴ്ഷ്യൽ പേപ്പർ ഇസ് എ ഷോർട്ട് ടേം ലോൺ ടേക്കൺ ബൈ ബിഗ് കമ്പനീസ് ബൈ ഇഷ്യൂയിങ് എ പ്രോമിസറി നോട്ട് ടു റൈസ് മണി ഫോർ എ ഷോർട്ട് പീരീഡ്. യൂഷ്വലി അപ് ടു 1 year വിത്തൗട്ട് എനി സെക്യൂരിറ്റി എന്നുള്ളതാണ് അല്ലെ. എന്താണ് ഒരു ഷോർട്ട് ടേം ഫണ്ട് അല്ലെങ്കിൽ എന്താണ് സോഴ്സ് ആണ്, ഫണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന സോഴ്സ് ആണ് അല്ലെ. അതും വലിയ കമ്പനികൾ മാത്രമേ എന്താക്കുള്ളൂ ഇത് ഇഷ്യൂ ചെയ്യുള്ളൂ. ഇതിനെ നമുക്ക് എന്താ ഒരു പ്രോമിസറി നോട്ട് എന്ന് പറയാം. അപ്പോൾ എത്രയുണ്ട് പ്രോമിസറി നോട്ട്? എന്താണ് പ്രോമിസ് കൊടുക്കുന്ന നോട്ടാണ് അല്ലെ. പ്രോമിസ് കൊടുക്കുക മീൻസ് അല്ലെ, നിങ്ങളുടെ ഫണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ തിരിച്ചു തരും, ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ഇൻട്രസ്റ്റ് പ്രകാരം ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു പ്രോമിസറി നോട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, CP ഈസ് ആൻ അൺസെക്യൂർഡ് ഷോർട്ട് ടേം മണി. അൺസെക്യൂർഡിന്റെ മീനിങ് എന്താണ്? അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ സെക്യൂർ അല്ല എന്നാണോ? അല്ല, ഇതിന് സെക്യൂരിറ്റി ഇല്ല എന്നാണ്. നമ്മുടെ അസറ്റുകളും കാര്യങ്ങളൊന്നും സെക്യൂരിറ്റി കൊടുക്കണ്ട. ഓക്കെ, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്യൂർ അല്ലെ. അങ്ങനെ നമുക്ക് എന്താ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, റെഡി? ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ആസ് എ പ്രോമിസറി നോട്ട്. ഓക്കെ, ഷോർട്ട് ടേം മണി മാർക്കറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോമിസറി നോട്ട് ഇറക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചു വെച്ചോളാം. കുറച്ച് ജനറൽ പോയിന്റ് ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ 1990s ഇന്ത്യയിൽ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ക്യാൻ ബി ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈമറി ഡീലേഴ്സും ഒക്കെ എന്താ ഇത് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആരൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ? ആർക്കൊക്കെ നമുക്ക് ചെയ്യാം, ബാങ്കിന് ചെയ്യാം, കമ്പനീസ്, NRIs ഒക്കെ എന്താ കൊമേഴ്ഷ്യൽ പേപ്പർ വാങ്ങുന്ന ആളുകളാണ്. പിന്നെയോ മെച്യൂരിറ്റി പീരീഡ് എത്രയായിരിക്കും? മിനിമം 7 ദിവസമാണ്, മാക്സിമം 1 year ആണ്. അപ്പോൾ അതാണ് ഷോർട്ട് ടേം പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ്? ഡിനോമിനേഷൻ എങ്ങനെയാണ് വരുന്നത്? 5 lakh അതിൻ്റെ മൾട്ടിപ്പിൾ അല്ലെ, 5ന്റെ മൾട്ടിപ്പിൾ ബേസിലേ നമുക്ക് എന്താ കൊമേഴ്ഷ്യൽ പേപ്പർ ഇറക്കാൻ പറ്റും. 5 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം അങ്ങനെ നമുക്ക് എന്താ ഒരു കമ്പനിക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ ഇറക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഓർത്ത് വെച്ചോളൂ ഈ പോയിന്റ്സ്. ഓക്കെ എക്സ്പോർട്ട് ഇമ്പോർട്ട് അല്ലേ. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. റെഡി? യെസ്. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഒന്ന് ഡിമെറിറ്റ്സും നമുക്ക് നോക്കേണ്ടതുണ്ട്. മെറിറ്റ്സ് എന്തൊക്കെയാണ്? അൺസെക്യൂർഡ് ആണ് അല്ലെ. അൺസെക്യൂർഡ് ആയതുകൊണ്ട് നമ്മുടെ അസറ്റിനൊന്നും ഒരു പ്രശ്നമില്ല. അടുത്തെന്താ? ഈസിലി ട്രാൻസ്ഫറബിൾ, സോ ഇറ്റ് ഹാസ് ഹൈലി ലിക്വിഡ് അല്ലെ. ആർക്ക് വേണമെങ്കിലും കൈമാറാം. ഇപ്പൊ സാർ എടുത്തൊരു കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ടെങ്കിൽ സാർ അത് എത്ര പൈസക്കാണോ അത് എടുത്തിട്ടുള്ളത്, ആ പൈസ എൻ്റെ മറ്റൊരു ഫ്രണ്ട് എനിക്ക് തരികയാണെങ്കിൽ അയാൾക്ക് എനിക്ക് എന്താ ആ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ കൊടുക്കാം. സോ ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. ഇറ്റ് ഗീവ് മോർ ഫണ്ട് അറ്റ് ലോവർ കോസ്റ്റ് ദാൻ ബാങ്ക് ലോൺ അല്ലെ. എന്താണ് ബാങ്ക് ലോണിനേക്കാൾ എന്താണ് ചെലവ് കുറവാണ്. പിന്നെയോ പ്രൊവൈഡിങ് എ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഫണ്ട് അല്ലെ. ഇത് കണ്ടിന്യൂസ് സോഴ്സ് ആണ്. ഒന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്ത കൊമേഴ്ഷ്യൽ പേപ്പർ ഇറക്കാം. പിന്നെയോ കമ്പനി ക്യാൻ ഇൻവെസ്റ്റ് എക്സ്ട്രാ മണി ഇൻ CP അല്ലെ. എക്സ്ട്രാ ഫണ്ടൊക്കെ നമുക്ക് എന്താ കൊമേഴ്ഷ്യൽ പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇറക്കാം.
ഓക്കെ, അപ്പോൾ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും? ഓൺലി ഫിനാൻഷ്യലി സ്ട്രോങ് ആൻഡ് ഹൈലി റേറ്റഡ് ഫേം, അല്ലെ നല്ല കമ്പനികൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ വലിയ കമ്പനികൾക്ക് കോർപ്പറേറ്റ്സിന് മാത്രമേ ഇത് ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെയോ ദ എമൗണ്ട് റൈസ് ഡിപ്പെൻഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് എക്സ്ട്രാ ഫണ്ട് ഇൻ ദ മാർക്കറ്റ്, അല്ലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സ്ട്രാ ഫണ്ടിന്റെ ബേസിലൊക്കെ നമുക്ക് എന്തുള്ളൂ ഇത് ഇറക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എൻ ഇംപേഴ്സണൽ സോഴ്സ് ഓഫ് മെച്യൂരിറ്റി കനോട്ട് ബി എക്സ്റ്റൻഡ്, അല്ലെ ഇംപേഴ്സണൽ സോഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ എത്ര വർഷത്തെ മിനിമം എന്താണ് 1 year ആണ്, അല്ലെ. അപ്പോൾ അതിൽ കൂടുതൽ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ആണ്, ഐ മീൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ 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 സെറ്റ്. സാറേ അലൻ സാറെ ക്ലാസ് ഉണ്ട്, ഞാൻ അതിന് പോട്ടെ. ഓ അലൻ സാറ് ബിസിനസ് എടുക്കുന്നത്, നീ വേഞ്ചല്ലേ. ഓക്കെ 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 റെഡി 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 റെഡി. അപ്പോൾ ദാ ഇഷ്യൂ ഓഫ് ഷെയർസ്. അടുത്തത് എന്താണ്? അടുത്ത സോഴ്സ് എന്താണ്? ഷെയർ ആണ്, അല്ലേ? യെസ്, ഷെയർ ആണ്. ഷെയർ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചുകൂടാ. നമുക്ക് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും പഠിക്കാറുണ്ട്, രണ്ടും നോക്കി വെച്ചോണം. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ? മണി റൈസ്ഡ് ബൈ സെല്ലിംഗ് ഷെയർ ഈസ് കോൾഡ് ഷെയർ, അല്ലെ? അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. എ കമ്പനീസ് ക്യാപിറ്റൽ ഈസ് ഡിവൈഡ്, അല്ലെ? നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റലിനെ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുക? യെസ്, ഷെയർസ് എന്ന് പറയുക. ഓണർ ഓഫ് ദ ഷെയർ ഈസ് എ ഷെയർ ഹോൾഡർ, അല്ലെ? ആ ഒരു ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? ആ കമ്പനിയുടെ ഓണർ എന്ന് പറയുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ദർ ആർ 2 types ഓഫ് ഷെയർസ്. അവിടെ എന്താ 2 types ഓഫ് ഷെയർസ് ഉണ്ട്. ഓക്കെ, ആടാ നിനക്ക് പിന്നെ മാത്സ് ആണ് വേണ്ടതെങ്കിൽ ഓക്കെ, നീ മാത്സ് പോയി പഠിക്കുക. ബിസിനസ് വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, യെസ്. അപ്പം എന്താ ഇക്വിറ്റി ഷെയർസും ഉണ്ട്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. ഓക്കെ, യെസ്. നിനക്കിപ്പോൾ നാളെ അല്ല, നിനക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നീ പഠിച്ച് തീർക്കാത്തത് മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, നമ്മൾ നിങ്ങളെ നിർബന്ധിച്ചൊന്നും ഇവിടെ നിർപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത്, അതിൻ്റെ ലൈവ് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, ദെൻ ഗോ ഹെഡ് മാൻ, പോയി പഠിക്കുക എന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് വാങ്ങണം, അത് ഏത് സബ്ജക്റ്റാണോ ഏത് ക്ലാസ് ആണോ അതല്ല, നിങ്ങൾ പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, യെസ് യെസ്. ഓക്കെ, ബിസിനസ് സുഖമാണ്, അടിപൊളി. പിന്നെ എന്ത് നോക്കാനാ, ചെല്ലടാ പോയി മാത്സ് പഠി, അടിപൊളി. ഓക്കെ, റെഡി. യെസ്. അപ്പോൾ എന്താ ഇക്വിറ്റി ഷെയർസും ഉണ്ട്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും ഉണ്ട്, അല്ലെ? രണ്ടിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇക്വിറ്റി ഷെയർസിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇക്വിറ്റിയാണ്, അല്ലെ? ഇക്വിറ്റിയാണ്. ഓക്കെ, അതാ മെയിൻ സോഴ്സ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഫോർ എ കമ്പനി, അല്ലെ? എന്താണ് മെയിൻ സോഴ്സ് ആണ്. കാരണം ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓണേഴ്സ് ഫണ്ട്, അല്ലെ? ഓണേഴ്സിന്റെ ഫണ്ടാണ്, ഓണേഴ്സ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഫണ്ടാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണ് ആ ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരിക? ആ ബിസിനസ് അടച്ചു പൂട്ടുമ്പോൾ മാത്രമേ ആ ഫണ്ട് ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. സോ അത്രയും കാലം നമ്മുടെ ബിസിനസ്സിൽ കിടക്കുന്ന ലോങ് ടേം ഫണ്ടാണ് ഇത് ഇക്വിറ്റി. ഓക്കെ, ഇതെന്താ? റെപ്രസെന്റ് ഓണർഷിപ്പ്, അല്ലെ? ഓണർഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് യെസ് ഇക്വിറ്റി ഷെയർ ആണ്. പിന്നെയോ നോ ഫിക്സ്ഡ് ഡിവിഡൻഡ്, അല്ലെ? ഇതിന് ഡിവിഡൻഡ് ഒന്നും നമ്മൾ കൊടുക്കണോ? വേണ്ട. എന്തുകൊണ്ടാണ്? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഓണേഴ്സിന് കൊടുക്കുക. സോ ഡിവിഡൻഡ് ഒന്നും ഇതിന് വരുന്നില്ല, അല്ലെ? ഇതെന്താണ്? കോൾഡ് റെസിജ്വൽ ഓണർ ആസ് ദേ ഗെറ്റ് വാട്ട് റിമൈൻസ് ആഫ്റ്റർ യെസ് ആർ പെയ്ഡ്. ഓക്കെ, എന്താണ് റെസിജ്വൽ ഓണേഴ്സ് എന്നാണ് പറയുക, അല്ലെ? അതായത് ആ ഒരു എന്താണ് ഷെയർ ഇഷ്യൂ എന്താണ് കയ്യിൽ വെച്ചിരിക്കുന്ന ആളെ നമുക്ക് എന്താ റെസിജ്വൽ ഓണേഴ്സ് എന്ന് പറയാം. പിന്നെയോ ദേ ഷെയർ പ്രോഫിറ്റ് ആൻഡ് റിസ്ക് ഓഫ് എ ബിസിനസ്, അല്ലെ? അവരാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്, റിസ്ക് ഏറ്റെടുക്കുന്ന ആളുകൾ. പിന്നെയോ ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ആണ്, അല്ലെ? അവർ എത്രയാണ് ആ ക്യാപിറ്റൽ, അതിലായിരിക്കും എന്താ അവരുടെ ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കുക. പിന്നെയോ ഹാവ് ദ റൈറ്റ് ടു വോട്ട്, അല്ലെ? അവർക്ക് എന്താ വോട്ട് അവകാശമുണ്ട്, അവരുടെ കൺട്രോളിലാണ് എന്ത് യെസ് നമ്മുടെ ബിസിനസ് ഉണ്ടാവുക. ഓക്കെ, ദെൻ അങ്ങനെയെങ്കിൽ മെറിറ്റ്സും ലിമിറ്റേഷൻസും നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ മെറിറ്റ്സ് എന്താണ്? സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക് ആൻഡ് ഹയർ റിട്ടേൺ, അല്ലെ? വലിയ റിട്ടേണും റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇക്വിറ്റി ഷെയർ ബെസ്റ്റ്. പിന്നെയോ ഡിവിഡൻഡ് പേയ്മെന്റ് ഈസ് നോട്ട് കമ്പൽസറി, അല്ലെ? ഡിവിഡൻഡ് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ അവർക്ക്? ഇല്ല, പ്രോഫിറ്റിന്റെ മാത്രം. പിന്നെയോ ആക്ട് ആസ് എ പെർമനന്റ് ക്യാപിറ്റൽ. ഇത് എന്താണ്? ഒരു പെർമനന്റ് ക്യാപിറ്റലാണ് നമ്മുടെ. റെഡി? അപ്പോൾ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാ? ഇൻവെസ്റ്റേഴ്സ് വാണ്ടിങ് എ സ്റ്റഡി ഇൻകം, അല്ലെ? നല്ല കറക്റ്റ് നല്ലൊരു ഇൻകം ഒക്കെ വേണ്ട ആളുകളാണെങ്കിൽ, ഓക്കെ, യെസ് എന്താണ് അവർക്കിത് സ്യൂട്ടബിൾ അല്ല. ഓക്കെ മക്കളെ, ഏതാ നിങ്ങൾക്ക് കാണാം, ഇൻസ്റ്റയിൽ നിന്ന് വരുന്ന കോളാണിത്. ഓക്കെ, ഇതാ ഇൻസ്റ്റയിൽ നിന്ന് വരുന്ന കോളാണ്. നോട്ട്സ് ചോദിച്ചായിരിക്കും സാർ. മക്കളെ, എല്ലാ ലൈവിലും നിങ്ങളോട് പറയാറുണ്ട്, മക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ സാർ ഇടുന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ട് ആ നോട്ട് വാങ്ങുക കേട്ടോ. നിങ്ങളിതിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചാലോ അല്ലെങ്കിൽ എന്താണ് കോൾ ചെയ്ത് ചോദിച്ചാലോ ഒന്നും സാറിന് എല്ലാവർക്കും ഒന്നും റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല. യെസ്, എല്ലാവർക്കും ഒന്നും ആ നോട്ട് കിട്ടണമെന്നില്ല. മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, കമൻറ്റൊക്കെ അത്രത്തോളം വരുമ്പോൾ നിങ്ങൾ അയച്ച മെസ്സേജൊക്കെ എടിയോ അങ്ങ് പോകും. അത് സാറ് പിന്നെ തപ്പിയെടുത്താൽ കിട്ടുകയില്ല, സാറിന് പിന്നെ നോക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് വെറുതെ വേസ്റ്റ് ആവുകയാണ് ആ നോട്ടുകളും കാര്യങ്ങളും. സോ എന്ത് ചെയ്യുക?
ജസ്റ്റ് ആ ഒരു വീഡിയോയ്ക്ക് പോയി ഒന്ന് കമന്റ് ഇട്ടാൽ പോലെ നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടൂലേ. അപ്പോൾ വെറുതെ സാറിന്റെ റിപ്ലൈയും സാറ് ഇതാ ഫോൺ എടുക്കുന്നതും സാറിന്റെ മെസ്സേജ് നോക്കുന്നതും നോക്കി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് ആ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചിട്ട് നോട്ടിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഒന്ന് ആ വീഡിയോ ഒന്ന് എടുക്കുക, സാറിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് ഒന്ന് കമന്റ് ഇട്ടാൽ മതി, അത് നിങ്ങൾക്ക് കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ലിമിറ്റേഷൻ എന്താ? കോസ്റ്റ് ഓഫ് റൈസിംഗ് ഇക്വിറ്റി ഷെയർ ഈസ് ഹയർ. ചെലവുള്ള പരിപാടിയാണ്. റെഡി? അടുത്തെന്താ? യെസ്, ഇഷ്യൂയിങ് മോർ ഷെയർ റെഡ്യൂസ് ദ വോട്ടിംഗ്. അല്ല എന്താണ്? യെസ്, കൂടുതൽ ഷെയർ വിൽക്കുന്നത് എന്തിനെ ബാധിക്കും മക്കളെ? ഒന്ന് പറഞ്ഞാൽ എന്തിനെ ബാധിക്കും? നമ്മുടെ കൺട്രോൾ, നമ്മുടെ വോട്ടിംഗ് പവറിനെ ബാധിക്കും അല്ലെ. ഒരുപാട് ഓണേഴ്സ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവും അല്ലെ, ഇക്വിറ്റി ഷെയർ കുറെ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെയോ യെസ്, ഇൻവോൾവ് മോർ യെസ് എന്താണ് ഫോർമാലിറ്റീസ് ആൻഡ് മറ്റെന്താണ് ഫെമിനിസ്റ്റ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഫോർമാലിറ്റീസ് ആൻഡ് ഡിലേ ഇൻ റൈസിംഗ് ഫണ്ട് അല്ലെ. എന്താണ്? ഇതിനൊരുപാട് എന്താണ് ഫോർമാലിറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമുക്കിത് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ലിമിറ്റേഷൻസ് ആയിട്ടും അതിൻ്റെ മെറിറ്റ്സ് ആയിട്ടും ഇക്വിറ്റി ഷെയർസിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാം? പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് പഠിക്കാം. അല്ലെ, എന്താ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? ആ പേരുണ്ട് അല്ലെ, പ്രിഫറൻസ്. ചില പ്രിഫറൻസ് ഉള്ള ആളുകളാണ് അല്ലെ. മണി റൈസ്ഡ് ബൈ ഇഷ്യൂയിങ് പ്രിഫറൻസ് ഷെയർ ഈസ് കോൾഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എന്താ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫിക്സ്ഡ് ഡിവിഡൻഡ് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഹാവ് ദ ഫസ്റ്റ് റൈറ്റ് ടു റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിങ് എ ലിക്വിഡിറ്റി അല്ലെ. ആദ്യം ഡിവിഡൻഡ് കൊടുക്കണം, ആദ്യം അതുപോലെ തന്നെ അവർക്ക് എന്ത് റൈറ്റ് ടു റീപേയ്മെന്റ് അല്ലെ, ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം അവർക്ക് കൊടുക്കണം. ഇതുപോലുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസിനെ നമ്മൾ എന്ത് പറയുക? പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറയുക. ഓക്കെ, പ്രത്യേക അവകാശങ്ങളുള്ള ടൈപ്പാണ്. ഓക്കെ, ദേ ആർ സിമിലർ ടു ഡിബഞ്ചർ യെസ് ബിക്കോസ് ഓഫ് ദ ഫിക്സ്ഡ് റിട്ടേൺ. കണ്ടല്ലോ, അവർ ഡിബഞ്ചർ പോലെ തന്നെയാണ്. കാരണം എന്താ? അതിനൊരു ഫിക്സ്ഡ് റിട്ടേൺ കിട്ടിയിരിക്കുക. മീൻ ഡിവിഡൻഡ് അവർക്ക് എന്താ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് എന്തെന്ന് നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർസിന്റെ കുറച്ച് മെറിറ്റ്സ് നോക്കിക്കോ. എന്താണ്? പ്രൊവൈഡ് സ്റ്റഡി ഇൻകം അല്ലെ. അതെന്താ? ഒരു സ്റ്റഡി ഇൻകം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എന്താ? സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് ലോ റിസ്ക് ആൻഡ് ഫിക്സ്ഡ് റിട്ടേൺ അല്ലെ. ചില എന്താ റിസ്ക് കുറഞ്ഞ ഫിക്സ്ഡ് റിട്ടേൺ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബെസ്റ്റ് ആണ്. പിന്നെയോ ഡു നോട്ട് അഫക്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഹോൾഡേഴ്സ് കൺട്രോൾ അല്ലെ. ഇവർക്ക് എന്താ? വോട്ടിംഗ് റൈറ്റ് ഒന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ കൺട്രോൾ ഒന്നും ഇവരുടെ കയ്യിലേക്ക് പോകുന്നില്ല. ഓക്കെ, റെഡി? അപ്പോൾ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്താ? നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് ഹൈ റിട്ടേൺ അല്ലെ. ഹൈ റിട്ടേൺ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഓക്കെ അല്ല. പിന്നെയോ റെഡ്യൂസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ക്ലെയിം ഓൺ കമ്പനീസ് അസറ്റ് അല്ലെ. യെസ്, എന്താണ്? കമ്പനീസ് അസറ്റിന്റെ പേരിൽ എന്താണ്? യെസ്, ഇവർക്ക് അവകാശം ഉണ്ടാവും ചിലപ്പോൾ. അതായത് ഇവർക്ക് എന്നാ ഡിവിഡൻഡ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അസറ്റൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അസറ്റിനൊക്കെ ഒരു സീന് വരും. പിന്നെയോ ഡിവിഡൻഡ് റേറ്റ് ഈസ് യൂഷ്വലി ഹയർ ദാൻ ദ ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റിനേക്കാൾ ഇവരുടെ ഡിവിഡൻഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുറച്ച് പൈസ ചിലവ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഓർത്ത് വെച്ചോളാം? യെസ്, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് ഓർത്ത് വെച്ചോളാം. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം യെസ് നമ്മുടെ ഡിബഞ്ചറാണ്. വാട്ട് ഈസ് ഡിബഞ്ചർ? എന്താണ് ഡിബഞ്ചർ? കൊമേഴ്ഷ്യൽ പേപ്പർ ഡിബഞ്ചർ ഒക്കെ പഠിച്ചു വെച്ചോ. എന്താണ് ഡിബഞ്ചർ? കടപ്പത്രം എന്താണ് പറയുക അല്ലെ? കടപ്പത്രം. ഓക്കെ, കടം കൊടുത്ത പത്രമാണ്. ഓക്കെ, യെസ്. അപ്പോൾ എന്താ? ഡിബഞ്ചേഴ്സ് ആർ എ വേ ഫോർ എ കമ്പനി ടു റൈസ് ലോങ് ടേം ഡെപ്റ്റ്. നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പർ പഠിച്ചല്ലോ, അതെന്താ? ഷോർട്ട് ടേം ആയിരുന്നു അല്ലെ. ഷോർട്ട് ടേം ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഇതൊരു ലോങ് ടേം ആണ്. ഇതെന്താണ്? ഒരു ലോങ് ടേം ആണ്. അപ്പോൾ ആ ലോങ് ടേം നോക്കാം. ദേ ക്യാരി എ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ആൻഡ് ആർ എ പ്രോമിസ് ടു റീപേ ദ ബോറോഡ് മണി അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അല്ലെ. എന്താണ് ബോറോഡ് മണി അറ്റ് ഫ്യൂച്ചർ ഡേറ്റ്? ഒരു നിശ്ചിത ടൈം പീരീഡ് അല്ലെങ്കിൽ എന്താണ് ഇത്ര കാലം കഴിയുമ്പോൾ നമ്മളത് തിരിച്ച് എടുത്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താക്കുന്നു? ഫണ്ട് കളക്ട് ചെയ്യാണ്. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഇൻട്രസ്റ്റ്. അതായത് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ. എന്താണ്? നമ്മളെന്താ കുറേ വലിയ ഫണ്ടൊക്കെ എന്താണ് കുറേ കാലത്തേക്ക് വേണ്ടി ആരുടെ കയ്യിലെങ്കിലും വാങ്ങുകയാണ്. എന്നിട്ട് അവർക്ക് എന്താ? നമ്മൾ കടപ്പത്രം കൊടുക്കും. നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പർ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോമിസറി നോട്ട് പോലെ നമ്മൾ കൊടുക്കുന്നതാണ്. റെഡി? അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ് നോട്ട് ഓണേഴ്സ് ആൻഡ് റിസീവ് ഇൻട്രസ്റ്റ് അല്ല. അവരെന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ്. നമ്മൾ പൈസ കൊടുക്കാനുള്ള വ്യക്തികളാണ്. ഓണേഴ്സ് ഒന്നുമല്ല. അവർക്ക് എന്താ? ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. കമ്പനീസ് ക്യാൻ ഇഷ്യൂ ഡിഫറെന്റ് ടൈപ്പ് ഇൻക്ലൂഡിംഗ് സീറോ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഉണ്ട്. വേർ ദ ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺ കം ഫ്രം ദ ഡിഫറൻസ് ബിറ്റ്വീൻ പർച്ചേസ് പ്രൈസ് ആൻഡ് ഫേസ് വാല്യൂ. ഓക്കെ, എന്താണ് പർച്ചേസ് പ്രൈസും അതിന്റെ ഫേസ് വാല്യൂ അനുസരിച്ച് ആ ഡിഫറൻസിലൊക്കെയാണ് നമ്മൾ അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളത്. റെഡി? അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളാം. എന്താണ് ഡിബഞ്ചർ? ലോങ് ടേം ആണ് പഠിക്കുക. അതിന്റെ മെറിറ്റ്സ് നോക്കിക്കോ. ഗുഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് ഫിക്സ്ഡ് ഇൻകം അല്ലെ. ഫിക്സ്ഡ് ഇൻകം വേണ്ടവർക്ക് ബെസ്റ്റ് ആണ്. പിന്നെയോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ്. അവർക്ക് എന്താ? ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കിട്ടും. സ്യൂട്ടബിൾ വെൻ കമ്പനി ഏണിംഗ് യെസ് ആർ സ്റ്റേബിൾ. നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഏണിംഗ്സ് ഉള്ള നല്ലൊരു കമ്പനിയാണെങ്കിൽ നമുക്ക് ഇത് ഇറക്കാം, സെറ്റ് ആയിട്ട് ഇറക്കാം. പിന്നെയോ നോ വോട്ടിംഗ് റൈറ്റ് അല്ലെ. ഇവരെ കൺട്രോൾ ഒന്നും എവിടെയും പോകുന്നില്ല. പിന്നെയോ ചീപ്പർ ദാൻ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ. യെസ്, ഇക്വിറ്റിനേക്കാളും പ്രിഫറൻസ് ഷെയറിനേക്കാളും ചെലവ് കുറവാണ്.
ഓക്കെ, പക്ഷേ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഈസ് ഫിക്സ്ഡ്. ആണല്ലോ, നമുക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്തിരിക്കണം. പിന്നെ എന്താ? മസ്റ്റ് ബി റീപെയ്ഡ് ഇൻ ടൈം. അല്ലെ, ആ ടൈമിൽ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ എന്താ തിരിച്ചു വാങ്ങിയിരിക്കണം, ഫുൾ എമൗണ്ട് തിരിച്ചു കൊടുത്തുകൊണ്ട്. പിന്നെയോ ഇൻക്രീസ് ഡെപ്റ്റ്, സോ കമ്പനീസ് ഫ്യൂച്ചർ ബോറോയിങ് കപ്പാസിറ്റി റെഡ്യൂസസ്. നമ്മൾ പറഞ്ഞു ഡിബഞ്ചർ ഇറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങുന്നതിന് തുല്യമാണ്. അല്ലെ, അപ്പം ഭാവിയിൽ വീണ്ടും കടം വാങ്ങണമെങ്കിൽ അത് നമ്മളെ ബാധിക്കും. ഏത്? ഡിബഞ്ചർ ഇറക്കിയത് നമ്മളെ ബാധിക്കും. ഓക്കെ അല്ലേ? അപ്പം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഡിബഞ്ചറിനെ കുറിച്ച് മക്കൾ പഠിച്ചു വെച്ചിരിക്കുക. ദെൻ അടുത്തത് നോക്കിക്കോ, ഇന്റർനാഷണൽ ഫിനാൻസ് ആണ്. അല്ലെ, ഇന്റർനാഷണലി നമ്മൾ എന്താക്കുന്നു? ഫണ്ട് കളക്ട് ചെയ്യും. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അല്ലെ, അപ്പം എന്താണത്? വെൻ ബിസിനസ് ബിക്കം ഗ്ലോബൽ ദേ ക്യാൻ ഓൾസോ കളക്ട് മണി ഫ്രം അതർ കൺട്രി. അല്ലെ, നമുക്ക് മറ്റ് കൺട്രികളിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാം. എങ്ങനെ? ഇന്ത്യൻ കമ്പനി ക്യാൻ റൈസ് ഫണ്ട് ഫ്രം ദ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ദേ ആർ ഡിഫറെന്റ് സോഴ്സ് അവൈലബിൾ വേൾഡ് വൈഡ് ടു സച്ച് ഫണ്ട്. അല്ലെ, അങ്ങനെ നമുക്ക് എന്താ? ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും എന്താ ഫണ്ട് കളക്ട് ചെയ്യാം. അതെങ്ങനെയൊക്കെയാ? നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ത്രൂ കളക്ട് ചെയ്യാം, അല്ലെങ്കിലോ ഇന്റർനാഷണൽ ഏജൻസീസും ഡെവലപ്മെന്റ് ബാങ്കുകളും ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്. ഓക്കെ, അപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഡിഫറെന്റ് കൺട്രീസ് ഗിവ് ഫോറിൻ കറൻസി ലോൺ ടു ബിസിനസ്. ദേ ആർ ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഗെറ്റിംഗ് ഫിനാൻസ് ടു ഇന്റർനാഷണൽ ബിസിനസ്. അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ സാധാ ബാങ്കുകൾ, അല്ലെ, മറ്റ് രാജ്യത്തൊക്കെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് നമുക്ക് എന്താക്കാം? ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്ക് ലൈക്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബാങ്കാണ്. ഓക്കെ, അവിടെ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താ ഫണ്ട് കളക്ട് ചെയ്യാം. പിന്നെ എന്തുണ്ട്? ഇന്റർനാഷണൽ ഏജൻസീസും ഡെവലപ്മെന്റ് ബാങ്കുകളും ഉണ്ട്. ഓക്കെ, ദീസ് ഓർഗനൈസേഷൻ ഹാവ് മീഡിയം ആൻഡ് ലോങ് ടേം ലോൺ ആൻഡ് ഗ്രാന്റ് ടു ഹെൽപ്പ് കൺട്രീസ് ആൻഡ് ബിസിനസ് ടു ഗ്രോ. അല്ലെ, ബിസിനസിനെയും പല കൺട്രികളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതാ മെയിൻ എയിം ടു സപ്പോർട്ട് ഡെവലപ്മെന്റ് ഇൻ ദ poorer or developing region. They help fund big project like road, power plants, അല്ലെ, ഇൻഡസ്ട്രീസിനൊക്കെ, അല്ലെ, എന്നാ ഡെവലപ്പ് ആയിട്ട് വരുന്ന കൺട്രികൾക്കൊക്കെ എന്താണ് ഫണ്ട് എന്താണ് കൊടുക്കുക. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഏജൻസികളുണ്ട്. ലൈക്ക് നമ്മളെ എക്സിം ബാങ്ക്, അതായത് ഇപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, IFC ഇന്റർനാഷണൽ എന്താണ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കയ്യിൽ നിന്നൊക്കെ എന്താ നമുക്ക് ഫണ്ട് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇതിനടുത്ത് എന്തുണ്ട് ഓപ്ഷൻ? ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. അല്ലെ, ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാം. അല്ലെ, എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്? അവിടെയാണ് നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? എന്താ നോക്കിക്കോ, ഗ്ലോബൽ മാർക്കറ്റ് വേർ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ റൈസ് ഫണ്ട്. ദേ ബോറോ മണി ഇൻ ഫോറിൻ കറൻസി ഓർ ലോക്കൽ കറൻസി യൂസിങ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അല്ലെ, പല ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ത്രൂ നമുക്ക് എന്താക്കാം? ഫണ്ട് കളക്ട് ചെയ്യാം. അല്ലെ, പല ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം. നമ്മളെ കൊമേഴ്ഷ്യൽ പേപ്പറും പല ബോണ്ടുകളും ഡിബഞ്ചറുകളും ഒക്കെ. റെഡി? അപ്പോൾ അതിന് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. GDR. എന്താ GDR? സിമ്പിൾ ആണ്, ഓർത്ത് വെക്കണേ. എ കമ്പനി ഗിവ് ഇറ്റ്സ് ഷെയർ ടു ഫോറിൻ ബാങ്ക് ആൻഡ് ദ ബാങ്ക് ഇഷ്യൂ GDR ഇൻ റിട്ടേൺ. ഓക്കെ, ദീസ് GDR ആർ ട്രേഡഡ് ഇൻ ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ആർ പ്രൈസ്ഡ് ഇൻ US ഡോളർ. എന്താണ് GDR എന്ന് പറഞ്ഞാൽ? ഗ്ലോബൽ ഡെപ്പോസിറ്റ്. അല്ലെ, ഒരു കമ്പനിക്ക് എന്താണ്? നമുക്കിപ്പോൾ ഫോറിൻ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഷെയർ നമ്മൾ ആദ്യം അവിടെ കൊണ്ടുപോകുക. ഫോറിൻ വിദേശത്തുള്ള ഏത് രാജ്യത്താണോ ആ രാജ്യത്തുള്ള, ശ്രദ്ധിക്കണേ, ആ രാജ്യത്തുള്ള ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊണ്ടു കൊടുക്കുക. അങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ എന്ത് തരുന്നു? നമുക്കൊരു GDR തരും, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക. ആ റെസിപ്റ്റാണ് നിന്ന് അവിടെയുള്ള ആളുകൾ വാങ്ങുക. ഓക്കെ, അവരത് വാങ്ങിയിട്ട് നമുക്ക് ഫണ്ട് തരും. എന്നിട്ട് അവർ ആ ഒരു റെസിപ്റ്റ് നേരിട്ട് നമ്മൾ ഷെയർ കൊടുത്തിട്ടുള്ള ആ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ പോയിട്ട് അവിടെ നമ്മളെ ഷെയർ വാങ്ങുക ചെയ്യുക. അതാണ് ഇത് GDR എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഹു ബൈ GDR can later converted into company share. അല്ലെ, അവർ GDR വാങ്ങിയിട്ട് പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുക? അവർ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? റെഡി? അപ്പൊ എന്തുണ്ട്? ADR ഉണ്ട്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. സിമ്പിൾ. എന്താണ് ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലെ, നമ്മുടെ കമ്പനിക്ക് അമേരിക്കയിൽ നിന്നാണ് ഫണ്ട് റൈസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനിയുടെ ഷെയർ അമേരിക്കയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊണ്ടു കൊടുക്കണം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? നമുക്ക് ADR തരും. അല്ലെ, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് തരും. ആ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അമേരിക്കൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കേണ്ടത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കിയിട്ടില്ലേ, അതുപോലത്തെ അവിടുത്തെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ എന്താക്കുക? അതാണ് എന്ത് ചെയ്യുക? സെയിൽ ചെയ്യുക. അപ്പൊ അവിടെയുള്ള ആളുകൾ എന്താ? അത് വാങ്ങും. അത് വാങ്ങിയിട്ട് നമുക്ക് പൈസ തരും. ആ GDR എന്ത് ചെയ്യുന്നു? ആ ADR അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ എന്താണ് അമേരിക്കയിലെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവർ കളക്ട് ചെയ്യും. സെറ്റ്. റെഡി?
ഓർത്ത് വെച്ചോളാം. എന്നാൽ ADRും GDRും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ ഇതാ ഇവിടെ ലാസ്റ്റത്തെ കാര്യം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ദ സോഴ്സ് ഓഫ് ഫണ്ടാണ്. നമ്മുടെ ഫേമിന് ആവശ്യമായിട്ടുള്ള അല്ലെ ഇത്രയും സോഴ്സ് ഓഫ് ഫണ്ടുകൾ, നമുക്ക് വേണ്ട ഫണ്ടുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നോക്കേണ്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്? യെസ് മക്കളെ, SC ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോക്കി വെച്ചോളാം. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്? യെസ്, ഒന്നാമത്തെ എന്താ മക്കളെ? ഒന്നാമത്തെ എന്താ? കോസ്റ്റ് ആണ് അല്ലെ. ഒരു ഫണ്ട് കളക്ട് ചെയ്യാൻ നമുക്ക് വരുന്ന ചെലവാണ് അല്ലെ. ടൈപ്പ് ഓഫ് കോസ്റ്റ്, ദ കോസ്റ്റ്, പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് കോസ്റ്റ് ആൻഡ് യൂട്ടിലൈസിങ് ദ ഫണ്ട്, ബോത്ത് ദീസ് കോസ്റ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ ഡിസൈഡിങ് അബൌട്ട് ദ സോഴ്സ് ഓഫ് ഫണ്ട് അല്ലെ. നമുക്ക് എന്താ അത് കളക്ട് ചെയ്യാനും അത് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരുപാട് ചെലവുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ചെലവ് നോക്കിക്കൊണ്ടേ നമ്മൾ എന്താക്കാൻ പറ്റുള്ളൂ? എന്താ ഒരു ഫണ്ട് കളക്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അത് നമ്മൾ നോക്കും. ഓക്കെ, ഇന്ന് കോസ്റ്റ് ആണ്. അടുത്തെന്താ? ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് അല്ലെ. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്? സ്റ്റേബിൾ ഏർണിങ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെ. എന്താണ്? യൂസ് ഫിക്സ്ഡ് ചാർജസ് ഫണ്ട് ലൈക്ക് എന്താ ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മളെന്താ മറ്റേതെങ്കിലും സോഴ്സുകൾ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. റെഡി? അടുത്ത് നോക്കിക്കോ, ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ലീഗൽ സ്റ്റാറ്റസ് അല്ലെ. നമ്മുടെ ഏത് ടൈപ്പ് ഫോമാണ്? ഓക്കെ, എന്താണ് നമ്മുടെ ലീഗൽ സ്റ്റാറ്റസ് എന്നൊക്കെ നോക്കണം. നമ്മൾ സോൾ ട്രേഡറോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പബ്ലിക് ഡെപ്പോസിറ്റ് ഒക്കെ ഇറക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പോൾ അതുപോലെ നമ്മുടെ കമ്പനി ഏത് എന്ന് നോക്കണം. ദ ടൈപ്പ് ഓഫ് ബിസിനസ് അഫക്ട് ഹൗ ഇറ്റ് റൈസ് മണി. ഫോർ എക്സാമ്പിൾ, എ പാർട്ണർഷിപ്പ് കനോട്ട് ഇഷ്യൂ ഇക്വിറ്റി ഷെയർ, ഓൺലി എ കമ്പനി ക്യാൻ ഡു ദാറ്റ് അല്ലെ. അപ്പോൾ ഏതാണ് നമ്മുടെ ഫോം? അത് നമ്മൾ നിർബന്ധമായിട്ടും നോക്കി വെച്ചിരിക്കണം. അടുത്തെന്താണ്? പർപ്പസ് ആൻഡ് ടൈം പീരീഡ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, എത്ര കാലത്തേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഫണ്ട് വേണ്ടത് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ചൂസ് എ സോഴ്സ് ഓഫ് ഫണ്ട്, choose a source of fund based on how long and why you need the money. Short term need can be used trade credit or commercial paper അല്ലെ. ഷോർട്ട് ടേം ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ലോങ് ടേം ഒക്കെ ആണെങ്കിലോ നമുക്ക് ഇതുപോലെ ഷെയർസുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. റെഡി? അപ്പം നമ്മുടെ പർപ്പസും ടൈമും നമ്മൾ നോക്കണം. അടുത്തെന്താ? റിസ്ക് പ്രൊഫൈലാണ് അല്ലെ. റിസ്ക് എന്താണ്? റിസ്ക് അതൊക്കെ സ്റ്റോറി ഒക്കെ കണ്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട്. റിസ്ക് പ്രൊഫൈൽ അല്ലേ. കൺസിഡറിംഗ് ദ റിസ്ക് ഓഫ് ഈച്ച് ഫണ്ട് സോഴ്സ് ഇക്വിറ്റി ഈസ് സേഫർ. യു റിപ്ലൈ ഓൺലി ഇഫ് ദ കമ്പനി ക്ലോസസ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ ദ പ്രോഫിറ്റ്. ലോൺ ആർ റിസ്കിയർ, യു മസ്റ്റ് പേ ഇൻട്രസ്റ്റ് അല്ലെ. നമ്മളെന്താ റിസ്ക് ഒരു സാധനം എടുക്കുന്നതിൽ എന്തൊക്കെയൊക്കെ റിസ്ക് ഉണ്ട്? നമ്മൾ പ്രിഫറൻസ് ഷെയറും ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കണം അല്ലെ. നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല, അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൽ എന്തൊക്കെ റിസ്ക് ഉണ്ട് എന്ന് കൂടി നമ്മൾ നോക്കണം ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ. പിന്നെന്താ? കൺട്രോൾ അല്ലെ. നമ്മുടെ ബിസിനസിന്റെ കൺട്രോൾ. സം സോഴ്സ് ഓഫ് ഫണ്ട് ക്യാൻ റെഡ്യൂസ് ദ ഓണേഴ്സ് കൺട്രോൾ അല്ലെ. നമുക്കറിയാം ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർ ഗിവ് ഷെയർ ഹോൾഡേഴ്സ് വോട്ടിംഗ് റൈറ്റ് അല്ലെ. നമ്മളെന്താ ഒരുപാട് ഇക്വിറ്റി ഷെയർ ഇറക്കിയുള്ള സ്ഥിതി എന്താ അല്ലെ. നമ്മുടെ ഫേമിന് ഒരുപാട് ഓണേഴ്സ് ഉണ്ടാവും അല്ലെ. ഒരുപാട് ഓണേഴ്സ് ആയിപ്പോവും അല്ലെ. നിങ്ങൾക്കറിയാലോ ഒരുപാട് ഓണേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഓണേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കൺട്രോൾ കുറഞ്ഞു അല്ലെ. അപ്പോൾ നമ്മൾ കൺട്രോൾ നോക്കണം. കൺട്രോൾ കുറയ്ക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും സോഴ്സിലൂടെ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തെന്താ? എഫക്റ്റ് ഓൺ ക്രെഡിറ്റ് വർത്തിനെസ് അല്ലെ. നമ്മുടെ എന്താണ് കടം കൊടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ കടം എടുത്തിട്ടുള്ള കഴിവിനെ ബാധിക്കുന്ന ടൈപ്പ് സോഴ്സുകൾ നോക്കണം അല്ലെ. അതായത് റീപേയിങ് ഓൺ സെർട്ടൈൻ ഫണ്ട് ക്യാൻ അഫക്ട് എ ബിസിനസ് റെപ്യൂട്ടേഷൻ വിത്ത് ലെൻഡേഴ്സ് അല്ലെ. നമ്മളെ റെപ്യൂട്ടേഷനെ ബാധിക്കും അല്ലെ. ഇപ്പൊ എന്താ ഡിബഞ്ചർ എടുത്തു, 10 ലക്ഷം കടം എടുത്തു അല്ലെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു ഫുള്ള് കടത്തിന്മേൽ കടം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് കാണുക? നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ കാണുക. സോ അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കിയിട്ടേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ? ഫണ്ട് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെന്താ? ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസി അല്ലെ. പെട്ടെന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ചൂസ് ഫണ്ട് ദാറ്റ് ആർ ഈസി ആൻഡ് ഫ്ലെക്സിബിൾ ടു ഗെറ്റ്. ബാങ്ക് ലോൺ മേ ബി അവോയ്ഡ് ഇഫ് ദേ ഇൻവോൾവ് ലോട്ട് ഓഫ് റൂൾസ്, ചെക്ക് ആൻഡ് പേപ്പർ വർക്ക് അല്ലെ. ഒരുപാട് പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ബാങ്ക് ലോണുകളൊക്കെ ഒഴിവാക്കാമല്ലോ. കുറേ എന്താണ് ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ അല്ലേ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പിന്നെന്താ? ടാക്സ് ബെനിഫിറ്റ് നമുക്ക് നോക്കാം അല്ലെ. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? ലീസിങ്ങിന് എടുത്താൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല അല്ലെ. പക്ഷെ എന്താണ് ഒരു അസറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മളെന്താ അതിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ലീസിന് എടുക്കുമെന്നില്ല, ടാക്സ് വരുന്നില്ല അല്ലെ. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ. സം ഫണ്ട് ഗെറ്റ് ടാക്സ് അഡ്വാൻറ്റേജ്. ഫോർ എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ഡിബഞ്ചർ ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ ബട്ട് ഡിവിഡൻഡ് ഓൺ ഷെയർസ് ആർ നോട്ട്. കണ്ടല്ലോ, ഡിവിഡൻഡ് ഷെയർസിന്റെ ഡിവിഡൻഡ് എന്താ ടാക്സ് കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ഡിബഞ്ചർ ഇറക്കുക, ലോൺ ഇറക്കുക, അതെന്താ ടാക്സ് വരുന്നില്ല. റെഡി? അപ്പോൾ അതുപോലുള്ള എന്താ ടാക്സ് ബെനിഫിറ്റുകളും നമ്മൾ എന്താക്കേണ്ടതുണ്ട്? നോക്കേണ്ടതുണ്ട്. സെറ്റ് അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ ഇത്രയുമാണ് നമ്മുടെ
സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. റെഡി സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ ഈ കാര്യങ്ങൾ മക്കൾ അങ്ങോട്ട് സെറ്റായിട്ട് പഠിച്ചു വെച്ചുകൂടാ. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതേപോലത്തെ ഒരു വലിയ ചാപ്റ്ററിലേക്ക് തന്നെ നമുക്ക് വീണ്ടും പോവാം. 1 സെക്കൻഡ്. യെസ്, ഓക്കെ നമ്മുടെ ഇന്റേണൽ ട്രേഡ് നമ്മുടെ 10ാമത്തെ ചാപ്റ്ററും കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതിലൂടെ കഴിഞ്ഞാൽ നമുക്ക് രേണുമിസിനെ വിളിക്കാം. റെഡി? ഓക്കെ റെഡി? സെറ്റാണോ മക്കളെ? സെറ്റാണോ? യെസ്, നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്. യെസ്, ഇതിന് നല്ല വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. റെഡി? അപ്പം ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്റേണൽ ട്രേഡ് അറിയാലോ മക്കൾക്ക്. എന്താണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ, അല്ലെ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ബൗണ്ടറിക്ക് ഉള്ളിൽ നടക്കുന്ന ട്രേഡ്, അല്ലെ, സാധനങ്ങളുടെ വാങ്ങലിനെയും വിൽക്കലിനെയും നമ്മൾ എന്ത് പറയുക? ഇന്റേണൽ ട്രേഡ് എന്ന് പറയുക. അപ്പോൾ എക്സ്റ്റേണൽ ട്രേഡ് നിങ്ങൾക്ക് ചോദിക്കാലോ, എന്താണ്? യെസ്, എന്താണ്? ഔട്ടർ കൺട്രി, അല്ലെ, എന്താണ്? നമ്മൾ വിദേശത്തേക്ക്, ഫോറിൻ കൺട്രിയിലേക്ക് നമ്മൾ എന്താകുന്നു? ട്രേഡിങ് നടത്തുന്നു. ഓക്കെ അല്ലേ? റെഡി? അതെ, ഡൊമസ്റ്റിക് ട്രേഡ് ആണ്. റെഡി? അപ്പോൾ ഈ ഇന്റേണൽ ട്രേഡിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെയാണ്? ഹോൾസെയിൽ ട്രേഡിനെയും റീറ്റെയിൽ ട്രേഡിനെയുമാണ്. അല്ലെ, നമ്മുടെ രാജ്യത്ത് എങ്ങനെയൊക്കെയാണ് ട്രേഡിങ് നടത്തുന്നത്? 2 രീതിയിലാണ്, അല്ലെ. എന്താ? ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടുമാണ് നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുന്നത്? ട്രേഡിങ് നടത്തുന്നത്, അല്ലെ. അപ്പോൾ ഈ 2 കാര്യങ്ങളെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഹോൾസെയിൽ ട്രേഡ് ആണല്ലോ. എന്താ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറിയാം, അല്ലെ. എന്താണ് ഹോൾസെയിൽ ട്രേഡ്? റെഫർ ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, അല്ലെ. വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ. വിച്ച് സെൽ ടു റീറ്റെയിൽ ആൻഡ് അതർ മെർച്ചൻസ് ആൻഡ് ഓർ ഇൻ ആൻ ഇൻഡസ്ട്രിയൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, കൊമേഴ്ഷ്യൽ യൂസേഴ്സ് ബട്ട് ഹു ഡു നോട്ട് സെൽ ഇൻ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ. അവരെന്ത് ചെയ്യുന്നില്ല? അവരാർക്കൊക്കെ? നമ്മുടെ കൊമേഴ്ഷ്യൽ യൂസേഴ്സിന്, അല്ലെങ്കിൽ എന്താ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ എന്താ ഇൻഡസ്ട്രിയലിസ്റ്റിനൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ അവർ ആർക്ക് വിൽക്കുന്നില്ല? ഈ ഹോൾസെയിലേഴ്സ് നമ്മളെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് സാധനം എത്തിക്കുന്നില്ല, അല്ലെ. ദേ പർച്ചേസ് ഇൻ ബൾക്ക് ആൻഡ് സെൽ സ്മോൾ, അല്ലെ. അവർ എന്താ ബൾക്കായിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ദെൻ വേണ്ട ആളുകൾക്ക് സ്മോൾ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് എന്തെന്ന്? ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ. ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തുണ്ട്? ഓക്കെ അതിന് മുന്നേ നമുക്ക് എന്താ ഹോൾസെയിലേഴ്സിന്റെ കുറച്ച് സർവീസുകളോട് പഠിച്ചിട്ട് നമുക്ക് റീറ്റെയിലേഴ്സിലേക്ക് പോവാം. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോൾസെയിലേഴ്സിന്റെ സർവീസുകൾ എന്തൊക്കെയാ? ഹോൾസെയിലേഴ്സ് ആർക്കൊക്കെയാണ് സർവീസുകൾ കൊടുക്കുക? അറിയാലോ. ഹോൾസെയിലേഴ്സ് ആരെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ആളാണ്? ഒന്ന് പ്രൊഡ്യൂസറുടെയും മറ്റേതാ നമ്മുടെ റീറ്റെയിലറുടെയും ഇടയിൽ നിൽക്കുന്ന ആളാണ് ആര്? ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹോൾസെയിലറുടെ സർവീസ് ആർക്കൊക്കെയാ? ഒന്ന് പ്രൊഡ്യൂസർക്കും ആണ്, മറ്റൊന്ന് റീറ്റെയിലേഴ്സിനുമാണ്. റെഡി? അപ്പോൾ ഈ സർവീസുകൾ നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കേണ്ടതുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താ പ്രൊഡ്യൂസേഴ്സിന് എന്തൊക്കെ സർവീസുകളാണ് ഹോൾസെയിലേഴ്സ് കൊടുക്കുക? ഒന്ന് ഫെസിലിറ്റീസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, അല്ലെ. ഒരുപാട് ഇവർ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്നതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് ആര് പ്രൊഡ്യൂസ് ചെയ്യണം? അല്ലെ, മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ എന്താ? ബൾക്ക് പ്രൊഡക്ഷൻ ആണ്. പിന്നെ എന്താ? ബിയറിംഗ് റിസ്ക്, അല്ലെ. ഇവരെ കയ്യിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഇവർ ആര്? ഹോൾസെയിലേഴ്സ് ആണ് ശേഖരിച്ച് വെക്കുക. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ കയ്യിലുണ്ടാകുന്നത് കൊണ്ടുള്ള റിസ്കുകൾ ഉണ്ട്, അല്ലെ. കള്ളം കട്ടുകൊണ്ട് പോയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആക്സിഡന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാലോ നഷ്ടം ആർക്കാണ്? ഹോൾസെയിലേഴ്സിനാണ്. അപ്പൊ ആ റിസ്ക് അവർ ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെയോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ. ആർക്ക്? ഈ പ്രൊഡ്യൂസേഴ്സിനൊക്കെ വേണ്ട രീതിയിലുള്ള എന്താ വിത്ത് വാങ്ങാൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ഷനൊക്കെ വേണ്ടി ഫണ്ടുകളൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹോൾസെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ എക്സ്പേർട്ട് അഡ്വൈസ്, അല്ലെ. എന്താണ്? മാർക്കറ്റിലെ ലേറ്റസ്റ്റ് ട്രെൻഡ് ഒക്കെ ആർക്ക് അറിയാൻ പറ്റും? ഹോൾസെയിലേഴ്സിന് അറിയാൻ പറ്റും, അല്ലെ. പക്ഷേ പ്രൊഡ്യൂസേഴ്സിന് അറിയാൻ പറ്റണമെന്നില്ല. സോ അതുപോലുള്ള ലേറ്റസ്റ്റ് ട്രെൻഡും കാര്യങ്ങളൊക്കെ ആരറിയിക്കുന്നു? നമ്മുടെ ആര്? ഹോൾസെയിലേഴ്സ് ആരെ അറിയിക്കുന്നു? നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ അറിയിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? റെഡി? പിന്നെ എന്ത് ഹെൽപ്പ് ഉണ്ട്? ഹെൽപ്പ് ഇൻ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ, അല്ലെ. മാർക്കറ്റ്, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹോൾസെയിലേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഫെസിലിറ്റേറ്റ് പ്രൊഡക്ഷൻ കണ്ടിന്യൂറ്റി, അല്ലെ. തുടർച്ചയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? അല്ലെ. മാനുഫാക്ചേഴ്സിനെ തുടർച്ചയായിട്ടൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? ഹോൾസെയിലേഴ്സാ, അല്ലെ. എന്തുകൊണ്ടാ? ഹോൾസെയിലേഴ്സ് ഇവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നതുകൊണ്ടല്ലേ ഇവർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വീണ്ടും. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എന്താ? സ്റ്റോറേജ് ഫെസിലിറ്റി, അല്ലെ. വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസും ഈ ഹോൾസെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്ക്? നമ്മുടെ മാനുഫാക്ചേഴ്സിന്.
ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത സർവീസ് ആർക്കായിരിക്കും? നമുക്കറിയാം റീറ്റെയിലേഴ്സിനായിരിക്കും അല്ലെ? റീറ്റെയിലേഴ്സിനാണ്. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എന്താണ്? സ്മോൾ ആയിട്ട് നമ്മുടെ ഗോപാലട്ടന്റെ പീഡിയൊക്കെ എന്താ റീറ്റെയിലറാണ് അല്ലെ? അപ്പൊ എന്താ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്, റീറ്റെയിലേഴ്സ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ എന്താണ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഹോൾസെയിലേഴ്സ് ആണ്. പിന്നെയോ മാർക്കറ്റിംഗ് സപ്പോർട്ട് അല്ലെ? പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്യാൻ എന്താ അഡ്വർടൈസ്മെന്റും കാര്യങ്ങൾക്കൊക്കെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഗ്രാൻഡ് ക്രെഡിറ്റ് അല്ലെ? ഹോൾസെയിലേഴ്സിന് വേണ്ട റീറ്റെയിലേഴ്സിന് വേണ്ട ചെറിയ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും? യെസ്, ഹോൾസെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെയോ സ്പെഷ്യലൈസ്ഡ് നോളജ് അല്ലെ? എന്ത് വരുന്നുണ്ട്? ഇപ്പൊ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതും ഇവർക്കറിയാം അല്ലെ? അതിനനുസരിച്ച് എന്താ ഇവരത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട്? യെസ്, അതാ റിസ്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം റീറ്റെയിലേഴ്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടൊന്നും ശേഖരിച്ച് വെക്കുന്നില്ല അല്ലെ? ഈ എല്ലാ സാധനങ്ങളും വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരാ? ഹോൾസെയിലേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ടുള്ള റിസ്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഹോൾസെയിലേഴ്സ് ആണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പം ഹോൾസെയിലേഴ്സിന്റെ പ്രൊഡ്യൂസർക്കും അതുപോലെ തന്നെ റീറ്റെയിലർക്കും വേണ്ടിയിട്ടുള്ള ചെയ്തു കൊടുക്കുന്ന ഈ സേവനങ്ങൾ മക്കളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത റീറ്റെയിലേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ് റീറ്റെയിലേഴ്സ്? നമ്മുടെ ഗോപാലേട്ടൻ. ആരാണ്? നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗോപാലേട്ടൻ ആരാണ്? റീറ്റെയിലറാണ്. അത്ര ഓർത്ത് വെച്ചാൽ മതി. എ റീറ്റെയിലർ ഇസ് എ ബിസിനസ് എന്റർപ്രൈസ് ദാറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഡയറക്ട്ലി ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ അല്ലെ? അൾട്ടിമേറ്റ് കൺസ്യൂമർ ആയിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകളിലേക്ക് സാധനം എത്തിക്കുന്ന ആളുകളാണ് ആര്? യെസ്, റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്താ? ദ റീറ്റെയിൽ പ്രസന്റ് ദ ഫൈനൽ സ്റ്റേജ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ? ഫൈനൽ സ്റ്റേജ് ആണ്. കാരണം എന്താ? പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും അല്ലെ, ഹോൾസെയിലറുടെ കയ്യിൽ നിന്നും റീറ്റെയിലറുടെ കയ്യിൽ നിന്നുമാണ് ആരെടുത്തെത്തുക? നമ്മുടെ കയ്യിൽ, കൺസ്യൂമേഴ്സിന്റെ കയ്യിലെത്തുക. അപ്പൊ കൺസ്യൂമറുടെ കയ്യിൽ എത്തുന്നതിന് മുന്നിലുള്ള ലാസ്റ്റ് ആളായ യെസ് നമ്മുടെ റീറ്റെയിലറാണ്. ഓക്കെ, ദർ മേ ബി ഡിഫറെന്റ് വേ ഓഫ് സെല്ലിംഗ് ഗുഡ്സ് അല്ലെ? പല ടൈപ്പിൽ നമ്മളെ ഫോൺ ത്രൂ അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങും ഒക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? റീറ്റെയിലേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് റീറ്റെയിലേഴ്സിനെ കുറിച്ച് പഠിച്ചു വെക്കുക. അവിടെ നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചിരിക്കണം? സർവീസുകളുണ്ട് അല്ലെ? അപ്പൊ മക്കളൊന്ന് പറഞ്ഞേ, നമ്മളെ റീറ്റെയിലേഴ്സ് ആർക്കൊക്കെ ആയിരിക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകുക? ആർക്കൊക്കെ ആയിരിക്കും? ഒന്ന് കൺസ്യൂമേഴ്സിനായിരിക്കും, പിന്നെ ഒന്ന് ആർക്കായിരിക്കും? യെസ്, ഒന്ന് മാനുഫാക്ചറിനും ഹോൾസെയിലേഴ്സിനുമാണ്. അപ്പൊ ആദ്യം മാനുഫാക്ചേഴ്സിനും ഹോൾസെയിലേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാ നോക്കാം. ഒന്നെന്താ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് അല്ലെ? ഗുഡ്സ് കൺസ്യൂമറുടെ കയ്യിൽ എത്തണമെങ്കിൽ ആര് തന്നെ വിചാരിക്കണം? നമ്മുടെ റീറ്റെയിലേഴ്സ് തന്നെ വിചാരിക്കണം. പിന്നെയോ പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട് അല്ലെ? പല പേഴ്സണൽ സെല്ലിംഗും പല പ്രൊഡക്റ്റും നമ്മുടെ വീട്ടിലൊക്കെ എത്തിച്ചേരുന്നത് ആരാണ്? ഹോൾസെയിലേഴ്സ് ആണോ? പ്രൊഡ്യൂസേഴ്സ് ആണോ? അല്ല, അത് റീറ്റെയിലേഴ്സ് ആണ് അല്ലെ? പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്. പിന്നെന്താ? എനാബിളിംഗ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ അല്ലെ? ഒരുപാട് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെ, ഇന്ത്യയുടെ അറ്റം വരെ എത്തണമെങ്കിൽ അത് ആര് തീരുമാനിക്കണം? റീറ്റെയിലർ തീരുമാനിക്കണം. അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ഉണ്ടെങ്കിൽ ആ അറ്റത്തുള്ള കൺസ്യൂമറുടെ കയ്യിലേക്ക് എന്ത് വരുള്ളൂ? ഒരു പ്രൊഡക്റ്റ് എത്തുകയുള്ളൂ. പിന്നെ എന്താ? യെസ്, കളക്ടിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ അല്ലെ? ഏറ്റവും കൂടുതൽ കൺസ്യൂമറുമായിട്ട് ഇടപഴകുന്നത് ആരാണ്? റീറ്റെയിലറാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു മാറിയ ട്രെൻഡോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ആഗ്രഹിക്കുന്ന പുതിയ ട്രെൻഡോ ഏറ്റവും പെട്ടെന്ന് അറിയാൻ സാധിക്കുകയും ആർക്കായിരിക്കും? റീറ്റെയിലർക്കായിരിക്കും അല്ലെ? അപ്പോൾ ഒരു മാർക്കറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ? ഹെൽപ്പ് ഇൻ പ്രൊമോഷൻ അല്ലെ? പല ആഡ് നടത്താനും അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ആര്? നമ്മുടെ റീറ്റെയിലർ. ഓക്കെ, അങ്ങനെയെങ്കിൽ കൺസ്യൂമേഴ്സിനുള്ള സർവീസുകൾ എന്തൊക്കെയാ ഒരു റീറ്റെയിലർ നൽകുന്നത്? നമുക്ക് ഗോപാലട്ടൻ എന്തൊക്കെ സർവീസ് തരാണ്ട്? ഒന്നാമത്തെ എന്താ? റെഗുലർ അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് അല്ലെ? ഗോപാലട്ടൻ്റെ പിടിയിൽ എപ്പോൾ പോയാലും നമുക്ക് സാധനം കിട്ടും, ഏത് സാധനം വേണമെങ്കിൽ കിട്ടും. ഉപ്പ് ഇട്ട് കർപ്പൂരം വരാറുണ്ടാകുന്നുണ്ട്. പിന്നെന്താ? യെസ്, ദ ന്യൂ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ അല്ലെ? പുതിയ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ തരും. റെഡി? പുതിയ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസ് നമുക്ക് തരാറില്ലേ? പുതിയ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെഡി? പിന്നെ എന്തുണ്ട്? യെസ്, കൺവീനിയൻസ് ഇൻ ബൈയിങ് അല്ലെ? നമുക്ക് എന്താ എപ്പം അല്ലെ? ഇപ്പൊ വീട്ടിൽ പെട്ടെന്ന് ഒരാൾ വന്നാൽ വീട്ടിന്റെ പിന്നാമ്പുറത്ത് കൂടെ ഇറങ്ങി ഓടി പോയി സാധനം വാങ്ങി വരാം. ചായപ്പൊടിയോ പഞ്ചസാരയോ അല്ലെ? കൺവീനിയൻസ് ആണ്. പിന്നെന്താ? വൈഡ് സെലക്ഷൻ അല്ലെ? ഗോപാലന്റെ പിടിയെ പോയാൽ നിങ്ങൾക്കറിയാം, മുന്നിൽ ഇതാ ഫുള്ള് അരികളും അരിച്ചാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പഴക്കൊല്ലൊക്കെ തൂക്കിയിട്ടുണ്ടാവും അല്ലെ? മുട്ടായികൾ നിരത്തി വെച്ചിട്ടുണ്ടാവും അല്ലെ? സൈഡിൽ കൂടെ സോപ്പുകളും അതും ഇതും ബുക്കും എന്ന സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പം എന്താ? യെസ്, ഒരുപാട് പ്രൊഡക്റ്റ് അല്ലെ? വൈഡ് സെലക്ഷൻ ഉണ്ട്. പിന്നെയോ ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലെ? യെസ്, എന്താണ്? നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചില പ്രൊഡക്റ്റുകൾ എത്തിച്ചേരുക അല്ലെങ്കിൽ എന്താണ് പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തരിക, അങ്ങനത്തെ കുറേ സർവീസുകൾ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ചില മെഷീൻസോ അല്ലെങ്കിൽ കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട്. പിന്നെയോ പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അല്ലെ? ഗോപാലട്ടൻ്റെ പിടിയിൽ നമുക്ക് കടത്തിന് പോയി സാധനം വാങ്ങിക്കൂടെ? വാങ്ങാം. അപ്പോൾ ഇത്രയും സർവീസുകൾ എന്താ? ഒരു കൺസ്യൂമറിനൊരു റീറ്റെയിലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ?
യെസ് പഠിച്ചു വെച്ചോളാം. അപ്പം ആദ്യത്തെ പാർട്ട് നമ്മൾ ഇവിടെ തീർക്കുകയാണ്. യെസ് എന്താ ഇന്റേണൽ ട്രേഡ് എന്ത് മെയിൻ ആയിട്ടുള്ള 2 ഇന്റേണൽ ട്രേഡ് നമ്മുടെ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും. ഓക്കെ, എന്താണെന്ന് പഠിക്കുക, അവരുടെ സർവീസുകൾ ഓർത്ത് വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുന്നു, ഹോൾസെയിലറെ അവിടെ അങ്ങോട്ട് ഉപേക്ഷിക്കുന്നു. ഇനി നമ്മൾ ആരെ പിന്നാലെയാണ് പോകുന്നത്? റീറ്റെയിലേഴ്സ്. നമുക്ക് റീറ്റെയിലേഴ്സ് മാത്രം മതി. ഓക്കെ, ആര് മതി? റീറ്റെയിലേഴ്സ്. അപ്പോൾ നമുക്ക് റീറ്റെയിലേഴ്സിനെ കുറിച്ച് പഠിക്കാം. റീറ്റെയിലേഴ്സിന്റെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയാണ് ഇനി നമ്മുടെ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം റീറ്റെയിലേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ റീറ്റെയിലേഴ്സിന്റെ ടൈപ്സ് ആണ് നമുക്ക് ആദ്യം പഠിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റീറ്റെയിലേഴ്സിനെ നമുക്ക് മെയിനായി 2 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാ? ഇറ്റിനറന്റ് റീറ്റെയിലർ എന്നും ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലർ എന്നും. എന്തിന്റെ ബേസിലാണ്? അനദർ കോമൺ ബേസിസ് ക്ലാസിഫിക്കേഷൻ ഈസ് വെദർ ഓർ നോട്ട് ദേ ഹാവ് എ ഫിക്സ്ഡ് പ്ലേസ്. അല്ലെ, ഒരു റീറ്റെയിലർക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടോ, സാധനങ്ങൾ വിൽക്കാൻ ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഇറ്റിനറന്റ് അതുപോലെ തന്നെ ഫിക്സ്ഡ് റീറ്റെയിലേഴ്സ് എന്നിങ്ങനെ 2 ഡിവൈഡ് ചെയ്യാം. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? ഇറ്റിനറന്റ് എന്താണെന്ന് പഠിക്കാം. അല്ലെ, ഇറ്റിനറന്റ് എന്താണ്? ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ് റീറ്റെയിൽ ട്രേഡേഴ്സ് ഹു ഡു നോട്ട് ഹാവ് എ ഫിക്സ്ഡ് പ്ലേസ്. അവർക്ക് എന്തുണ്ടാവില്ല? ഒരു ഫിക്സ്ഡ് പ്ലേസ് ഉണ്ടാവില്ല. എന്താണ് 8 നല്ലേ ഉള്ളൂ, പിന്നെന്താ 9 കാണിച്ചു തന്നോ? അത് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് അങ്ങനെയാണോ? 8 പാഠം സാർ അക്കൗണ്ടൻസി ആണോ? അക്കൗണ്ടൻസി 8 പാഠമല്ലേ ഉള്ളൂ, എന്നിട്ട് എന്താ 9 പാഠം കാണിക്കുന്നത്? അക്കൗണ്ടൻസി 8 ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? 8 ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2 എന്നിങ്ങനെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ ചാപ്റ്റർ അങ്ങനെയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 നിങ്ങൾക്ക് നമ്മുടെ ട്രേഡിംഗ്, പ്രോഫിറ്റ് ലോസ്, ബാലൻസ് ഷീറ്റ് പഠിക്കാറുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2 നിങ്ങൾക്ക് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുന്നത്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ 2 ആ ചാപ്റ്ററുകൾ കറക്റ്റ് ഉള്ളത്. പക്ഷെ നമ്മളത് എടുക്കുന്ന സമയത്ത് 2 കൂടെ കൂട്ടി ഒറ്റ ചാപ്റ്റർ ആയിട്ടാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ 8ാമത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. ശരിക്കും 8ാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 9ാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2 ആണ്. അതുകൊണ്ടാണ്. റെഡി? യെസ്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി, കൺഫ്യൂഷൻ അടിക്കണ്ട. ഓക്കെ, റെഡി? അപ്പോൾ അവിടെ നോക്കിക്കോ. യെസ്, എന്താ ഒരു ഫിക്സ്ഡ് പ്ലേസ് ഇല്ലാത്ത റീറ്റെയിലർ ആണ് എന്തെന്ന് ഇറ്റിനറന്റ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പോൾ എന്താ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? സ്മോൾ ട്രേഡർ ആണ്. അതുപോലെ തന്നെ എന്താണ്? ദേ നോർമലി ഡീൽ ഇൻ കൺസ്യൂമർ പ്രൊഡക്റ്റ്. അല്ലെ, കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അതുപോലെ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവര് ഡീലിംഗ് ചെയ്യുന്നുണ്ടാവുക. അല്ലെ, ദ എംഫസിസ് ഓഫ് സച്ച് ട്രേഡർ ഈസ് ഓൺ പ്രൊവൈഡിങ് ഗ്രേറ്റർ കസ്റ്റമർ സർവീസ്. അല്ലെ, ഒരുപാട് കസ്റ്റമർ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാണ്ട് ആസ് ദേ ഡു നോട്ട് ഹാവ് എനി ഫിക്സ്ഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ടു operate from. These retailers have keep their limit inventory to merchandise either home or some other places. അല്ലെ, ഇവരുടെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവർ എവിടെയാണ് സേവ് ചെയ്ത് വെക്കുക? ഒന്നുമില്ല, ഇവരുടെ വീട്ടിലായിരിക്കും. നൈറ്റ് ഇവർ തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകും, എന്നിട്ട് അവർ വീട്ടിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്താണ്. കാരണം അവർക്ക് എന്താ ഒരു ഫിക്സ്ഡ് പ്ലേസ് ഇല്ല. അപ്പോൾ അതാണ് ഇറ്റിനറന്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, അപ്പം ഈ ഇറ്റിനറന്റ് ട്രേഡേഴ്സിനെ നമുക്ക് ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാ? ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് ട്രേഡേഴ്സ് ആൻഡ് ചീപ്പ് ജാക്സ് എന്നിങ്ങനെ 4 ഡിവൈഡ് ചെയ്യണം. ഓരോന്നും ഓർത്ത് വെക്കണം മക്കള്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? പെഡ്ലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ് ആണ്. ഓക്കെ, എന്താണ് പെഡ്ലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെഡ്ലേഴ്സ് അല്ലെ, പെഡൽ നമുക്കറിയാം, സൈക്കിളിന്റെ പെഡൽ അല്ലെ, പെഡ്ലേഴ്സ് അല്ലെങ്കിൽ കാൽനട യാത്രക്കാരെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പെഡ്ലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ് ആർ പ്രോബബ്ലി അമോങ്സ് ദ ഓൾഡസ്റ്റ് ഫോം. പഴയ ഫോമാണ്. കേരി പ്രൊഡക്റ്റ് ഓൺ ബൈസിക്കിൾ ഓൺ ഹാൻഡ്. അല്ലെ, വണ്ടിയിലോ അല്ലെങ്കിൽ കയ്യിലോ താങ്ങിക്കൊണ്ട് നടന്നു പോകുന്നതോ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി പോകുന്നതോ ആളുകളാണ് ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് എന്ന് പറയുന്നത്. ഇതേപോലത്തെ ആൾക്കാർ അല്ലെ, പച്ചക്കറിയും സാധനങ്ങളൊക്കെ വെക്കുന്ന ആളുകളെ കണ്ടില്ലേ? അല്ലെ, ഉന്തുവണ്ടിയിലോ കൊണ്ടുപോകുന്ന ആളുകളാണ് അത്. യെസ്, ദെൻ അടുത്ത് എന്താ? മാർക്കറ്റ് ട്രേഡേഴ്സ് ഉണ്ട്. എന്താ മാർക്കറ്റ് ട്രേഡേഴ്സ്? മാർക്കറ്റ് ട്രേഡേഴ്സ് ദേ സ്മോൾ റീറ്റെയിലേഴ്സ് ഹു ഓപ്പൺ ദെയർ ഷോപ്പ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ഓൺ ഫിക്സ്ഡ് ഡേ ഓർ ഡേറ്റ് സച്ച് എവറി സാറ്റർഡേ ഓർ ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് as soon. So these traders may be deal in one particular line of market. അല്ലെ, ഒരേ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക സമയത്ത് മാത്രം ചില ഏരിയാസിന് വരുന്ന ആളുകളാണ് അത് മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, ചില എന്താണ് പ്രത്യേക പ്രൊഡക്റ്റുകളൊക്കെ മാത്രം വിൽക്കുന്ന ആളുകൾ. ഇപ്പം വ്യാഴാഴ്ച മാത്രം ചന്തയിൽ പോയാൽ ഇന്ന പ്രൊഡക്റ്റ് കിട്ടുമെന്നൊക്കെ മക്കൾ വീട്ടിൽ നിന്ന് ആൾക്കാർ പറയുന്നുണ്ടാവും. അല്ലെ, അപ്പോൾ അതുപോലുള്ളതാണത് മാർക്കറ്റ് ട്രേഡേഴ്സ്. അവർ ഇതുപോലെ സാധനങ്ങളൊക്കെ നിലത്ത് വെച്ച് വിൽക്കുകയാണ് ചെയ്യാം.
ഓക്കെ, പിന്നെ എന്തുണ്ട്, സ്ട്രീറ്റ് ട്രേഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പാമെന്റ് ട്രേഡേഴ്സ് ഉണ്ട്. എന്താ പാമെന്റ്? ഈ നടപ്പാതയിലൊക്കെ എന്താണ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളാണ്. ഓക്കെ, അതായത് ഹു ആർ കോമൺലി ഫൗണ്ട് ഇൻ എ പ്ലേസ് വെയർ ഹ്യൂജ് ഫ്ലോയിങ്, അല്ലെ, ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്ത് മാത്രം. ഓക്കെ, ഇതാ എക്സാമ്പിൾ ഓഫ് നിയർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ആൻഡ് സെൽ കൺസ്യൂമർ ഐറ്റംസ് ലൈക്ക് കോമൺ സ്റ്റേഷനറി ഐറ്റംസ്, അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, മാഗസിൻസ് ഒക്കെ വിൽക്കുന്ന ആളുകളാണ്. പത്രങ്ങളും അങ്ങനത്തെ ഒക്കെ വിൽക്കുന്ന ആളുകൾ. പിന്നെ എന്തുണ്ട്, ചീപ്പ് ജാക്സ് ഉണ്ട്. എന്താ ചീപ്പ് ജാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റി റീറ്റെയിലേഴ്സ് ഹു ഹാവ് ഇൻഡിപെൻഡന്റ് ഷോപ്പ് ഓഫ് എ ടെമ്പററി നാച്ചുറൽ, അല്ലെ, ടെമ്പററി നാച്ചുറൽ, ജസ്റ്റ് ഒരു ഷീറ്റൊക്കെ വലിച്ചു കിട്ടുന്ന സെറ്റപ്പിൽ എന്താണ് ഒരു പെറ്റി റീറ്റെയിലേഴ്സ് ആണെന്ത് ഇവർ. അതായത് ഇതുപോലത്തെ വത്തക്കൊക്കെ വിൽക്കുക, അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിങ്ങൾ കാണാം ഈ ഷർട്ടൊക്കെ വിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അത്തറും ഊതും ഒക്കെ വിൽക്കുന്ന ആളുകളെ കണ്ടില്ലേ. അതുപോലുള്ളതാണ് എന്തെന്ന് ഈ ചീപ്പ് ജാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4 ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സിൽ മക്കൾ പഠിച്ചു വെക്കേണ്ട ടൈപ്പ്. ഓക്കെ, ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ്. റെഡി യെസ്, റെഡി. ഓക്കെ, അപ്പോൾ ഇതവിടെ ശ്രദ്ധിച്ചോ. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് നമ്മളെ റീറ്റെയിലേഴ്സിന്റെ സെക്കൻഡ് ടൈപ്പിലേക്ക് പോവാം. എന്താ, ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആണ്. അല്ല, എന്താണ്, സാധനങ്ങൾക്ക് വിൽക്കാൻ ഫിക്സ്ഡ് ആയിട്ട് ഒരു ഷോപ്പ് ഉള്ള റീറ്റെയിലേഴ്സ് ആണ്. റെഡി. അപ്പോൾ എന്താ, ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റീറ്റെയിൽ മാർക്കറ്റ് പ്ലേസ് ആസ് ആൻ എവിഡൻസ് ഫ്രം ദ നെയിം. ദർ ആർ റീറ്റെയിൽ ഷോപ്പ്, അല്ലെ, അവർക്ക് എന്താ ഒരു പെർമനന്റ് ഷോപ്പ് ഉണ്ടാവും അവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെ. കമ്പയർഡ് ടു ദ ഇറ്റിനറന്റ് ട്രേഡേഴ്സ് നോർമലി ദേ ഹാവ് ഗ്രേറ്റർ, ഇവർക്ക് എന്താ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടാവും. ആരെ കമ്പയർ ചെയ്യുന്ന സമയത്ത്? ഇറ്റിനറന്റ് ട്രേഡേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, റെഡി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിന്റെ ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ആ ഫിക്സ്ഡ് ഷോപ്പ് സ്മോൾ റീറ്റെയിലറും ഫിക്സ്ഡ് ഷോപ്പ് ലാർജ് റീറ്റെയിലേഴ്സും. ഓക്കെ, ഈ ഫിക്സ്ഡ് ഷോപ്പുള്ള ആളുകൾ നമുക്ക് എന്താ സ്മോൾ റീറ്റെയിലേഴ്സ്, ലാർജ് റീറ്റെയിലേഴ്സ് എന്നിങ്ങനെ 2 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. യെസ്, 1 സെക്കൻഡ്. ആദ്യം നമുക്ക് എന്താ ഫിക്സ്ഡ് ഷോപ്പ് സ്മോൾ റീറ്റെയിലേഴ്സിനെ പഠിക്കാം. ഓക്കെ, സ്മോൾ റീറ്റെയിലേഴ്സ് ആരൊക്കെയാണ്? സ്മോൾ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാ ജനറൽ സ്റ്റോർ, സിംഗിൾ ലൈൻ സ്റ്റോർ, സ്പെഷ്യാലിറ്റി, സ്ട്രീറ്റ് സ്റ്റാൾ, പിന്നെയോ സെക്കൻഡ് ഹാൻഡ്. ഓർത്ത് വെച്ചോളാം. ഓക്കെ, സ്മോൾ റീറ്റെയിലേഴ്സ് ആണ്. അപ്പോൾ ഇത് ഓരോന്നും പഠിക്കുക. ഒന്നാമത്തെ ജനറൽ സ്റ്റോറുകളാണ്, അല്ലെ. ജനറൽ സ്റ്റോറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കാണുന്ന ഗോപാലേട്ടൻ്റെ പീടിക പോലുള്ള പീടികൾ. ഓക്കെ, ജനറൽ സ്റ്റോർ ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ എ ലോക്കൽ മാർക്കറ്റ് ആൻഡ് റെസിജ്വൽ ഏരിയ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ദീസ് ഷോപ്പ് carry stock of variety product required to satisfy the day to day needs of the consumers, അല്ലെ. നമ്മുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാധനങ്ങളെല്ലാം വിൽക്കുന്ന ആളുകളാണ്, നമ്മുടെ റെസിഡൻസിന്റെ അടുത്തൊക്കെയുള്ള ആളുകളാണ്. ഓക്കെ, യെസ്. അപ്പോൾ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ് ഓഫ് സച്ച് സ്റ്റോഴ്സ് ഇൻ ദ ടേം ഓഫ് കൺവീനിയൻസ് ടു കസ്റ്റമർ, അല്ലെ. നമുക്ക് എന്താ സാധനങ്ങൾ വാങ്ങാൻ അത്രത്തോളം കൺവീനിയന്റ് ആയിട്ടുള്ളത് ആരാണ്? ഇവരാണ്. ഓക്കെ, കഴിഞ്ഞാ? ഓക്കെ, റെഡി. യെസ്. അപ്പോൾ അടുത്തതാ സ്പെഷ്യാലിറ്റി ഷോപ്സ്. ഓക്കെ, സ്പെഷ്യാലിറ്റി ഷോപ്സ് ആണ്. എന്താണ് സ്പെഷ്യാലിറ്റി ഷോപ്സ്? സ്പെഷ്യൽ ആ ടേം തരണ്ടല്ലോ, അല്ലെ. സ്പെഷ്യൽ ഐറ്റംസ് ആയിരിക്കും, അല്ലെ. ദിസ് ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സ് store is late becoming very popular. Okay, particularly in urban areas instead of selling a variety of products, അല്ലെ, ഡിഫറെന്റ് ടൈപ്പ്, അല്ലെ. ഇപ്പം ക്ലോത്ത് മാത്രം, അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റംസ് മാത്രം, ഷൂ മാത്രം, അങ്ങനെയൊക്കെ വിൽക്കുന്നുണ്ടല്ലോ. അതാണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സ്പെഷ്യാലിറ്റി ഷോപ്സ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് ഉണ്ട്, അല്ലെ. സ്ട്രീറ്റിലൊക്കെ എന്താണ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഷോപ്പ് വെച്ചിട്ടുള്ള വിൽക്കുന്ന ആളുകൾ, അല്ലെ. സ്മോൾ വെൻഡേഴ്സ് ആർ കോമൺലി ഫൗണ്ട് അറ്റ് സ്ട്രീറ്റ് ക്രോസിംഗ് ഓർ അതർ പ്ലേസസ് വെയർ ഫ്ലോ ഓഫ് ട്രാഫിക് ഏരിയ, അല്ലെ. ട്രാഫിക് ഏരിയ ഒക്കെ ഉള്ള ഏരിയാസിൽ എന്താ ഷോപ്പൊക്കെ വെക്കുന്ന ആളുകൾ. അവിടെ എന്താ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്കുകളും കാര്യങ്ങളും അതുപോലെ തന്നെ മാഗസീൻസും ഒക്കെ വിൽക്കുന്ന ആളുകളുണ്ടല്ലോ. യെസ്, അവരാണ് ഇത് സ്ട്രീറ്റ് സ്റ്റാള് ഹോൾഡേഴ്സ്. ഇതിനടുത്ത് എന്താ സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ്, അല്ലെ. നമുക്കറിയാലോ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് സാധനങ്ങൾ കിട്ടുന്ന, അല്ലെ, ഫർണിച്ചേഴ്സ് ആയാലും മറ്റൊരുപാട് ഐറ്റംസ് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് നമുക്ക് കിട്ടാറുണ്ട്, അല്ലേ, അല്ലെ. അപ്പോൾ അതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് ഗുഡ്സുകൾ മാത്രം വിൽക്കുന്ന ടൈപ്പ്. ഓക്കെ, റെഡി. അപ്പം എന്താണ് ഫിക്സ്ഡ് ഷോപ്പ്, അതായത് ആ സ്മോൾ ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിന്റെ ടൈപ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. യെസ്, ഇതങ്ങോട്ട് പഠിച്ചു വെച്ചൂടാ, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ലാർജിലേക്ക് പോവാം, അല്ലെ. ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എങ്ങനെ ലാർജ് റീറ്റെയിലേഴ്സിലേക്ക് പോവാം, അല്ലെ. ലാർജ് വലിയ സെറ്റപ്പിൽ റീറ്റെയിലിംഗ് നടത്തുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് പഠിക്കണം. ഒന്നാമത്തെ എന്തെന്നാ മക്കളെ? ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സുകളാണ്, അല്ലെ. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിന് കറക്റ്റായി നമുക്കിപ്പം കറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സാമ്പിൾ പറയാനില്ല. കാരണം ഇപ്പം ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സിനൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പിലാണ് എന്ത് നമ്മുടെ നാട്ടിൽ ഈ മാളുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മാളൊക്കെ ഏകദേശം ഡിപ്പാർട്ട്മെന്റൽ എന്താണ് സ്റ്റോറുകൾ പോലെ തന്നെയാണ്. അപ്പം എന്താ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ആർ ലാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ഓഫർ എ wide range of product organized into specialized department. This structure aim to satisfy diverse customers needs in
one room. Example എന്താ typical store may have a separate department, toiletries, medicines, furniture അല്ലെ. ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. ഒറ്റ റൂഫിന്റെ അടിയിൽ എല്ലാ പ്രൊഡക്റ്റും കിട്ടുകയും ചെയ്യും. അതിനൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അല്ലെ. ഇതിനെ നമ്മൾ ഇങ്ങനെ പറയും like needle to an elephant or everything from pin to an elephant എന്നൊക്കെ നമ്മൾ പറയും. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ്. അതെന്താ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുക എന്നൊക്കെ കേൾക്കാറില്ലേ, അങ്ങനെ. അതാണ് ഇത് നമ്മളെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിന്റെ ശ്രദ്ധിച്ചോ, നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത് എന്താണ്, മോഡേൺ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ഗിവ് മെനി ഫെസിലിറ്റീസ് അല്ലെ. ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സുകൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്താ ഇപ്പോൾ റെസ്റ്റ് റൂം വേണോ, അതുപോലെ തന്നെ ഫുഡ് കോർട്ട് വേണോ, നിങ്ങൾ കാണാറില്ലേ, അതെല്ലാം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ദെൻ ആർ ആക്ച്വലി ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ സിറ്റി അല്ലെ. നമ്മളെന്താണ് സെൻട്രൽ മെയിൻ ഏരിയാസിലായിരിക്കും ഇവരുണ്ടാവുക. പിന്നെയോ ദേ ആർ വെരി ലാർജ് ആൻഡ് യൂഷ്വലി ഫോംഡ് ആസ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു കമ്പനി പോലെയാണ് എന്താ ഇവരത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയോ ദേ ഡു ബോത്ത് റീറ്റെയിലിംഗ് ആൻഡ് വെയർ ഹൗസിംഗ്. യെസ്, അവിടെ എന്തുണ്ട്, റിറ്റെയിലിംഗും അതുപോലെ തന്നെ വെയർ ഹൗസിംഗ് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അവർക്ക് എന്താ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഉള്ള സെറ്റപ്പുകളും കാര്യങ്ങളും എന്താ യെസ് അവരെടുത്തുണ്ടാവും. ഓക്കെ, എന്താണ് പർച്ചേസിങ് ഈസ് സെൻട്രലൈസ്ഡ് അല്ലെ. അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അവർ ഒരുമിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. സോ പർച്ചേസിങ് എന്താ സെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഓർത്ത് വെക്കുക ഫീച്ചേഴ്സ് ആയിട്ട്. റെഡി. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും മക്കൾ പഠിച്ചു വെക്കണം. അഡ്വാൻറ്റേജ് എന്താ, ഒന്നാമത് അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അല്ലെ. ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും അല്ലെ, അങ്ങനത്തെ സെറ്റപ്പാണ്. പിന്നെയോ കൺവീനിയൻസ് ഇൻ ബൈയിങ്, എന്താണ് നമുക്ക് ഏത് സാധനം അതിൻ്റെ അകത്ത് ഞങ്ങൾ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും അല്ലെ, എല്ലാം ഉണ്ടാവും. സോ കൺവീനിയൻസ് ഇൻ ബൈയിങ്. പിന്നെന്താ അട്രാക്റ്റീവ് സർവീസസ് അല്ലെ. നമുക്ക് ഒരുപാട് സർവീസുകളുണ്ട്. ഫുഡ് വേണമെങ്കിൽ ഫുഡ്, സിനിമ കാണേണ്ടവർക്ക് സിനിമ കാണാം അല്ലെ. അങ്ങനത്തെ എന്താണ് ഒരുപാട് സെറ്റപ്പിലാണ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ മാളുകളൊക്കെ പോകുന്നത്. പിന്നെന്താ എക്കണോമി ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ അല്ലെ. ഇവരുടെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും, വലിയ സെറ്റപ്പിലായിരിക്കും അല്ലെ. വലിയ രീതിയിൽ പർച്ചേസ് നടത്തുക, അതിനുള്ള എന്താണ് വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അങ്ങനെയാണ് പോവുക അല്ലെ. അപ്പം എന്താണ് ലാർജ് സ്കെയില് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ ഇവരുടെ ലിമിറ്റേഷൻസ് ഒന്ന് നോക്കിക്കോ. എന്താ ലിമിറ്റേഷൻസ് എന്തൊക്കെയാ? ഒന്നാമത് എന്താ ലാക്ക് ഓഫ് പേഴ്സണൽ അറ്റൻഷൻ അല്ലെ. ആളുകൾ തമ്മിൽ അറ്റൻഷൻ ഉണ്ടാവില്ല അല്ലെ. ആരൊക്കെ വരുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, പോകുന്നു അല്ലെ. യെസ്. അപ്പൊ എന്താ ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, നമ്മൾ പറഞ്ഞ വലിയ സെറ്റപ്പിലാണ്. അതുകൊണ്ട് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ആർക്ക് ഉണ്ടാകുന്നുണ്ട്, യെസ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിന് ഉണ്ടാവുന്നുണ്ട്. പിന്നെയോ ഹൈ പോസിബിലിറ്റി ഓഫ് ലോസ് അല്ലെ. എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ലോസ് നമുക്ക് അതിൽ നിന്ന് സംഭവിക്കും. പിന്നെയോ ഇൻകൺവീനിയന്റ് ലൊക്കേഷൻ അല്ലെ. വീട്ടിലൊരാൾ വന്നാൽ പെട്ടെന്ന് ഒരു സാധനം വാങ്ങാൻ നമുക്ക് ഇറങ്ങി ഓടിപ്പോയി സാധനം വാങ്ങി വരാൻ പറ്റുമോ, ഇല്ല അല്ലെ. അപ്പൊ ഇൻകൺവീനിയന്റ് ലൊക്കേഷനിലായിരിക്കും അല്ലെ. അവിടേക്ക് നമ്മൾ അതിനായിട്ട് പോകണം. ഓക്കെ അല്ലേ, റെഡി. അപ്പം ഈ പോയിന്റ്സ് എന്താ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സിനെ കുറിച്ച് മക്കൾ പഠിച്ചു വെച്ചിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് എന്ത്, അതിന്റെ ഫീച്ചേഴ്സ്, ഒരു 2, 3, 4 മെറിറ്റ്സും ഡിമെറിറ്റ്സും മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. റെഡി. അങ്ങനെയെങ്കിൽ അടുത്ത ലാർജ് സ്കെയില് നോക്കാം. ലാർജ് സ്കെയിൽ ഷോപ്പ് നമുക്ക് നോക്കാം. ഏതാണ്? ചെയിൻ സ്റ്റോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റോഴ്സ് ആണ് അല്ലെ. ഒരൊറ്റ എക്സാമ്പിൾ മതി. നിങ്ങളുടെ സ്റ്റുഡിയോ ആയാലും ട്രെൻഡ് ആയാലും അല്ലെങ്കിൽ എന്താണ് KFC ആയാലും അതിനൊക്കെ നമുക്ക് എന്താ എക്സാമ്പിൾ പറയാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് ചെയിൻ സ്റ്റോർ ആർ റീറ്റെയിൽ നെറ്റ്വർക്ക് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ മാനുഫാക്ചേഴ്സ് ഓർ ഇന്റർമീഡിയറ്റ്സ്. ദീ സ്റ്റോഴ്സ് ആർ സ്പ്രെഡ് അക്രോസ് വേരിയസ് ലൊക്കേഷൻ ഓഫ് നാഷണൽ വൈഡ് അല്ലെ. നാഷണൽ വൈഡ് പല ലൊക്കേഷനിൽ ഒരേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ചെയിൻ സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ അല്ലെ. ദേ ടിപ്പിക്കലി സെൽ സ്റ്റാൻഡേർഡ് ബ്രാൻഡ് കൺസ്യൂമർ പ്രൊഡക്റ്റ് വിത്ത് ഹൈ സെയിൽ ടേൺ ഓവർ. ഓൾ ഷോപ്പ് ഇൻ ദ ചെയിൻ ആർ മാനേജ്ഡ് ഇൻ ദ സെയിം ഓർഗനൈസേഷൻ അല്ലെ. എന്താ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്ങനെയായിരിക്കും, ഒരേപോലെ ആയിരിക്കും. റെഡി. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത അല്ലെ. എവിടെ കണ്ടാലും നമുക്ക് എന്താ ഒരേപോലെ ഫീൽ ചെയ്യും, ഒരേപോലെ തോന്നും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ, ദി ഷോപ്പ് ആർ ലൊക്കേറ്റഡ് ഇൻ ഫെയർലി പോപ്പുലർ ലൊക്കാലിറ്റീസ് അല്ലെ. പോപ്പുലർ ലൊക്കാലിറ്റീസിൽ മാത്രമായിരിക്കും ഇവരുണ്ടാവുക. പിന്നെയോ ഈച്ച് റീറ്റെയിൽ ഷോപ്പ് ഈസ് അണ്ടർ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് എ ബ്രാഞ്ച് മാനേജർ അല്ലെ. ഓരോ ബ്രാഞ്ചിനും ഓരോ മാനേജർ ഉണ്ടാവും. പിന്നെയോ ദേ സെൽ സിമിലർ റേഞ്ച് ഓഫ് കമ്മോഡിറ്റി അല്ലെ. എല്ലായിടത്തും എന്താ ഒരേ പ്രൊഡക്റ്റാണ് കിട്ടുക അല്ലെ. സിമിലർ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ്. പിന്നെയോ ദേ ഹാവ് സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആണ്. എല്ലാവർക്കും ഒരേ മാനേജ്മെന്റ് ആണ്. ദെൻ എയിമിംഗ് ടു എലിമിനേറ്റ് മിഡിൽ മാൻ. ഇവിടെ മിഡിൽ മാൻമാരില്ല, അവർ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അവർ തന്നെ വിൽക്കുന്നു. പിന്നെന്താ വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് ക്യാരി പ്രിൻസിപ്പിൾസ് അല്ലെ. എന്താണ് ഡെപ്റ്റ് എന്ന് പറയുന്ന സെറ്റപ്പ് ഇല്ല അല്ലെ. പിന്നെന്താ ഇറ്റ് ഹാസ് സെൻട്രലൈസ്ഡ് ബൈയിങ് ആൻഡ് സെൻട്രലൈസ്ഡ് സെല്ലിംഗ് അല്ലെ. എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് ബൈ ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ച് വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്ത് പഠിക്കണം, മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കണം. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കി. ഒന്നാമത് എക്കണോമി ഓഫ് സ്കെയിൽ അല്ലെ. ഇവരുടെ എന്താണ് എങ്ങനെയാണ്
എക്കണോമി ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ സെൻട്രൽ പ്രൊക്യൂർമെന്റ് അല്ലെ, ഇവരെന്താ ഒരു ഒറ്റ മാനേജ്മെന്റ് അണ്ടറിലല്ലേ എല്ലാവരും ഒരുമിച്ചാണ് അല്ലെ, ഒരേപോലെയാണ് എന്താ ഇവരെ വർക്കിംഗ് കാര്യങ്ങളും വരിക. യെസ്, ഇവരെന്താ മിഡിൽ മാൻമാര് ഉണ്ടാവുന്നതല്ല. പിന്നെന്താ ഇവിടെ കടം പറയാൻ നമുക്ക് പറ്റുന്നതല്ല. പിന്നെയോ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഇപ്പം എന്താ ബാലുശ്ശേരിയിലുള്ള സ്റ്റുഡിയോയിൽ സാധനങ്ങളിൽ കോഴിക്കോടുള്ള സ്റ്റുഡിയോ അങ്ങോട്ട് ഇറക്കാം അല്ലെ, ആളുകൾ വരുന്നുണ്ടെങ്കിൽ. സോ എന്താണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സഹായം നമുക്ക് ഇവിടെ ഉണ്ട്. സോറി എന്താ അത് നമുക്ക് കിട്ടും. പിന്നെ എന്തുണ്ട്, ഫ്ലെക്സിബിൾ ആണ് അല്ലെ. അണ്ടർ ദിസ് സിസ്റ്റം ഇഫ് എ ഷോപ്പ് ഈസ് നോട്ട് ഓപ്പറേറ്റ് അറ്റ് പ്രോഫിറ്റ് ദ മാനേജ്മെന്റ് മേ ഡിസൈഡ് ടു ക്ലോസ് അല്ലെ. നമുക്ക് എന്താ ഒരു ഷോപ്പ് നമ്മൾ തുടർന്നു, അത് പ്രോഫിറ്റിലല്ല പോകുന്നത്, ഓക്കെ അതങ്ങോട്ട് ഒഴിവാക്കിയേക്കാം അല്ലെ, അങ്ങ് നിർത്തിയേക്കാം, അത്രയുള്ളവർക്ക്. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ദെൻ അതിന്റെ ലിമിറ്റേഷൻസ് നോക്കിക്കോ. എന്താ, ലിമിറ്റഡ് സെലക്ഷൻ ഓഫ് ഗുഡ്സ് ആയിരിക്കും അല്ലെ. നമുക്കെന്താ അറിയാലോ അല്ലെ, ഇന്ന് പെർട്ടിക്കുലർ പ്രൊഡക്ട്സ് മാത്രമേ അവർ വിൽക്കുകയുള്ളൂ. പിന്നെന്താ ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ്, മുൻകൈ എടുക്കൂല അല്ലെ. എന്താ അവിടുത്തെ ബ്രാഞ്ച് മാനേജർക്ക് എന്താ അവരുടെ ഹെഡിൽ നിന്നും വരുന്ന ആ ഒരു കാര്യം മാത്രം അവരെന്താണ് പറയുന്നത് അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ അവരുടെ ആ ഒരു ഷോപ്പ് വികസിപ്പിക്കാൻ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊന്നും അവിടെ വേണ്ട, അല്ലെങ്കിൽ അവരെ എടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. പിന്നെന്താണ്, യെസ് ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് അല്ലെ. അവിടെ എന്താ ആരൊക്കെയോ വരുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, പോകുന്നു, അവിടെ എന്തില്ല, ഒരു പേഴ്സണൽ ടച്ച് ഇല്ല. നമ്മൾ ഗോപാലത്തിന്റെ പിടിയെ പോയി സാധനം വാങ്ങുന്ന പോലെയല്ലോ. ഓക്കെ, പിന്നെ എന്താ ഡിഫിക്കൽട്ടി ടു ചേഞ്ച് ഡിമാൻഡ് അല്ലെ. എന്താ ഡിമാൻഡ് എന്താണ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഇല്ലാണ്ടായാൽ എന്താണ്, യെസ് അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ. അപ്പം ഈ 4 കാര്യങ്ങൾ മക്കൾ എന്താ അതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് ഓർത്ത് വെച്ചോളുക. ഓക്കെ അല്ലേ. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഐറ്റം അതാണ് മെയിൽ ഓർഡർ ഹൗസുകളാണ്. ഓക്കെ, മൂന്നാമത്തെ ലാർജ് സ്കെയിൽ ഫിക്സ്ഡ് ഷോപ്പ് റിറ്റെയിലേഴ്സ് ആണ്. യെസ് അതാ മെയിൽ ഓർഡർ അറിയാലോ, മെയിൽ ത്രൂ ആണ് അല്ലെ. മെയിൽ ഓർഡർ ഹൗസസ് ആർ റീറ്റെയിലേഴ്സ് that sell good through the mail. There is no face-to-face interaction between buyers and sellers അല്ലെ. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് തമ്മിൽ എന്താ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ലാതെ നമ്മളെന്താ മെയിൽ ത്രൂ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ഒരു ഓർഡർ നമ്മൾ പല അഡ്വർടൈസ്മെന്റിലൂടെ ന്യൂസ് പേപ്പറിലൂടെ മാഗസിൻസിലൂടെ ഒക്കെ നമുക്ക് കാണുന്ന അഡ്വർടൈസ്മെന്റിലൂടെ ഈ മെയിൽ ഓർഡർ ബിസിനസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുകയും അതിൽ പറയുന്ന പോലെ നമ്മൾ ഓർഡർ കൊടുക്കുകയും മെയിൽ ത്രൂ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യുന്നു. അതാണ് മെയിൽ ത്രൂ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇവരുടെ ഇവർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ലിമിറ്റഡ് ക്യാപിറ്റൽ മതി അല്ലെ. കാരണം എന്താ, ഇവർക്ക് വലിയ ആൾക്കാരെ കാണിക്കാൻ ഷോപ്പുകളോ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളെ വീട്ടിലൊരു മുറി മതിയാവും അല്ലെ. ഇവർക്ക് പ്രൊഡക്റ്റുകൾ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പോരെ അല്ലെ. ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഒന്ന് പാക്ക് ചെയ്ത് അയച്ചാൽ മതി അല്ലെ. അപ്പൊ എന്താ ക്യാപിറ്റൽ കുറവ് മതി. പിന്നെയോ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. ഇവിടെ മിഡിൽ മാൻ ഉണ്ടോ? അല്ല, ഓർഡർ ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നു, നമ്മൾ ആ പ്രൊഡക്റ്റ് അയക്കുന്നു അല്ലെ. മിഡിൽ മാൻമാരില്ല. പിന്നെ എന്താണ്, ആബ്സെൻസ് ഓഫ് ബാഡ് ഡെപ്റ്റ്. ഇവിടെ നമുക്ക് കടം പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം നമുക്കറിയാം എന്താണ് ഓക്കെ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് എന്താ EMI സെറ്റപ്പ് ഉണ്ടെങ്കിൽ കൂടി ഡയറക്റ്റ്ലി എന്താണ് അതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ബാഡ് ഡെപ്റ്റ് സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ വൈഡ് റീച്ച് അല്ലെ, വൈഡ് റീച്ച് ഉണ്ടാവും അല്ലെ. എവിടെയും ഇവിടെ നമുക്ക് സാധനം ഇറക്കിയാലോ അല്ലെ. പിന്നെന്താ കൺവീനിയൻ്റ് ആണ് അല്ലെ. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളെന്താ പോയി വാങ്ങുമൊന്നും വേണ്ട, അത് നമ്മൾ ഓർഡർ എടുക്കുന്നു, നമ്മളെ കയ്യിൽ എത്തിക്കോളും. ഓക്കെ അല്ലേ. അപ്പൊ കൺവീനിയൻ്റ് ആണ്. പക്ഷെ ഇതിന്റെ ലിമിറ്റേഷൻസും വേണം അല്ലെ. എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻസ്? എന്തായിരിക്കും? ലാക്ക് ഓഫ് പേഴ്സണൽ കോൺടാക്ട് അല്ലെ. പേഴ്സണൽ കോൺടാക്ട് ഇല്ല. നമ്മൾ ജസ്റ്റ് എന്താണ് ആർക്കോ ഓർഡർ കൊടുക്കുന്നു, ആർന്നോ സാധനങ്ങൾ വരുന്നു. ഓക്കെ, പിന്നെന്താ ഹൈ പ്രൊമോഷണൽ കോസ്റ്റ് അല്ലെ. ഈ ഒരു ബിസിനസിനെ കുറിച്ച് എല്ലാവർക്കും അറിയിക്കണം, അതിന് നമുക്ക് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെയോ നോ ആഫ്റ്റർ സെയിൽ സർവീസ് നമുക്ക് കിട്ടുമോ? ഇല്ല, അതുണ്ടാവില്ല. പിന്നെയോ ഇവിടെ നോട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റി, നമുക്ക് കടം പറയാൻ പറ്റില്ല അല്ലെ. റെഡി. പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെലിവറി ഡിലേ ആവാൻ സാധ്യതയുണ്ട് അല്ലെ. വഴിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടായാൽ അല്ലെ മെയിൽ ത്രൂ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടായാൽ നമുക്കത് കിട്ടാൻ ഒരുപാട് ഉണ്ടാവും. പിന്നെയോ പോസിബിലിറ്റി ഓഫ് അബ്യൂസ് അല്ലെ, നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളും അവിടെയുണ്ട്. സെറ്റ് അല്ലേ. പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി, സുഖമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും, മറക്കരുത്. റെഡി. അങ്ങനെയെങ്കിൽ നാലാമത്തെ നോക്കിക്കോ, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് അല്ലെ. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്താണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഇസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ഓൺഡ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ കൺസ്യൂമർ അല്ലെ. കൺസ്യൂമേഴ്സ് എന്താ അവർ കുറെ ആളുകൾ കൂടി ചേർന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താ ദ ഒബ്ജക്റ്റീവ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ ഇസ് ടു എലിമിനേറ്റ് അല്ലെ മിഡിൽ മാൻമാരില്ലാതെ അല്ലെ. അവരെന്താണ് ഈ കോസ്റ്റുകളും പ്രൊഡക്റ്റിന്റെ കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കുറച്ച് അല്ലെ ചെറിയ അല്ല നോർമൽ പൈസയ്ക്ക് എന്താണ് പ്രൊഡക്റ്റൊക്കെ കിട്ടാൻ വേണ്ടി, നല്ല പ്രൊഡക്റ്റൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ആളുകൾ കൂടി ചേർന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഡീൽ ഓൾ ടൈപ്പ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഡെയിലി യൂസ് സച്ചാസ് അല്ലെ. ഡെയിലി യൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് എല്ലാ ഗുഡ്സുകളൊക്കെയാണ് അധികം എന്താ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ നമുക്ക് അവൈലബിൾ ആകുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും
അഡ്വാൻറ്റേജ് നോക്കിയോ ഒന്നെന്താ ഈസി ഫോർമേഷൻ അല്ലെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ഒരുമിച്ച് രജിസ്റ്റേർഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കാം അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെയോ ലിമിറ്റഡ് ലാബിലിറ്റി അവരെന്താ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ ആ ക്യാപിറ്റലിലോട്ടാണ് അവരത് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിനുള്ള ക്യാപിറ്റൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിരിക്കും അവരുടെ അതിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് പിന്നെയോ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ അവരെല്ലാവരും കൂടെ എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുക ഡെമോക്രാറ്റിക്കലി ആണെന്ന് തീരുമാനങ്ങൾ വരിക ലോവർ പ്രൈസ് ആയിരിക്കും അല്ലെ ഓൾറെഡി പറഞ്ഞു മിഡിൽ മാൻമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാനുഫാക്ചർ എടുത്ത് പോയി ഇവർ ഡയറക്റ്റ് കളക്ട് ചെയ്യുകയും ഇവർ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യുക അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടാ നമ്മളെ പ്രൈസ് ഒന്നും ഓവർ ആവുന്നില്ല പിന്നെയോ ലിമിറ്റേഷൻ ശ്രദ്ധിച്ചോ ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ് അല്ലെ ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് വലിയ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല അല്ലെ ഇവർ ചെയ്തോട്ടെ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും പിന്നെയോ ഷോർട്ടേജ് ഓഫ് ഫണ്ട് അല്ലെ കുറച്ച് കൺസ്യൂമേഴ്സ് ഒരുമിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് ഇത്ര ആളൊക്കെ അല്ലേ ഒരു ഫണ്ട് കളക്ട് ചെയ്ത് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ടാവും പിന്നെന്താ ലാക്ക് ഓഫ് ബിസിനസ് അല്ലെ സാധാരണക്കാരായ ആളുകളാണെന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അവർക്ക് എന്താ ഒരു ബിസിനസ് നടത്താനുള്ള ആ ഒരു സ്കില്ലുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവണമെന്നില്ല സോ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസും അതിനുണ്ടാവും ഓക്കെ അല്ലേ അപ്പോൾ എന്താ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഓർത്ത് വയ്ക്കുക എന്താ അഞ്ചാമത്തത് നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ് ഓക്കെ എന്താണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാലോ നിങ്ങൾ പോകാറില്ലേ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ അല്ലേ സൂപ്പർ മാർക്കറ്റ് ആർ ലാർജ് സ്റ്റോഴ്സ് ദാറ്റ് സെൽ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് അറ്റ് എ ലോവർ പ്രൈസ് ദേ ഓഫർ എ വാസ്റ്റ് സെലക്ഷൻ അല്ലെ കുറേ പ്രൊഡക്റ്റുകൾ ചെറിയ ചെലവിൽ നമുക്ക് ആവശ്യമുള്ള ഒറ്റ റൂഫിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും അല്ലെ ചെറിയ ചെലവിലായിരിക്കും എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസും ക്ലോത്തിങ്ങും ഇലക്ട്രോണിക്കും ഒക്കെ ഉണ്ടാവും അല്ലെ കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി ഫൈൻഡ് വാട്ട് ദേ നീഡ് താങ്ക് ടു ക്ലിയർ പ്രൈസിങ് ആൻഡ് ക്വാളിറ്റി ലാബൽ ആൻഡ് സെൽഫ് സർവീസ് അല്ലെ എന്തായിരിക്കും സെൽഫ് സർവീസ് ആയിരിക്കും നമ്മൾ കൊട്ടയം നോക്കിയിട്ടാ പോവുക അല്ലെ നമ്മൾ എടുക്കുന്നു പോരുന്നു അല്ലെ സെൽഫ് സർവീസ് ആയിരിക്കും ഓക്കെ അപ്പം സൂപ്പർ മാർക്കറ്റ് ഓർത്ത് വെക്കണം സൂപ്പർ മാർക്കറ്റിന്റെ നോക്കിക്കോ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാ ബൈ ക്യാൻ പർച്ചേസ് ഡിഫറെന്റ് പ്രൊഡക്റ്റ് പെർ ഡിഫറെന്റ് റിക്വയർമെന്റ് അല്ലെ ഒറ്റ റൂഫിന്റെ ഇടയിൽ ഒരുപാട് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും പിന്നെയോ എ സൂപ്പർ മാർക്കറ്റ് ഓപ്പറേറ്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് സർവീസ് അല്ലെ സെൽഫ് സർവീസ് ആയിരിക്കും പിന്നെയോ പ്രൈസസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആർ ജനറലി ലോവർ ദാൻ അതർ ടൈപ്പ് അല്ലെ എന്താ പ്രൊഡക്റ്റിന് പ്രൈസ് കുറവായിരിക്കും ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്യാഷ് ബേസിസ് ഓൺലി ആണ് കടം പറയാൻ നമുക്ക് പറ്റില്ല പിന്നെയോ സൂപ്പർ മാർക്കറ്റ് ആർ ജനറലി ലൊക്കേറ്റഡ് ഓൺ സെൻട്രൽ ലൊക്കേഷനിലായിരിക്കും നിങ്ങൾക്ക് തോന്നുന്ന ആ പോയിന്റ്സുകൾ എഴുതി വെച്ചാൽ അതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സായി ഓക്കെ ജസ്റ്റ് ആ പോയിന്റുകളൊന്ന് ഓർത്ത് വയ്ക്കുക റെഡി പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും നമുക്കൊന്ന് നോക്കണം എന്താ വൺ റൂഫ് ലോവർ കോസ്റ്റ് അല്ലെ ഒറ്റ റൂഫിൻ്റെ അടിയിൽ എല്ലാ സാധനങ്ങളും കുറഞ്ഞ ചെലവിൽ പിന്നെയോ സെൻട്രൽ ലൊക്കേഷൻ അല്ലെ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സെൻട്രൽ ലൊക്കേഷനിലായിരിക്കും അത് ഉണ്ടാവുക പിന്നെയോ വൈഡ് സെലക്ഷൻ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും പിന്നെന്താ നോ ബാഡ് ഡെപ്റ്റ് നമുക്ക് കടം പറയാൻ പറ്റുന്നതല്ല പിന്നെന്താ ലിമിറ്റേഷൻ നോ ക്രെഡിറ്റ് അല്ലെ ആ കടം പറയാൻ പറ്റില്ല എന്നുള്ളത് ഗുണത്തിൽ നമ്മൾ പറയുന്നുണ്ട് എവിടെയും പറയുന്നുണ്ട് നമ്മുടെ ലിമിറ്റേഷനിലും പറയുന്നത് അല്ലേ അവിടെ ക്രെഡിറ്റ് ഇല്ല പിന്നെയോ നോ പേഴ്സണൽ അറ്റൻഷൻ അവിടെ പേഴ്സണൽ അറ്റൻഷൻ ഒന്നുമില്ല ആരൊക്കെയോ വരുന്നു സാധനങ്ങൾ വാങ്ങുന്നു അവരെങ്ങോട്ടൊക്കെയോ പോകുന്നു ഓക്കെ പിന്നെന്താ മിസ് ഹാൻഡ്ലിംഗ് ഓഫ് ഗുഡ്സ് അത് നമുക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ സാധനങ്ങൾ നോക്കുന്നു എടുത്തിരുന്നു ആടിടുന്നു അല്ലേ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയാൽ നിങ്ങൾ കാണാം വെറുതെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി വലിച്ച് വാരിട്ടിട്ട് കാണാം അല്ലെ ചെരുപ്പുകൾ കാര്യങ്ങൾ അല്ലെ അപ്പോൾ മിസ് ഹാൻഡ്ലിംഗ് ആണ് പിന്നെയോ ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെന്റ് അല്ലെ വലിയ ക്യാപിറ്റൽ ആവശ്യമുണ്ട് അല്ലെ ഇത്രയും വലിയൊരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലേ റെഡി ഓക്കെ അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് രേണുമിസിനൊന്ന് വിളിക്കാം റെഡി അപ്പോൾ ഇതിൽ ലാസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വെൻഡിങ് മെഷീനെ കുറിച്ചാണ് ഓക്കെ അപ്പം വെൻഡിങ് മെഷീനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്താണ് വെൻഡിങ് മെഷീൻസ് വെൻഡിങ് മെഷീൻസ് ആർ കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻസ് യൂസ്ഡ് ടു സെൽ ലൈക്ക് ഐറ്റംസ് ലൈക്ക് ഡ്രിങ്ക് സ്നാക്സ് ടിക്കറ്റ്സ് അല്ലെ ന്യൂസ് പേപ്പേഴ്സ് ഏകദേശം ഒരേ ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സ്ഡ് പാക്കേജ് ഒക്കെ ഉള്ള ഐറ്റംസ് മാത്രം നമുക്ക് കോയിൻ ബേസിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഐറ്റമാണോ അല്ലെ വലിയ കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു രേണുമിസൊക്കെ കുറേ ചാമ്പ്യതാണ് ഈ സാധനത്തിന് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പൂട്ടിക്കാരി അതെ മറ്റേ ഏതായാലും പടം നമ്മുടെ പ്രേമലു പോലെ ഓക്കെ യെസ് അപ്പോൾ മക്കളെ ഇത്രയുമാണ് നമ്മുടെ ഈ രണ്ട് ചാപ്റ്റർ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് അതുപോലെ ഇന്റേണൽ ട്രൂഡിൽ പഠിക്കാനുള്ളത് അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക ബാക്കി ചാപ്റ്റർ ധാരാളം മിസ് എടുക്കും
ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചലിക്കാനായിട്ടുണ്ട്. ഇനി പോയി +2 കയറട്ടെ. ഓക്കെ, സെറ്റ്. ഇത് സാർ യാരെന്ന് தெரியுமா? അതെ, தெரியாது. അതാണ് നല്ലത്. ഓക്കെ. മക്കളെ, ഒരു മിനിറ്റ് ഞാൻ PPT ഒന്ന് തപ്പി എടുക്കട്ടെ കേട്ടോ. നമ്മുടെ നോട്ട്സ് ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ചെടിയിലുണ്ടല്ലോ. ഓക്കെ, എനിക്ക് കിട്ടും. ഓക്കെ, ഒറ്റ മിനിറ്റ്. ചാപ്റ്റർ 7 അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ ഫോർമേഷൻ ഓഫ് എ കമ്പനി അല്ലേ. അതായത് ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റേജസിലൊക്കെ അല്ലേ, രജിസ്ട്രേഷൻ ആണ് പറയുന്നത്. നിയമപരമായിട്ട് നമ്മൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടി. ഇനി ആ ഐഡിയ നമ്മൾ നിയമപരമായിട്ട് എന്ത് ചെയ്യുന്നു, നിലവിൽ കൊണ്ടുവരുന്നതിന്റെ പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? എന്നെ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്ലാസ് തുടങ്ങട്ടെ. റെഡി? 3 ചാപ്റ്റർ ആണുള്ളത്. അതിൽ ഈ ചാപ്റ്റർ കുറച്ച് വലുതാണ്, പിന്നെ ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സും സിമ്പിളാണ്. ഓക്കെ, ക്ലിയർ, സെറ്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഫോർമേഷനിലേക്ക് നമുക്ക് പോവാം അല്ലേ. Formation of a company was a complex activity involving completion of legal formalities and procedures. അല്ലേ, നിങ്ങൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ഡീമെറിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യുന്ന സമയത്തോ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. കമ്പനി ഫോം ചെയ്യുക എന്ന് പറയുന്നത് മറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കമ്പനീസ് ആക്ട് പ്രകാരം നിയമപരമായിട്ട് നമുക്ക് ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നമ്മളൊരു കമ്പനീനെ നിലവിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയണമെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് തന്നെ ചെയ്യണം അല്ലേ. നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നില്ല, അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കട പൂട്ടാം അല്ലെ. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ കുഞ്ഞു കടകളൊക്കെ ഉണ്ടാവല്ലോ. ആ കടയൊക്കെ എന്താണ്, അവരെ നിയമപരമായിട്ട് കൊണ്ടുവരുന്നൊന്നുമല്ല, അവർക്ക് ആവശ്യമുള്ള പെട്ടെന്ന് പൂട്ടാം. പക്ഷെ അതുപോലെയല്ല ഒരു കമ്പനീനെ നിലവിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഒരു കമ്പനി നിലവിൽ വരുമ്പോൾ കമ്പനീനെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടല്ലേ, നിയമത്തിന്റെ മുന്നിൽ നമ്മൾ ഒരു വ്യക്തിക്ക് അല്ലേ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, ഇവർക്കൊക്കെ എന്തുണ്ട്, നമ്മളെ ഇന്ത്യയിൽ എന്തുണ്ട്, നിയമപരമായിട്ട് കുറെ അവകാശങ്ങളുണ്ട് അല്ലെ. കേസ് കൊടുക്കാം, അതുപോലെ കേസ് കിട്ടാം, നമുക്കൊരു സാധനം ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാം, വിൽക്കാം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം അല്ലെ. അപ്പൊ ഇതെല്ലാ റൈറ്റുമുള്ള, നിയമപരമായിട്ടുള്ള എല്ലാ റൈറ്റും ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് നമ്മൾ കമ്പനി ഫോം ചെയ്യുന്നതിലൂടെ ഫോം ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ വരുന്ന ആ കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീന്റെ ഒരു ചെറിയ രൂപമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, 4 സ്റ്റേജ് ആണ് ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ഉള്ളത് അല്ലെ. അതിൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് കമ്പനികൾ ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. പബ്ലിക് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓഡിയബിളും വിസിബിളും ആണല്ലോ അല്ലെ. സെറ്റ്. ഇതാണ് ആ 4 സ്റ്റേജസ് അല്ലെ. കമ്പനി ഫോം ചെയ്യുമ്പോൾ വരുന്ന 4 സ്റ്റേജസ് ആണ്. പ്രൊമോഷൻ, ആദ്യത്തെ സ്റ്റേജ് പ്രൊമോഷൻ, 2 ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ,
കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഈ 4 സ്റ്റേജ് ആണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ 2 സ്റ്റേജ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാം? പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിക്കാം. അതായത് ആ കമ്പനി നിലവിൽ വന്നു കഴിഞ്ഞു, ആ കമ്പനിക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിക്കാം. പക്ഷേ ഒരു പബ്ലിക് കമ്പനിയാണ് നിങ്ങൾ ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 4 സ്റ്റേജും മാത്രം പോരാ. അതായത് നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? പബ്ലിക് കമ്പനീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാപിറ്റൽ അവരെന്തുകൂടെ ചെയ്യുന്നുണ്ട്? നമ്മൾ ഷെയർസ് വഴി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാപിറ്റൽ വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ കമ്പനി പ്രവർത്തിക്കാനുള്ള നിയമപരമായിട്ടുള്ള അനുവാദം മാത്രമേ ഈ ഇൻകോർപ്പറേഷനിലൂടെ കിട്ടുന്നുള്ളൂ. പക്ഷെ ഫൈനാൻഷ്യലി അവർ സ്റ്റേബിൾ ആണ്, ഫൈനാൻഷ്യലി ആ കമ്പനി പ്രവർത്തിക്കാൻ വേണ്ട രീതിയിലുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഉണ്ട് എന്ന് കാണിച്ചാൽ മാത്രമേ പിന്നീട് കോൺട്രാക്റ്റ് കാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ, ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്റ്റേജും പിന്നെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സ്റ്റേജും. ഓക്കെ, ഈ 2 സ്റ്റേജും കൂടെ പ്ലസ് ആദ്യത്തെ 2 സ്റ്റേജ് പ്ലസ് രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പബ്ലിക് കമ്പനിക്ക് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ പ്രവർത്തിച്ച് തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റേജിലേക്ക് തന്നെ പോവാം. എന്താണ് പ്രൊമോഷൻ എന്നുള്ള സ്റ്റേജ് അല്ലേ? പ്രൊമോഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് സം ടോട്ടൽ ഓഫ് ദ ആക്ടിവിറ്റീസ് ഇൻ സ്റ്റാർട്ടിങ് ആൻഡ് എന്റർപ്രൈസ് അല്ലേ? അതായത് ഒരു എന്റർപ്രൈസ്, ഒരു ബിസിനസ് ഐഡിയനെ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അത് നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇറ്റ് ഇൻവോൾവ്സ് കൺസീവിംഗ് എ ബിസിനസ് ഐഡിയ and taking an initiative to form a company so that practical shape can be given to exploiting the available business opportunity അല്ലേ? അതായത് നമ്മൾ ഒരു ബിസിനസ് ഐഡിയ കിട്ടി, ആ ബിസിനസ് ഐഡിയ കിട്ടിയ പാട് നേരെ പോയി രജിസ്ട്രേഷന് കൊടുക്കുകയല്ല ചെയ്യുക അല്ലേ? ബുദ്ധിയുള്ളവർ അങ്ങനെയല്ല ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? ആ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കും. എനിക്ക് വന്ന ബിസിനസ് ഐഡിയ ലാഭകരമാണോ, അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്താൽ എനിക്ക് ഓക്കെ ആവോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ, അതിന് ടെക്നോളജിക്കൽ ലെവൽ ഇന്ത്യ അല്ലെ നമ്മുടെ മാർക്കറ്റ്, നമ്മളിത് മാർക്കറ്റിലേക്കാണ് പോകുന്നത് അല്ലേ, അതിനനുസരിച്ചിട്ടുള്ള കൺസ്യൂമേഴ്സ് ആണോ എന്നൊക്കെ നമ്മൾ ഒത്തിരി സ്റ്റഡീസ് കാര്യങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആ സം ടോട്ടൽ ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന പേഴ്സണെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമ്മൾ എന്തെന്ന് പറയും? പ്രൊമോട്ടേഴ്സ് ഓഫ് കമ്പനി എന്ന് പറയും. പ്രൊമോഷൻ ഫംഗ്ഷൻ ചെയ്യുന്ന ആളുകളെ നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയും അല്ലേ? ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രൊമോട്ടർ നോക്കാം. പ്രൊമോട്ടർ ഇസ് എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഹി ഹാസ് ദ ഐഡിയ ഓഫ് സ്റ്റാർട്ടിംഗ് എ കമ്പനി. ഹി കണ്ടക്ട് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഐഡിയ, assembles the factors required for it and finally brings the company into existence അല്ലേ? അതായത് ബിസിനസിന്റെ ഐഡിയ കൊണ്ടുവരുന്ന, ബിസിനസ് തുടങ്ങാൻ വേണ്ട ഐഡിയ അയാളുടെ കയ്യിലായിരിക്കും. അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളോ അല്ലെങ്കിൽ ആ വ്യക്തികളോ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവും? ബിസിനസ് ഐഡിയയെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചിട്ട് കമ്പനീനെ നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, ഇന്നല്ല 2 ദിവസം മുൻപേ ഞാനത് കുറച്ച് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റീലായിട്ട്. അത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നതെന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു ടിപ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് ആണ് ഇനി പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണല്ലേ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഫീസിബിലിറ്റി സ്റ്റഡി, നെയിം അപ്രൂവൽ, ഫിക്സിംഗ് അപ്പ് സിഗ്നറ്ററീസ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അപ്പോയിൻമെന്റ് ഓഫ് പ്രൊഫഷണൽസ്, പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെന്റ്സ്. ഇത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ഓഫ് എ പ്രൊമോട്ടർ is to identify a business opportunity. Such opportunity is then analyzed to see its technical and economic feasibility. അല്ല, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് ചെയ്യാൻ വേണ്ട ഐഡിയയെ കൊണ്ടുവരണം. ഓക്കെ, എന്നിട്ട് ആ കൊണ്ടുവരുന്ന ഐഡിയയെ കുറിച്ച് പഠിക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യതയാണ് കേട്ടോ. സാധ്യതാ പഠനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. The promoter therefore undertake detailed feasibility studies to investigate all aspects of the business they intend to start. അതായത് depending upon the nature of the project, the following feasibility studies may be undertaken with the help of the specialists like engineers, chartered accounts, etc. To examine whether the perceived business opportunity can be profitably exploited അല്ലേ? അതായത് നമ്മൾ പെർസീവ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഐഡിയ,
ആ ഐഡിയ വിജയകരമാണോ, ലാഭകരമാക്കാൻ പറ്റുന്നതാണോ എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ വലിയ വലിയ പ്രൊഫഷണൽസിൻ്റെ കയ്യിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ, എഞ്ചിനീയേഴ്സിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഐഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അത്യാവശ്യം ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നോക്കേണ്ടി വരില്ല. അപ്പം മെയിനായിട്ട് ജനറലായിട്ട് നമ്മൾ ഏത് ബിസിനസ് ഐഡിയ എടുത്താലും ജനറലായിട്ട് ഈ 3 ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തിയിരിക്കും ഏത് ബിസിനസ്സുകാരനാണെങ്കിലും അല്ലേ. ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി, എക്കണോമിക്കൽ ഫീസിബിലിറ്റി അല്ലേ. ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ടെക്നോളജി വൈസ് ഉള്ളതാണ് അല്ലേ. അതായത് ഞാനിപ്പോൾ ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവരാണ്, അതിന് ഒത്തിരി ടെക്നോളജി, ഒരു പുതിയ ടെക്നോളജിയാണ് ഞാൻ കൊണ്ടുവന്നു, പക്ഷെ മേ ബി എനിക്ക് ഒരു മെഷീനാണ് ഞാൻ കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ലോ ഫ്ലോർ ബസ്, അതായത് KSRTCയുടെ ലോ ഫ്ലോർ ബസ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ഐഡിയ ആയിരുന്നു, ലോ ഫ്ലോർ ബസ് കിഡിലൻ ഐഡിയ ആയിരുന്നു, പക്ഷെ അതിൻ്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഗവൺമെൻറ് പഠിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയാകും എന്ത് ചെയ്യും, വർക്ക്ഷോപ്പ് കയറ്റേണ്ടി വരും. പക്ഷേ നമ്മുടെ ലോ ഫ്ലോർ ബസ്സിന് പറ്റിയിട്ടുള്ള വർക്ക്ഷോപ്പുകളോ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാളിപ്പോയി അല്ലേ. അപ്പോൾ ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഫണ്ട് ഇതിന് വേണ്ടി വരും, അല്ല ഇതിൻ്റെ ഒരു ക്യാപിറ്റൽ ഏകദേശം എത്ര മാത്രം വേണ്ടി വരും എന്നുള്ള കാര്യം അറിയണം. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതും കൂടെ നോക്കണം. ഓക്കെ, അതായത് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി പറ്റുമോ, അതായത് ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ടറുടെ ഫംഗ്ഷനാണ് ആ കമ്പനിക്ക് ഒരു പേര് കണ്ടെത്തുക എന്നുള്ളത്. പേര് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പേരിടാൻ പറ്റില്ല. അത് എന്തെങ്കിലും പേരെന്ന് പറയുമ്പോൾ ഓൾറെഡി നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ പേരോ അതിനായിട്ടുള്ള സിമിലാരിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം പേര് കണ്ടുപിടിക്കാനായിട്ട് അല്ലേ. ഹാവിംഗ് ഡിസൈഡ് ടു ലോഞ്ച് എ കമ്പനി, ദ പ്രൊമോട്ടർ ഹാവ് ടു സെലക്ട് എ നെയിം ഫോർ ഇറ്റ് ആൻഡ് സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് ടു ബി സിറ്റുവേറ്റഡ് ഫോർ ഇറ്റ്സ് അപ്രൂവൽ അല്ലേ. അതായത് നമ്മൾ എവിടെയാണോ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, കമ്പനിയുടെ ഒരു ഹെഡ് ഓഫീസ് ഇവിടെയാണ് എൻ്റെ കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് ഉണ്ടാവുമല്ലോ, ഈ സ്ഥലത്താണെന്നല്ലോ. ഇപ്പോൾ എക്സാമിനറുടെ പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മളിതാ ഇവിടെയാണ്, ഇവിടെ ചേവായൂർ, കോഴിക്കോട് ചേവായൂരാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അതുപോലെ ഓരോ കമ്പനിക്കും എന്തുണ്ടായിരിക്കും, ഹെഡ് ഓഫീസ് ഉണ്ടാവും. അവിടെ ഉള്ള രജിസ്ട്രാർ ഓഫ് കമ്പനി ഉണ്ടാവും. അദ്ദേഹത്തിനായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, ഈ പേരാണ് ഞാൻ എൻ്റെ കമ്പനിക്ക് ഇടാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള അപ്രൂവൽ. അദ്ദേഹം ആ പേരൊക്കെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യും, അപ്രൂവൽ തരും അല്ലേ. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിക്സിംഗ് അപ്പ് സിഗ്നിറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൽ സൈൻ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയിരിക്കും അല്ലേ. അതായത് ആ കമ്പനിയിൽ ഒത്തിരി പേരുണ്ടെങ്കിൽ കൂടെ മെയിനായിട്ട് ഇവരായിരിക്കും കമ്പനീനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആരൊക്കെയാണ് അങ്ങനെ കമ്പനിയുടെ തലപ്പത്ത് ഇരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ സിഗ്നറ്ററീസിനെ സെറ്റ് ചെയ്യുന്നത് പ്രൊമോട്ടർ ആയിരിക്കും അല്ലേ. അതായത് യൂഷ്വലി ദ പീപ്പിൾ സൈനിങ് അപ്പ് മെമ്മോറാണ്ടം ഓൾസോ ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. പ്രൊമോട്ടർ ഹാവ് ടു ഡിസൈഡ് അബൌട്ട് ദ മെമ്പർ. ഓക്കെ, നെക്സ്റ്റ് അപ്പോയിൻമെന്റ് ഓഫ് പ്രൊഫഷണൽസ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തുണ്ടാവേണ്ടി വരും, ആധികാരികമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാനോ നമ്മളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ ഒക്കെ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെടുത്ത് പോകേണ്ടി വരും അല്ലേ. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ കുറിച്ച്, ടാക്സിനെ കുറിച്ച് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ എഞ്ചിനീയേഴ്സ്, കമ്പനിയിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പല എഞ്ചിനീയേഴ്സ്, അങ്ങനെ പല ആൾക്കാരും വേണ്ടി വരും. അപ്പോൾ ഇവരെയൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരെ കാണണം, ഒത്തിരി എഞ്ചിനീയേഴ്സും ഒത്തിരി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതിൽ ആരെ സെലക്ട് ചെയ്യണം, ആരാണ് എന്നുള്ള തീരുമാനം എടുക്കുന്നത് പ്രൊമോട്ടർ ആയിരിക്കും. ക്ലിയർ. Professionals such as mercantile bankers, auditors are appointed by the promoters to assist them in the preparation of the necessary documents അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടെല്ലാം എന്ത് വേണ്ടി വരും, നമുക്ക് സഹായം വേണ്ടി വരും അല്ലേ. എല്ലാം ഒരാൾക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ ഈ പ്രൊമോട്ടർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഐഡിയ ഉണ്ട്, ആ ഐഡിയ ബിസിനസ് ഐഡിയയുടെ നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും അറിവില്ലെങ്കിലും അറിവില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ലീഗൽ ഫോർമാലിറ്റീസ് ഇൻക്ലൂഡ് ആയതുകൊണ്ടും ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചതാണല്ലോ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റലിൽ എന്തുണ്ട്, നമുക്ക് ഷെയർസ് അലൗട്ട് ചെയ്യുന്ന കേസിലൊക്കെ നമുക്ക് പൈസ കിട്ടും അല്ലേ. ഓക്കെ, ഞാൻ ഇത്ര ഷെയർ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസ തരുമെങ്കിലും ആ പൈസ നമ്മൾ വേറൊരു ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ഇടുക. അപ്പോൾ അതൊക്കെ
നോക്കാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള പ്രൊഫഷണൽസ് ഒക്കെ വേണം അല്ലേ. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെന്റ് ആണ്. ദ പ്രൊമോട്ടർ ടേക്സ് അപ്പ് സ്റ്റെപ്സ് ടു പ്രിപ്പയർ സർട്ടൻ ലീഗൽ ഡോക്യുമെന്റ്സ് വിച്ച് ഹാവ് ടു ബി സബ്മിറ്റഡ് അണ്ടർ ദ ലോ ടു ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസ് ഫോർ ഗെറ്റിംഗ് ദ കമ്പനി രജിസ്റ്റേർഡ് അല്ലേ. അപ്പോൾ കമ്പനി നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? കുറേ ഡോക്യുമെന്റ്സ് വേണം അല്ലേ. ഇപ്പം നിങ്ങളൊരു ആധാർ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ കുറേ ഡോക്യുമെന്റ്സിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ആധാർ കിട്ടുക അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിലും കമ്പനി ലോ പറയുന്നത് പ്രകാരമുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം അല്ല. നമ്മളെന്ന് പറയുമ്പോൾ പ്രൊമോട്ടർ. അപ്പോൾ ഏതൊക്കെയാണ് ഡോക്യുമെന്റ്? ഇതാ ഈ 6 ഡോക്യുമെന്റ് ആണ് ആവശ്യം വരുന്നത്. ഓക്കെ, ഇതാണ് 6 ഡോക്യുമെന്റ്. ആദ്യത്തെ ഡോക്യുമെന്റ് ആണ് എന്ത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതെന്താണ്? ഫൗണ്ടേഷണൽ ലീഗൽ ഡോക്യുമെന്റ് ആണ് അല്ല. അതെന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഡിഫൈൻ ഇറ്റ് സ്ട്രക്ചർ, ഒബ്ജക്റ്റീവ്, പവേഴ്സ്, ലിമിറ്റേഷൻസ്, ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി അല്ലേ. ഇതെല്ലാം ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ. എന്താണ് ബിസിനസിന്റെ നേച്ചർ, അതിന്റെ ക്യാപിറ്റൽ എങ്ങനെയാണ്, അതിന്റെ ലയബിലിറ്റി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ എന്തൊക്കെ പവേഴ്സ് ഉണ്ടാവും, ഈ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാം, എന്താണ് ഈ കമ്പനിയുടെ ലക്ഷ്യം എന്നുള്ള മെയിൻ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് അല്ലേ. അതായത് ഔട്ട്സൈഡേഴ്സുമായിട്ടാണ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു കമ്പനിയും നമ്മളെ സമൂഹവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ. ആ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വായിച്ചു കഴിഞ്ഞാൽ പുറമേ ഇപ്പോൾ ഒരു നിയമപരമായിട്ടൊരു നിയമ നടപടി വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വക്കീലോ അല്ലെങ്കിൽ ഒരു പോലീസുകാരോ അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഒന്നും വേണ്ട, ഓഡിറ്റിങ്ങിന് കൊടുക്കുമ്പോൾ ഒരു CA കാരനോ ഇവരൊക്കെ വന്നിട്ട് എന്താണ് ഈ കമ്പനി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊക്കെ കമ്പനിക്ക് പുറത്തുള്ള ഔട്ട്സൈഡ് വേൾഡ് ആണല്ലോ ഈ മനുഷ്യരൊക്കെ. അപ്പോൾ അവർക്ക് ഈ കമ്പനി ഈ മെമ്മോറാണ്ടം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഈ കമ്പനി ബേസിക്കലി എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഔട്ട്സൈഡ് വേൾഡുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എങ്ങനെയാണ് ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒബ്ജക്റ്റീവ്സ്, പവേഴ്സ്, ലയബിലിറ്റി, ക്യാപിറ്റൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ക്ലോസസ് ആയിട്ടാണ്, ഓരോന്നിനും സെപ്പറേറ്റ് ഖണ്ഡികകളായിട്ടാണ് നമ്മൾ മെമ്മോറാണ്ടത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു 5-10 A4 ഷീറ്റിൽ എല്ലാം ഇങ്ങനെ നിരത്തി വലിച്ച് എഴുതുകയല്ല ചെയ്യുന്നത്. എല്ലാം ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയും ക്ലോസസ് ആണ് അതിലുള്ള 6 ക്ലോസസ് ആണുള്ളത്. 6 ക്ലോസസിനെയും കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നെയിം ക്ലോസ് എന്ന് പറയുന്നത് കമ്പനിയുടെ പേര് എന്താണെന്നുള്ളതാണ് അല്ലേ. ദിസ് ക്ലോസ് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ കമ്പനി വിത്ത് വിച്ച് ദ കമ്പനി വിൽ ബി നോൺ. ഏത് പേരിലാണ് കമ്പനി അറിയപ്പെടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെമ്മോറാണ്ടത്തിലെ മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അല്ലേ. IMP ആണ് കേട്ടോ. ഓക്കെ, ഇതെന്താ പറയുന്നത് വെച്ചാൽ ഇതാണ് ഡിഫൈൻ ചെയ്യുന്നത് ദ പർപ്പസ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് ഫോംഡ് അല്ലെ. എന്താണ് കമ്പനി, എന്തിനു വേണ്ടി കമ്പനി ഫോം ചെയ്തു, എന്ത് കമ്പനിയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതാണ്. ക്ലിയർ അല്ലേ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് കമ്പനീസ് പവേഴ്സ് ആൻഡ് ഫിയർ ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് അല്ലേ. ഏത് ലെവലിലാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വരുന്നത്, ഏത് മേഖലകൾ വരെയാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ലയബിലിറ്റി ക്ലോസ് ആണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ആണ് പറയുന്നത്. ഓക്കെ, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ആണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ച് മുൻപൊക്കെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ പഠിച്ചല്ലേ. അപ്പോൾ അതിൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്താ? ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? ഒന്ന് കമൻറ്റിൽ പറയണേ. ലിമിറ്റഡ് ലയബിലിറ്റി ആണോ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണോ എന്നൊന്ന് കമൻസിൽ പറയാം. സെറ്റ്. ഇവിടെ പഠിക്കാനായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ബാക്കി എന്തൊക്കെയോ കാര്യമായിട്ട് ചർച്ച നിങ്ങൾക്ക് ഇവിടെ ലൈവ് വരുന്ന സമയത്താണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ലിമിറ്റഡ് ആണ്. ആരാണ് ആൻസർ പറഞ്ഞത്? നിഷ ബാബു. കറക്റ്റ് പേരൊന്ന് പറയോ? നിഷ ബാബു എന്നാവില്ലല്ലോ അല്ലേ പേര്? ലിമിറ്റഡ് ആണ്. വേറെ ഒരാളും പറയുന്നുണ്ട്. ഓക്കെ ബീന. നിങ്ങളൊക്കെ നിങ്ങളുടെ ശരിക്കും പേരൊന്ന് പറയാവോ? മിസ് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. ഇതിലൂടെ കേട്ടിട്ട് വേറെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നാൽ മനസ്സിലാവില്ല കേട്ടോ. ശരിയായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എക്സാമിന് ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ, ഒന്ന് ആലോചിക്ക്. ഓക്കെ, അതായത് നമ്മുടെ കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും അല്ലേ. അതായത് അവരുടെ അൺപെയ്ഡ് ഷെയർസിന് അത്രേ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുള്ളൂ? ക്യാപിറ്റൽ ലയബിലിറ്റി വരുള്ളൂ. അത് കമ്പനി നഷ്ടത്തിലായി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 10,000
ഷെയർസ് 10,000 രൂപയുടെ ഷെയർസ് ആണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. അതിൽ 30,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി എന്താണ് അൺപെയ്ഡ് ആണ്. ബാക്കി 70,000 എന്ന് പറയുന്നത് അൺപെയ്ഡ് ആണ്. അപ്പൊ കമ്പനി നഷ്ടത്തിലായി കഴിഞ്ഞാൽ ഈ 70,000 കൊടുത്താൽ മതി, കാരണം 30,000 ഓൾറെഡി കൊടുത്തല്ലേ. അപ്പൊ അയാളുടെ ഷെയർസിൽ എത്രയാണ് ആൾ തരാൻ ബാക്കിയുള്ളത് അത്രയും പൈസ കൊടുത്താൽ മതി കമ്പനിയുടെ ലാബിലിറ്റി ആയിട്ട്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നത് മാക്സിമം ക്യാപിറ്റൽ വിച്ച് എ കമ്പനി വിൽ ബി ഓതറൈസ്ഡ് ടു റൈസ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലേ. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് എത്ര മാത്രം ആണ് അവർ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് എന്നുള്ളത് അല്ലേ, ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷന് വേണ്ട ഡോക്യുമെൻ്റ് അല്ലേ. അപ്പം ചിലപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ കമ്പനിയുടെ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഫീസിൻ്റെ കറക്റ്റ് അഡ്രസ്സ് ഒന്നും ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കേരളത്തിലാണ് അല്ലെങ്കിൽ കേരളത്തിൽ കോഴിക്കോടാണെങ്കിൽ ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ കോഴിക്കോട് എവിടെ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അത് കുഴപ്പമില്ല, ഇപ്പോൾ കോഴിക്കോട് കേരളം എന്ന് പറഞ്ഞ് കൊടുത്താലും മതി. പിന്നെ ഒരു 30 ഡേയ്സിനുള്ളിൽ എവിടെയാണ് കേരളത്തിൽ എവിടെയാണെന്നുള്ള കറക്റ്റ് അഡ്രസ്സ് നമ്മൾ രജിസ്ട്രാറിന് കൊടുത്താൽ മതി. എടാ ഞാൻ കോഴിക്കോട് എന്ന് പറയുന്നത് ബാക്കി ജില്ലയിലുള്ള കുട്ടികൾ എന്നെ കാണുന്നുണ്ടാവും, പക്ഷെ ഞാൻ കോഴിക്കോട് ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കോഴിക്കോട് നിന്ന് വരുന്നത് കേട്ടോ. ഇനി മാറ്റി പിടിക്കാനൊക്കെ നോക്കാം. ഓക്കെ, പിന്നെ അസോസിയേഷൻ ക്ലോസ് ആണ്. ദിസ് ക്ലോസ് ഇസ് in the form of declaration. Through this clause the signatories to the memorandum state their intention to be associated with the proposed company and agree to purchase qualification of shares അല്ലേ. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷൻ ആണ്. ആരുടെ ഡിക്ലറേഷൻ ആണ്? അതായത് നമ്മുടെ നേരത്തെ സൈൻ ചെയ്ത ആൾക്കാരുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിലൊരു 100, 150, 200, 300, ചിലപ്പോൾ 500, 1000 പേരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട്. അവരെ എല്ലാവരും നമുക്ക് പിടിച്ച് ഡയറക്ടേഴ്സ് ആക്കാൻ വേണ്ടി പറ്റില്ല. ഡയറക്ടേഴ്സ് ആകാം എന്ന് സമ്മതിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഇത്ര ശതമാനം ഷെയർസ് എങ്കിലും മേടിക്കണം എന്നുള്ള റൂൾ ഉണ്ടാവും അല്ലേ. എന്നാലല്ലേ അവരെ നമുക്ക് പ്രത്യേകം ഇതാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡയറക്ടേഴ്സ് ആയിക്കോളാം, ഡയറക്ടേഴ്സ് ആവാൻ വേണ്ട ഷെയർസ് ക്വാളിഫിക്കേഷൻ ഷെയർസ് ഞങ്ങൾ പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന അവരുടെ ഡിക്ലറേഷനാണത്. പിന്നെ ഉള്ളത് സെറ്റ്, ഒരു മിനിറ്റ്, കൺസെന്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ് ആണ്. അങ്ങോട്ട് കൊണ്ട് മാറിപ്പോയി. ഓക്കെ, അസോസിയേഷൻ ക്ലോസ് സെറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. സെറ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ AOA എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ബൈലോ ആണ് കേട്ടോ. ബൈലോ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ സെറ്റ് ചെയ്തല്ലോ, അവരായിരിക്കും കമ്പനീനെ ലീഡ് ചെയ്യുന്നുണ്ടാവുക. ഈ കാര്യം എങ്ങനെ ലീഡ് ചെയ്യണം, എങ്ങനെ മീറ്റിംഗ്സ് കൂടണം, എങ്ങനെയായിരിക്കണം ഇവിടെ ഈ കമ്പനീനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതാണ് എവിടെയെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ റൂൾ ബുക്ക് ആണ്. ഓക്കെ, എന്താണ് കമ്പനീസ് ഇന്റേണൽ റൂൾ ബുക്ക് ആണ്. ദാറ്റ് സെറ്റ് ഔട്ട് ദ റെഗുലേഷൻസ് ഫോർ ദ മാനേജ്മെന്റ് ആൻഡ് ഗവേൺസ് ഇറ്റ്സ് ഇന്റേണൽ അഫയേഴ്സ്. ഓക്കെ, ഇപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനികൾക്ക് സ്വന്തമായിട്ട് അവർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് ഉണ്ടാക്കും. ഓക്കെ, കാരണം പ്രൈവറ്റ് കമ്പനിയിൽ എങ്ങനെയാണ് ലിമിറ്റഡ് ഷെയർസേ വരുന്നുള്ളൂ, ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സേ ഉള്ളൂ. അവിടെ 200 പേരാണെങ്കിൽ ആ 200 പേരിൽ ഇനി ഒരിക്കലും കൂടാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇത്ര ആൾക്കാരേ ഉള്ളൂ, ഓണേഴ്സ് ആയിട്ട് ഇത്ര പേരെ വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യും, മാക്സിമം ആണ് കേട്ടോ 200 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തീരുമാനിച്ചിട്ട് ആർട്ടിക്കിൾസ് ഓഫ് റൂൾ ബുക്ക്, ഇന്റേണൽ റൂൾ ബുക്ക് ഉണ്ടാക്കും. പക്ഷെ നമ്മൾ പബ്ലിക് കമ്പനിയുടെ കേസ് പോകുമ്പോൾ അവിടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി 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 ചിലപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ പുതിയ പുതിയ ഓണർഷിപ്പും പുതിയ പുതിയ ആൾക്കാരും വരുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല ഓണേഴ്സിൻ്റെയും ഇത് പറയാം എന്താ പറയുക പല ഓണേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം നമ്മൾ ഈ റൂൾ ബുക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും അല്ലേ പല തവണ. അപ്പോൾ അതുകൊണ്ട് ഈ പബ്ലിക് കമ്പനിക്കാർ അധികം എന്ത് ചെയ്യുക, നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീസ് ആക്ടിൻ്റെ അകത്ത് ഏകദേശം ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിക്കണം, മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലുള്ള റൂൾ ബുക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതിൽ അപ്പോൾ കമ്പനിയുടെ നേച്ചർ അനുസരിച്ചിട്ട് ഇപ്പോൾ ടേബിൾ A, ടേബിൾ F എന്ന് പറഞ്ഞ കുറേ ടേബിൾ ഉണ്ട്. അതിൽ ആ കമ്പനിയായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ടൈപ്പ് റൂൾ ബുക്ക് അവർ അഡോപ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ചായിരിക്കും കമ്പനിയുടെ മാനേജ്മെൻറ്റ് പോവുക, മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ടാവുക. സെറ്റാണോ? അല്ല, മെമ്മോറാണ്ടം ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല കേട്ടോ. മെമ്മോറാണ്ടം ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്പനി അല്ല, ഇൻകോർപ്പറേഷൻ ആണ് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. പഠിച്ചു വെക്കണേ. തെറ്റ്.
അതായത് ദേ ഡിഫൈൻ ദ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ, ഔട്ട്ലൈൻ പ്രൊസീജിയേഴ്സ് ഫോർ തിങ്സ് ലൈക്ക് ഷെയർ ട്രാൻസ്ഫർ, മീറ്റിംഗ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഏതിൽ പറയുന്നുണ്ടാവുക, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നുണ്ടാവുക. ഇനി ഇതൊക്കെ എന്താണ് നമ്മുടെ കമ്പനിയുടെ ഫോർമേഷന് വേണ്ട ഡോക്യുമെന്റ്സ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കൺസെന്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ക്വാളിഫിക്കേഷൻ ഷെയർസ് പർച്ചേസ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അസോസിയേഷൻ ക്ലോസിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി അവരുടെ കൺസെന്റ് എന്ന് കാണിക്കുന്നത് മറ്റേത് മെമ്മോറാണ്ടത്തിലാണ് പറഞ്ഞത്. ഇനി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് അവരുടെ ഒരു കൺസെന്റ് വേണം. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ a written consent of each person named as the director is required to confirming that they agree to act in that capacity and undertake to buy and pay for qualification shares as mentioned in the articles of association. Okay, clear? Set ആണോ? Clear ആണോ? Set. Ready? അതായത് ഇവരെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലൊക്കെ ക്വാളിഫിക്കേഷൻ ഷെയർസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എങ്കിൽ കൂടെ ഓക്കെ അത് ശരിയല്ല. അപ്പോൾ ഏതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്? ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി, സോറി ഇൻകോർപ്പറേഷൻ ആണ് എന്തെന്ന് പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ ടോപ്പിക്കിലേക്ക് വരാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും നമ്മൾ ഈ ഡയറക്ടേഴ്സിൻ്റെ അസോസിയേഷൻ ക്ലോസിൽ കറക്റ്റ് അവർ പറയുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കുമ്പോൾ ഈ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും സെപ്പറേറ്റ് കൺസെൻറ്റ് അവർ ഇത്ര വാങ്ങിക്കോളാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് വേണം. പിന്നെയാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഡയറക്ടേഴ്സ്, സെറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, പക്ഷേ അതിലേതെങ്കിലും ഒരാളായിരിക്കും എപ്പോഴും മെയിൻ ഡയറക്ടേഴ്സ്, മാനേജിങ് ഡയറക്ടേഴ്സ്, MD എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും അല്ലേ. MD കസേരയിൽ ഒരാളല്ലേ ഇരിക്കുള്ളൂ. അപ്പോൾ അതാരാണ് എന്ന് തീരുമാനിക്കുന്നതാണ് അല്ലേ. അതായത് which the company proposed to enter with any individual for appointment as its managing director or whole time director or manager is another document which is required to be submitted to the registrar. അല്ല, ആരാണ് നമ്മുടെ ഹോൾ ടൈം മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കൂടെ അതിൻ്റെ ഒരു എഗ്രിമെൻ്റ് കൂടെ കൊടുക്കണം. ഓക്കെ, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ആണ്. അതായത് ഈ ഒരു കമ്പനി, എൻ്റെ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട നിയമപരമായിട്ട് വേണ്ട എല്ലാ ഡോക്യുമെൻസും ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ അല്ലേ. അതായത് റിക്വയർമെൻറ്റ്സ് പെർട്ടൈനിങ് ടു രജിസ്ട്രേഷൻ ഹാവ് ബീൻ എന്താണ് complied with to be submitted to the registrar with the above mentioned document for getting the company registered under the law അല്ലേ. ക്ലിയർ? ഞാൻ ഈ പറഞ്ഞ സാധനമാണ് ഇപ്പോൾ വായിച്ചത്. ഇനി റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഫീ ആണ്. ഈ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഫീ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടാവും, രജിസ്ട്രേഷൻ ആണ്, ഫണ്ട് പൈസ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ കമ്പനിയുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും രജിസ്ട്രേഷൻ ഫീയും വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് നെസസറി ഫീ ഹാസ് ടു ബി പെയ്ഡ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി. ദ എമൗണ്ട് ഓഫ് സച്ച് ഫീ ഷാൽ ഡിപ്പെൻഡ് ഓൺ ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ക്ലിയർ? ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേജ് ആണ് അല്ലേ, സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കമ്പനി എന്ത് ചെയ്യുന്നു, നിയമപരമായിട്ട് നിലവിൽ വരുന്നു, കമ്പനി ജനിക്കുന്നു. സോ ഇതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലേ. ഇൻകോർപ്പറേഷൻ ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ ദ കമ്പനി ഫോർമേഷൻ. ഓക്കെ, കമ്പനി ഫോർമേഷൻ. ഇൻകോർപ്പറേഷൻ മീൻസ് രജിസ്ട്രേഷൻ. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ആണ്. കമ്പനീസ് ആക്ട് പ്രകാരം 2015, ഇപ്പം എന്താണ് 2013 ആണ് അല്ലേ. A certificate of incorporation is issued to the company which signify the birth of the company. അതായത് പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇനി ലീഗൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഓക്കെ, പക്ഷെ പബ്ലിക് കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ കയ്യിൽ ക്യാപിറ്റൽ സെറ്റ് ആയിട്ടില്ല. പ്രൈവറ്റ് കമ്പനിക്കാരുടെ കയ്യിൽ ക്യാപിറ്റൽ സെറ്റാണ്, അപ്പോൾ അവർക്ക് ആ ഒരു ദിവസം മുതൽ എല്ലാം ചെയ്യാം. ക്ലിയർ അല്ലേ? സെറ്റ്. ഇനിയാണ് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മുടെ പബ്ലിക് കമ്പനികൾ മാത്രമാണ് ചെയ്യുക. അതായത് അവർക്ക് ഫൈനാൻഷ്യലി കൂടെ അവർ സ്റ്റേബിൾ ആവണം, എന്നാലല്ലേ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഫൈനാൻഷ്യലി കൂടെ അവർ ഓക്കെ ആണ്, സെറ്റപ്പ് ആണ് എന്ന് നിയമപരമായിട്ട് തെളിവിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അവർ സ്വരുക്കൂട്ടുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനിൽ നടക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. Public company can raise the required fund from the public means by means of issuing shares and debentures അല്ലേ. അതായത് ഇവരെങ്ങനെയാണ് ഫണ്ട് ജനറേറ്റ് ചെയ്യുക, അതായത് മെയിനായിട്ട് നമ്മൾ ഷെയർ മാർക്കറ്റ് വഴിയായിരിക്കും
ഷെയർ മാർക്കറ്റ് വഴിയായിരിക്കും ക്യാപിറ്റൽ എന്ത് ചെയ്യുക, ഓതറൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഷെയർ മാർക്കറ്റിലേക്ക് അവർക്ക് പോയിട്ട് ക്യാപിറ്റൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഫണ്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് സെബി അപ്രൂവൽ ആണ്. ഓക്കെ, സെബി അപ്രൂവൽ എന്ന് പറഞ്ഞാൽ, സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. വേണമെങ്കിൽ ഇത് നോക്കി വെച്ച് ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കും. Okay, a public company inviting fund from the general public must make adequate disclosure of all relevant information and must not conceal any material information from the potential investors. അല്ലേ, അപ്പോൾ സെബിയുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് സെബിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണം. പിന്നെ അത് മാത്രമല്ല, സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് സെബി എന്ന് പറയുന്നത് അല്ലെ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഇതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതാണ് നമ്മുടെ പാളയം പച്ചക്കറി, അല്ലെങ്കിൽ ഇത് ഒരു ചന്തയാണെന്ന് വിചാരിക്കാം. ഇവിടെ കുഞ്ഞു 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 കടകളുണ്ടാവും അല്ലേ. ഇവിടെയൊക്കെ നമുക്ക് എന്ത് കിട്ടും, പച്ചക്കറികൾ കിട്ടും അല്ലെ, പച്ചക്കറികൾ കിട്ടും. അപ്പോൾ ഈ കടകളിലൊക്കെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ തക്കാളി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് തക്കാളികൾ കൂടെ എന്ത് ചെയ്യണം, വാങ്ങണം എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള തക്കാളികളെ വിൽക്കണം എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള തക്കാളികളെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഓരോ കടയിലും കൊടുത്താലേ, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കടയിൽ കൊടുത്താലേ നിങ്ങളുടെ തക്കാളി വിൽക്കപ്പെടുകയുള്ളൂ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള തക്കാളി എന്ന് പറയുന്നത് നിങ്ങളുടെ ഷെയർസാണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലും കൊടുത്താൽ മാത്രമേ, ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുത്താൽ മാത്രമേ എന്താവുകയുള്ളൂ, നിങ്ങളുടെ ഷെയർസ് വിൽക്കുള്ളൂ. അപ്പോൾ ഈ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും കൂടെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെബി എന്ന് പറയുന്നത്. മനസ്സിലായോ? സെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, സെബി പറഞ്ഞിരിക്കുന്നത് പ്രകാരം കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ജനറൽ പബ്ലിക്കിനെ അറിയിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഫയലിംഗ് പ്രോസ്പെക്ടസ് അല്ലേ, എന്ത് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ പ്രോസ്പെക്ടസ് കൊടുക്കണം. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോസ്പെക്ടസ് or statement in lieu or prospectus must be filed with the registration of a company. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ആണ് ജനറൽ പബ്ലിക്കിനാണ്. അതായത് നമ്മളിങ്ങനെ കല്യാണത്തിന് വരണം, അല്ലെങ്കിൽ ഇന്ന പരിപാടി ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ കൊടുക്കില്ലേ, അതേപോലെ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊടുക്കുന്ന നോട്ടീസാണ്. അതായത് ജനങ്ങൾക്കറിയില്ല ഇങ്ങനെ ഒരു കമ്പനിക്ക് പൈസ വേണ്ട കാര്യം. അവർക്ക് വേണ്ട കാര്യം അറിയുന്നത് എപ്പോഴാണ്, ഇതുപോലുള്ള നോട്ടീസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇവിടെ ഇപ്പോൾ എവിടെയെങ്കിലും ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ പരിപാടി നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണത് അതിനെക്കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴേ അറിയുള്ളൂ, എന്നാലേ പോകാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിലും ഷെയർസ് വേണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം, ഒക്കെ എനിക്ക് ഷെയർസ് വേണം എൻ്റെ കമ്പനിക്ക് എന്ന് ഈ ഇൻവിറ്റേഷൻ കൊടുത്താൽ മാത്രമേ പബ്ലിക്കിന് മനസ്സിലാവുള്ളൂ. ഈ ഇൻവിറ്റേഷനിൽ അവർ എന്തുകൂടെ ചെയ്യും, എത്ര ഷെയർസ് ആണ് കൊടുക്കാനുള്ളത്, എത്രയാണ് ഓരോ ഷെയർസിനുള്ളത്, എന്താണ് കമ്പനി, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവിറ്റേഷൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോയിൻമെന്റ് ഓഫ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ് ഒക്കെയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഷെയർസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുത്തു എന്ന് വിചാരിക്കും. ഒത്തിരി പേര് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ, നല്ലൊരു ബൂം പീരീഡിലാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റൊക്കെ നല്ല കത്തി നിൽക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക. അതായത് അവിടെ ഒത്തിരി പേര് ഈ ഷെയർസ് വാങ്ങാൻ വേണ്ടി വരുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ലക്കി ഭാസ്കർ സിനിമ കണ്ടിട്ടുണ്ടോ? ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടതാണ് DQൻ്റെ. അതിൽ കണ്ടിട്ടുണ്ട് ആളിങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ കമ്പനിയുടെ ഷെയർസ് ഒക്കെ വാങ്ങുന്നത്. അതാണ് പരിപാടി. ക്ലിയർ? കണ്ടിട്ടുണ്ടോ ആ സിനിമ? കണ്ടാൽ നിങ്ങൾക്ക് യെസ് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ കണ്ടില്ലേ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഷെയർസ് വാങ്ങിക്കുകയാണ് ചെയ്യണത്, എന്നിട്ട് ഷെയർസ് മറച്ചു വെക്കുക. അപ്പം നല്ല ബൂം പീരീഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേര്, നല്ല സമയം, എന്താ പറയുക, ഇപ്പോൾ സീസൺ ടൈം എന്നൊക്കെ പറഞ്ഞ മാതിരി നല്ല കാലഘട്ടം ഉണ്ടാവും, നല്ലൊരു ടൈം, കുറേ ആൾക്കാർ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നൊരു സമയമുണ്ട്, അതിനാണ് ബൂം പീരീഡ് എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വാങ്ങിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസകളൊക്കെ എന്താണ്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല, പ്രൊസീജിയേഴ്സ് ഇനിയുണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് തീരുന്നതിന് മുൻപ് നമുക്ക് കിട്ടുന്ന പൈസ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കമ്പനിയുടെ ആവശ്യങ്ങളിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് കമ്പനിയിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റൂ. ചില സമയത്ത് നമുക്കതൊക്കെ ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടിയൊക്കെ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട്, അപ്പോൾ അതിനുവേണ്ടി ബാങ്കേഴ്സിനെയും പിന്നെ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ
കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഷെയർസ് വിൽക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ, പിന്നെ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ടാവും. അതായത് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പറയുകയാണ് നിങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇത്ര ശതമാനം ഷെയർസ് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന, സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരില്ലേ അവർ. ഓക്കെ, അപ്പോൾ റേസിംഗ് ഫണ്ട് ഫ്രം ദ പബ്ലിക് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് പ്രൊസീജിയേഴ്സ് അല്ലേ. അപ്പോൾ ബാങ്കർ കളക്ട് ദ ആപ്ലിക്കേഷൻ മണി ഫ്രം ദ പബ്ലിക്, ബ്രോക്കേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ദ ആപ്ലിക്കേഷൻ ഫ്രം ദ ആപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് എൻകറേജ് ദ പബ്ലിക് ടു അപ്ലൈ ഫോർ ദ ഷെയർസ് ആണ്. ഈ അണ്ടർ റൈറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ഗിവ് ഗ്യാരണ്ടി ടു ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ ഗിവിംഗ് ആൻ അണ്ടർടേക്കിംഗ് ടു ബൈ ദ ഷെയർസ് ഓഫ് എ കമ്മീഷൻ ഇഫ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. അപ്പം നിങ്ങളിപ്പോൾ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സെബീൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഷെയർസ് വേണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ കൊടുക്കുന്ന സമയത്ത് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഷെയർസ് ഉണ്ട്, ആ ഷെയർസ് വിറ്റിട്ട് എനിക്ക് എനിക്ക് ക്യാപിറ്റൽ വേണം എന്ന് പറയുമ്പോൾ സെബി പറയും ഓക്കെ ഇത്ര സമയം തരാം. ഓക്കെ, ആ സമയത്തിനുള്ളിൽ നിൻ്റെ മിനിമം ഇത്രയെങ്കിലും ഷെയർസ് വിറ്റ് പോയിട്ടില്ലെങ്കിൽ നിൻ്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ നീ എന്ത് ചെയ്യണം? അതുവരെ കിട്ടിയ പൈസയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും 1 മുതലേ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ചിലപ്പോൾ ഈ അണ്ടർ റൈറ്റേഴ്സ് പറയുമല്ലേ ഇത് ഇത്ര ഈ ഒരു സമയത്തിന്, ഇപ്പോൾ സെബി പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഷെയർസ് ആരും വാങ്ങിച്ചില്ല, എത്ര ശതമാനം ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നൊക്കെ പറയുന്നതിനാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ്, അത് മനസ്സിലായോ? അങ്ങനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ, ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനം അല്ലേ. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെബിയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത്, ഞാൻ ഒന്നുകൂടെ പറയാം, സെബിയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ നമുക്ക് ഇത്ര സമയം എന്ന് പറഞ്ഞൊരു ടൈം പീരീഡ് തരും. അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷെയർസ് എത്രയാണോ നമ്മൾ ഷെയർസ് ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ നമ്മുടെ ഷെയർസിൻ്റെ സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം മിനിമം 90% ഷെയർസ് എങ്കിലും വാങ്ങിക്കണം. ഇപ്പോൾ 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം ഷെയർ ക്യാപിറ്റലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം 90,000 രൂപയെങ്കിലും ഈ ഒരു അവരൊരു ടൈം പീരീഡ് തരും. 90,000 രൂപയല്ലേ, ശതമാനമല്ലല്ലോ, 90,000 രൂപയെങ്കിലും എന്ത് ചെയ്യണം? ഞങ്ങളൊരു സമയം തരും, അതിനുള്ളിൽ ആളുകൾ വാങ്ങിച്ചിരിക്കണം. മിനിമം ആണ്. 1 ലക്ഷം കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പോൾ ഈ 90,000 രൂപയെങ്കിലും ഇത്ര ടൈം പീരീഡ്, ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, ആ എക്സ്പയറി ഡേറ്റിന് മുൻപ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ ചെയ്തൊക്കെ തിരിച്ചു കൊടുക്കണം, ഇതുവരെ പൈസ തന്ന ആൾക്കാർക്കൊക്കെ തിരിച്ചു കൊടുക്കണം, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Okay, the minimum amount of capital which must be subscribed by the public before a public company can allot shares is known as minimum subscription. This must be stated in the prospectus. If minimum subscription is not obtained, application money received must be returned to the applicants. അല്ല, നേരത്തെ പറഞ്ഞതുപോലെ അവർ നമുക്ക് എന്തെങ്കിലും പൈസ തന്നിട്ടുണ്ട് വിചാരിക്കുക, കുറച്ച് ആൾക്കാർ നമ്മളെ ഷെയർസ് വാങ്ങിച്ചു, പക്ഷേ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്താത്തത് കൊണ്ട് ആ ആപ്ലിക്കേഷൻ മണിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആപ്ലിക്കൻസിൽ തന്നവർക്ക് തന്നെ കൊടുക്കണം. ഇതൊക്കെ കറക്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ നമ്മളുടെ പ്രോസ്പെക്ടസിൽ പറയണം, ഇതാണ് ഇത്രയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ വരുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വേണം എന്നുള്ളത്. ഓക്കെ, ഡേറ്റ് കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണമല്ലോ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ മാർക്കറ്റിൽ കുറേ കടകളുണ്ടാവും അല്ലേ? അപ്പോൾ ഷെയർസ് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും കടകളുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ കടകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളതിനെ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിലെ ഓരോ കടേനെയും പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ നിങ്ങളുടെ തക്കാളി കൊടുത്താലല്ലേ വിൽക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെങ്കിലും മിനിമം ഏതെങ്കിലും ഒന്നിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം അല്ലേ? അത് കമ്പനി മസ്റ്റ് ഗിവൻ ആൻ ആപ്ലിക്കേഷൻ ടു അറ്റ്ലീസ്റ്റ് 1 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ പെർമിഷൻ ടു ഡീൽ ഇൻ ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഇനി അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 90% വാങ്ങിച്ചു, അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷനും സെറ്റാക്കി കഴിഞ്ഞാൽ ഇനി കമ്പനിക്ക് എന്ത് ചെയ്യാം? ഷെയർസ് അലൗട്ട് ചെയ്യാം. ഓക്കെ, അതായത് വൺസ് പെർമിഷൻ ഫ്രം a stock exchange is obtained, the company proceed with the allotment of shares as per the SEBI guidelines. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ആർക്കൊക്കെ ഷെയർസ് കൊടുക്കണം, എത്ര ആൾക്കാർ എത്ര രൂപയാണ് തന്നത്, എത്ര ഷെയർസ് വേണം എന്നാണ് പറഞ്ഞത്, അങ്ങനെയുള്ള എല്ലാ കണക്കും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി എന്തായി? കമ്പനി ഫൈനാൻഷ്യലി സെറ്റായി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ? അതായത് 3ാമത്തെ സ്റ്റേജ് അല്ല, 3rd അല്ലല്ലോ, 4th അല്ലേ? 4th സ്റ്റേജ് അല്ലേ? അതായത് ഫൈനാൻഷ്യലി സെറ്റ് ആണ് എന്ന് കാണിക്കുന്നത് അല്ലേ? കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ലിറ്ററലി മീൻസ് ദ ഒഫീഷ്യൽ സ്റ്റാർട്ട് ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് അല്ലേ? കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസിന്റെ ഒഫീഷ്യൽ സ്റ്റാർട്ട് ആണ് വരുന്നത്.
The requirement of a commencement of business declaration exists primarily to protect the public and ensure that the company is financially stable before it start operation. അല്ലേ? അപ്പോൾ പബ്ലിക്കിന് കൊടുക്കുന്ന ഗ്യാരണ്ടി ആണല്ലേ എന്ത് ആ കമ്പനി ഫൈനാൻഷ്യലി സെറ്റ് ആയിട്ടുണ്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് എന്നുള്ളത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? While the certificate of incorporation gives company life, the commencement of business declaration gives it permission to act. അല്ലേ? അപ്പോൾ ഇൻകോർപ്പറേഷൻ വഴി അവർക്ക് എന്താണ് കമ്പനി നിലവിൽ വന്നു, അതിന് ജീവൻ വന്നു, ബർത്ത് സംഭവിച്ചു. പക്ഷേ അതിന് ആക്ഷൻ അല്ലേ, അതായത് പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ എന്ത് വേണം? കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ സാധനം കിട്ടണം. അത് പബ്ലിക് കമ്പനിയുടെ കേസിൽ മാത്രമാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഏത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ മെമ്മോറാണ്ടം എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ്. എന്തിനാണ് കമ്പനി ഫോം ചെയ്തത് അല്ലേ? ഡിഫൈൻ ദ ഒബ്ജക്റ്റ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് ഫോംഡ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒബ്ജക്റ്റീവ് എന്താ? റൂൾസ് ഓഫ് ഇന്റേണൽ മാനേജ്മെന്റ് ആണ്. ഇന്റേണൽ മാനേജ്മെന്റ് റൂൾസ് ആണ്. പിന്നെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇത് മെയിൻ ഡോക്യുമെന്റ് ഓഫ് ദ കമ്പനി ആണെങ്കിൽ ഇത് സബ്സിഡറി ഡോക്യുമെന്റ് അല്ലേ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്ത് കമ്പനിയാണോ ആ കമ്പനിക്ക് അനുസരിച്ചായിരിക്കും അതിന്റെ ഇന്റേണൽ റൂൾ ബുക്കും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സബ്സിഡറി ഡോക്യുമെന്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. റിലേഷൻഷിപ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അതിൽ കമ്പനി ഔട്ട്സൈഡ് വേൾഡ് ആയിട്ടുള്ള ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇത് മെമ്പേഴ്സ് ആണ് അല്ലേ? റിലേഷൻഷിപ്പ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കനോട്ട് റെക്ടിഫൈഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ? അത് മെയിൻ ഡോക്യുമെന്റ് ആണ്. നമുക്ക് നമ്മുടെ ഭരണഘടന എപ്പോഴെങ്കിലും ഇങ്ങനെ തിരുത്തി മാറ്റാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ചേർത്ത് നിർത്തണം അല്ലേ? അതേപോലെ തന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റെക്ടിഫൈ ചെയ്യാം നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരം, പക്ഷെ അത്ര ഈസി അല്ല. പക്ഷെ ഇതെന്താണ്? നമുക്ക് മെമ്പേഴ്സ് റൂൾ ബുക്ക് അല്ലേ, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ് എല്ലാ കമ്പനിയിലും. ഇത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ എന്താണ്, പബ്ലിക് കമ്പനിക്ക് അവരുടേതായ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണമെന്നില്ല. പക്ഷെ അതിന് പകരം അവർ എന്ത് ചെയ്യും? ടേബിൾ എഫ് അല്ലെങ്കിൽ ടേബിൾ എ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ടേബിൾ ഉണ്ടാവും കമ്പനീസ് ആക്ടിൽ, അത് അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെറ്റ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? MSMEയിലേക്ക്. ഓക്കെ, MSMEയിലേക്ക് പോവാം. സെറ്റ്. ഈ ഒരു ചാപ്റ്റർ സെറ്റാണോ? ഈ ഒരു ചാപ്റ്റർ സെറ്റ് അല്ലേ? റെഡിയാണോ? അങ്ങനെയാണ് നമുക്ക് MSMEയിലേക്ക് പോകാം. കുഞ്ഞു ചാപ്റ്ററാണ്. മെയിനായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ ലിമിറ്റേഷൻസ് ആണ് പഠിച്ച് വെക്കേണ്ടത് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് MSMEയിൽ. ഓക്കെ, അപ്പോൾ MSME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇന്ത്യയിൽ എന്തുണ്ട്? ഒത്തിരി കുഞ്ഞ് ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലേ? കുഞ്ഞു ഇൻഡസ്ട്രീസ് ഉണ്ട്. ഈ ഇൻഡസ്ട്രീസിനെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഈ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പലതും പല സൈസായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൈക്രോ, സ്മോൾ, മീഡിയം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മെയിൻ ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഓപ്പറേഷൻ ലെവൽ അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണലും മോഡേണും അല്ലേ? ഇൻ ഇന്ത്യ വില്ലേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് സെക്ടർ കൺസിസ്റ്റ് ഓഫ് ബോത്ത് ട്രഡീഷണലും ഉണ്ട് മോഡേണും ഉണ്ട് അല്ലേ? അതായത് വില്ലേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ടുഗെദർ പ്രൊവൈഡ് ദ ലാർജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യ അല്ല, ഇനി ലോകത്ത് ഏതൊരു രാജ്യത്തെടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വേൾഡ് എക്കണോമി ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യൻ എക്കണോമി ആയിക്കോട്ടെ, നമ്മൾ ഇന്ത്യക്കാരാണ്, നമുക്കപ്പോൾ ഇന്ത്യയിലെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യൻ എക്കണോമിയിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നാണ്. കാരണം സ്മോൾ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ടും ചെറിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റോടും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ലോക്കലി അവൈലബിൾ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നത് കൊണ്ടെല്ലാം എന്താണ് ചെറിയ രീതിയിൽ പെട്ടെന്ന്
ചെയ്തെടുക്കാവുന്ന കമ്പനി അല്ലെങ്കിൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ മോഡേൺ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മോഡേൺ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് മെയിൻ ആയിട്ടുള്ളത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അതായത് പവേഴ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് മെഷീൻസ്, ഇലക്ട്രിസിറ്റി അത് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. പിന്നെ പവർ ലൂംസ്. ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ മെത്തേഡാണ്, പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്ന കൈത്തൊഴിലുകൾ പോലത്തെ ഉണ്ടല്ലോ, അതായത് ഹാൻഡ്ലൂംസ്, ഹാൻഡിക്രാഫ്റ്റ്, ക്വയർ, സെറികൾച്ചർ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ഒക്കെയാണ് നമ്മൾ ട്രഡീഷണൽ ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഓക്കെ, സെറ്റ്. In small scale industry, several parameters used to measure the size of the business units അല്ലേ. അപ്പം നമ്മളെ ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്മോള്, മീഡിയം, ലാർജ് അല്ല സ്മോള്, മൈക്രോ, സ്മോള്, മീഡിയം എന്നൊക്കെ പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ കടന്നു വരവോട് കൂടിയിട്ട് ഈ ഇൻഡസ്ട്രീസ് ഒക്കെ ഒത്തിരി കോമ്പറ്റീഷൻ നേരിടാൻ വേണ്ടി തുടങ്ങി. കാരണം ഇവരൊക്കെ പാവങ്ങളാണ് അല്ലേ, കുഞ്ഞ് ഇൻഡസ്ട്രീസ് ആണ്, വലിയ രീതിയിലെ ഫണ്ടൊന്നും അവരുടെ കയ്യിൽ ഇല്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വലിയ വൻകിട കമ്പനികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ വന്നപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി അവർ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ വലിയ കമ്പനികളേക്കാൾ കൂടുതൽ ചെറിയ കമ്പനികളാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണമെന്ന് ഗവൺമെൻറ്റിന് മനസ്സിലായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടെ ഒരു കുടക്കീഴിൽ അല്ല നിയമത്തിൻ്റെ എന്താണ് അതിനൊരു പേര് പറയാം, പരിരക്ഷയോ പരിരക്ഷയിൽ കൊണ്ടുവന്നു. കറക്റ്റ് മലയാളം വീട് അത് തന്നെയാണോ, പരിരക്ഷ എന്ന് തന്നെയല്ലേ പറയാ? അത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചല്ലേ, എല്ലാത്തിനെയും ഒരു ലീഗൽ എന്താ പറയുക ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു. അതാണ് സംഭവം. ഓക്കെ, അതായത് നമ്പർ ഓഫ് പേഴ്സൺ എംപ്ലോയിഡ് ഇൻ ബിസിനസ് അല്ലേ. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ ചെറിയ ഇൻഡസ്ട്രി, വലിയ ഇൻഡസ്ട്രി എന്നൊക്കെ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം അതിൽ എംപ്ലോയീസ് ഉണ്ട്, ആ കമ്പനിയിൽ എത്രമാത്രം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയുണ്ട്, വോളിയം ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അല്ലേ, എത്രമാത്രം കമ്പനി ടേൺ ഓവർ സംഭവിക്കുന്നുണ്ട്, പിന്നെ എത്രമാത്രം അവർ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് മൈക്രോ ആണോ, സ്മോൾ ആണോ, മീഡിയം ആണോ എന്നൊക്കെ തീരുമാനിക്കണം അല്ലേ. ക്ലിയർ? അതായത് the definition used by the government of India describe small industries is based on the investment in plant and machinery. Plant and machinery ആ ബിസിനസ്സിലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അതിൻ്റെ ബേസിൽ അത് മൈക്രോ ആണോ, സ്മോൾ ആണോ, മീഡിയം ആണോ എന്ന് തീരുമാനിക്കും. ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ദ MSME ഡെവലപ്മെൻറ്റ് ആക്ട് ഒക്ടോബർ 2026 കൊണ്ടുവരുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പം മെയിനായിട്ട് ഇവർ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുക, ഗവൺമെൻറ് പറഞ്ഞല്ലോ അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം നിങ്ങളൊരു മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് വിചാരിക്കും, മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്, ഈ പവർ ലൂം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ എന്താ പറയുക, അതിൻ്റെ പേര് ഞാൻ മറന്നല്ലോ, നമ്മൾ ഈ നെയ്ത്ത് പോലത്തെ സംഭവം ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ പേര് കിട്ടുന്നില്ല. ഓക്കെ, ആ സംഭവമല്ലേ ഈ നെയ്യുന്നൊക്കെ എന്താണ്, അതും മാനുഫാക്ചറിങ് ആണല്ലേ. അതായത് സാരി അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സ് ഒക്കെ എന്താണ് ഉണ്ടാക്കാണ്, പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 25 ലക്ഷത്തിനുള്ളിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലെ മൈക്രോ ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊരു സർവീസ് ഇൻവെസ്റ്റ്മെൻറ്റ്, സർവീസ് റിലേറ്റ് ചെയ്ത് ഈ പ്രൊഡക്ഷൻ റിലേറ്റ് ഒന്നും അല്ല, സർവീസ് പോലത്തെ മറ്റെന്തെങ്കിലും ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 ലക്ഷത്തിനുള്ളിലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോ എൻ്റർപ്രൈസ് സൈസ് കൺസിഡർ ചെയ്യും. ഇനി സ്മോൾ എൻ്റർപ്രൈസ് ആയിട്ട് നിങ്ങളെ ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മാനുഫാക്ചറിങ് ടൈപ്പ് ബിസിനസ് ആണെങ്കിൽ അവിടെ നിങ്ങളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 25 ലക്ഷത്തിനും 5 കോടിക്കും ഉള്ളിലുള്ളതായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ നിങ്ങളൊരു സർവീസിൻ്റെ ഉള്ളിലുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സ്മോൾ എൻ്റർപ്രൈസ് എന്ന് നിയമപരമായിട്ട് കൺസിഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ 10 lakhനും 2 crores ഇടയിലായിരിക്കും. ഇനി മീഡിയം എൻ്റർപ്രൈസ് ആവുമ്പോൾ അതെന്ന് പറയുമ്പോൾ 5 കോടിക്കും 10 കോടിക്കും ഇടയിലായിരിക്കും മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെത്, അല്ലാത്തത് 2 കോടിക്കും 5 കോടിക്കും ഇടയിലായിരിക്കും.
സെറ്റ്. ഇങ്ങനെയാണ് ഗവൺമെൻറ് കണക്ക് പ്രകാരം ഉള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ MSMEയുടെ റോൾ അല്ലേ. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത്രമാത്രം ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? കാരണം റീജിയണൽ ഡെവലപ്മെൻറ്റ്, ബാലൻസ്ഡ് റിലീജ് അല്ലേ, അതായത് റൂറൽ ഏരിയാസിലും അതുപോലെ അർബൻ ഏരിയാസിലും എന്ത് ചെയ്യണം, അർബൻ ഏരിയാസിലും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് എപ്പോഴും ഡെവലപ്മെൻറ്റ് അർബൻ ഏരിയാസിലായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ റൂറൽ ഏരിയാസ് എങ്ങനെയാണ് ഈ പാവപ്പെട്ട ഒരു ദാരിദ്ര്യം, തൊഴിലില്ലായ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ കുഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രകാരം തുടങ്ങാൻ പറ്റുന്ന ഇത്തരം MSME പോലുള്ള സംരംഭങ്ങളെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂറൽ ഏരിയാസിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം, അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. അതുകൊണ്ട് തന്നെ ഈ ഏരിയാസിലൊക്കെ അവർക്ക് എന്താണ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ. കാരണം എന്തുകൊണ്ടാണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടുന്നത്? ഇവരെല്ലാം യന്ത്രങ്ങളെക്കാൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ല, ലേബർ അല്ലേ, ആളുകളിൽ ലേബേഴ്സ് ഇൻറ്റൻസീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന കുഞ്ഞു സംരംഭങ്ങളിൽ തന്നെ ഒത്തിരി അല്ലേ, നമുക്ക് സാധാരണ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസംഷൻ ഗുഡ്സ് ആണ് അവരെന്ത് ചെയ്യുന്നത്, കൂടുതലും യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ എനോമസ് വെറൈറ്റി പ്രോഡക്ട്സ് വിച്ച് ഇൻക്ലൂഡ് മാസ് കൺസംഷൻ ഗുഡ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചീപ്പ്, സോപ്പ്, ഇതൊക്കെ നമ്മൾ ആൾക്കാർ വലിയൊരളവിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു സംരംഭങ്ങൾ ഒത്തിരി വെറൈറ്റി സോപ്പുകളൊക്കെ കാണാറില്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ ഒരു MSME വഴിയാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓൺട്രപ്രന്യൂർഷിപ്പ് അല്ലെ, സംരംഭകത്വത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പേര് എന്താണ് ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ള ലെവലിലേക്ക് വരും. പിന്നെ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. പിന്നെ ലോക്കലി അവൈലബിൾ റിസോഴ്സസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് ആൻഡ് ഫേം ടൈംലി ഡിസിഷൻ ആണ് അല്ലേ. വളരെ കുറച്ച് ആൾക്കാർ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ produce simple products using simple technology and depend on locally available resources. Both materials and labors can be set up anywhere in the country അല്ലേ. അതുകൊണ്ട് തന്നെ സിമ്പിൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ലോക്കലി അവൈലബിൾ ആയിട്ട് റിസോഴ്സസ് വെച്ചിട്ട് അത് ആൾക്കാരെ വെച്ച് ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും നമുക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ദീസ് ഹാവ് എ ഇൻഹറൻറ്റ് സ്ട്രെങ്ത് ഓഫ് അഡാപ്റ്റബിലിറ്റി ആൻഡ് പേഴ്സണൽ ടച്ച് ആൻഡ് ദെർഫോർ മെയിൻറ്റെയിൻ ഗുഡ് പേഴ്സണൽ റിലേഷൻ വിത്ത് ബോത്ത് കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ് അല്ലേ. പിന്നെ അതുപോലെ അധികം ഈ നാട്ടിൻ പുറത്തും പിന്നെ പരമ്പരാഗതമായിട്ട് കൈമാറി വന്നതുകൊണ്ടൊക്കെ നമുക്ക് മറ്റ് വലിയ വൻകിട കമ്പനികളെക്കാൾ അവർക്ക് കസ്റ്റമേഴ്സായിട്ട് കൂടുതൽ എന്തായാലും നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അല്ലേ കസ്റ്റമേഴ്സും അധികം ഉണ്ടായിരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ അഡാപ്റ്റബിലിറ്റി ഇവർക്ക് കൂടുതലാണ്. ഇതൊക്കെയാണ് MSMEയുടെ റോൾസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ MSME എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യലി അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. എത്രയാണ് ലിമിറ്റേഷൻസ്, നമുക്ക് ഓരോന്നും നോക്കാം. ഫൈനാൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻആഡിക്വേറ്റ് ഫിനാൻസ് ആണ് അല്ലേ. ഇപ്പോൾ അവർക്ക് ഫണ്ട് വേണമെന്നാണെങ്കിൽ പെട്ടെന്നൊക്കെ ഈ പാവപ്പെട്ട ആൾക്കാരല്ലേ തുടങ്ങുക, അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിൽ ഫണ്ട് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ബാങ്ക് ഡു നോട്ട് ലെൻഡ് മണി വിത്തൗട്ട് കൊളാക്ട്രൽ സെക്യൂരിറ്റി. കൊളാക്ട്രൽ എന്ന് പറയുമ്പോൾ ഈട് വെക്കാതെ അല്ലേ, ഈട് വെക്കാതെ ഒന്നും അവർക്ക് ഫണ്ടിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാങ്ക് ഒരിക്കലും കടം കൊടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജിൽ ഇവരെന്തായിരിക്കും ബുദ്ധിമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോകും അല്ലേ. അപ്പോൾ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിക്കേണ്ടി വരും. പിന്നെ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇഫ് ദ റിക്വയർഡ് റോ മെറ്റീരിയൽസ് ആർ നോട്ട് അവൈലബിൾ ദേ ഹാവ് കോംപ്രമൈസ് ദ ക്വാളിറ്റി ഓർ ഹാവ് ടു പേ ഹൈ പ്രൈസ് ടു ഗെറ്റ് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. പക്ഷെ ചില സമയത്ത് നമുക്ക് ഈ പറയില്ലേ ഈ കായ്ബലം കുറവാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടപ്പോൾ തെങ്ങിൻ്റെ ചകിരിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു സമയത്ത് ചകിരി കിട്ടാനില്ല എന്ന് വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാവും അല്ലെ. ചില സമയത്ത് അതിൻ്റെ ക്വാളിറ്റിയിൽ പ്രശ്നം വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെന്നെങ്കിലും ചകിരി വരുത്തുക, അതൊക്കെ എക്സ്പെൻസീവ് ആണ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പശുവിനെ കറന്നിട്ട് പാല് കൊടുക്കാമെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പാല് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ആ സമയത്ത് പശുവിന് പാല് കുറവാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, കിട്ടിയ പാലിൽ വെള്ളം ചേർക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ. 10 PM ക്ലാസ് കഴിയുമെന്നുള്ളത് നോക്കാം. പിന്നെ ഉള്ളത് മാനേജീരിയൽ സ്കില്ലാണ്. 10 മണിക്കുള്ളിൽ ക്ലാസ് തീർക്കണമെങ്കിൽ ഞാൻ സ്പീഡായിട്ട് പോകണം. എനിക്ക് സ്പീഡായിട്ട് പോകുന്നതിന് കുഴപ്പമില്ല, എനിക്ക് സ്പീഡായിട്ട് പോകാം. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ബിസിനസ് എന്താണ്, ഒരു ഒറ്റ ആളല്ലേ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരിക്കും അധികം. സ്മോൾ സ്കെയിൽ ബിസിനസ് ഇസ് ഓൺ ബൈ one person or a group of person. They may not have specialized knowledge in different fields of management അല്ലേ. ബിസിനസ്സിൻ്റെ അകത്ത് പല ടൈപ്പുള്ള മാനേജ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും അറിയുന്ന നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആവാത്തത് കൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൽ എന്തുണ്ടാവും, പ്രശ്നങ്ങൾ വരാനുള്ള പ്രശ്നമുണ്ട് അല്ലേ. അവരുടെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ടേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ മാർക്കറ്റിംഗ് എന്ന് പറയും, മാർക്കറ്റിംഗ് ഇസ് എ വീക്കർ ഏരിയ ഓഫ് സ്മോൾ ഓർഗനൈസേഷൻ. അല്ലെ, നമ്മൾ ഈ വലിയ കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. സോ ദേ ഹാവ് ടു എക്സസീവ്ലി ഡിപ്പെൻഡ് ഓൺ മിഡിൽ മെൻ who exploit them by paying low prices. അതായത് ഇവർക്ക് എന്ത് ചെയ്യണം, ഇവരുടെ പ്രൊഡക്റ്റ് വേറെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. ഇപ്പോൾ ഇവരുടെ നാട്ടിൽ മാത്രമാണ് സാധനങ്ങൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ ഇവർക്ക് ഇവരുടെ നാട്ടുകാർ കഴിഞ്ഞ് വേറെയും എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. പകരം ഇവർ എന്ത് ചെയ്യും, ഏതെങ്കിലും മിഡിൽ മെന്നെ ഉപയോഗിക്കും. അപ്പോൾ മിഡിൽ മെൻ അവർക്ക് വിറ്റ് പൈസ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പൈസയൊക്കെ മുക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ക്ലിയർ അല്ലേ? ഓ, ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ അല്ലേ. ക്വാളിറ്റി, നമുക്ക് എന്ത് വാലന്റൈൻസ് ഡേ, നമ്മളിവിടെ വന്നിങ്ങനെ ലൈവ് എടുക്കുന്നു, എന്ത് ചെയ്യാൻ, ക്വാളിറ്റി അല്ലേ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല, ഇവർക്ക് എന്ത് ചെയ്യണം, ക്വാളിറ്റിയിൽ പ്രശ്നം വരേണ്ടി വരും. അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്കിങ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ക്ലിയർ അല്ലേ? ദേ കോൺസെൻട്രേറ്റ് ഓൺ കട്ടിങ് ദ കോസ്റ്റ് ആൻഡ് കീപ്പിംഗ് ദ പ്രൈസ് ലോ. എപ്പോഴും എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് കൂട്ടുക എന്നാണ് ഇവർ എപ്പോഴും നോക്കുന്നത് അല്ലേ. ദേ ഡു നോട്ട് ഹാവ് ആഡിക്വേറ്റ് റിസോഴ്സസ് ടു ഇൻവെസ്റ്റ് ഇൻ ക്വാളിറ്റി റിസർച്ച് ആൻഡ് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ഇൻഡസ്ട്രി അല്ലെ. നോർ ഡു ദേ ഹാവ് ദ എക്സ്പെർട്ടൈസ് ടു അപ്ഗ്രേഡ് ടെക്നോളജി അല്ലേ. അപ്പം നമുക്ക് ക്വാളിറ്റി ചെക്കിങ്ങിനൊന്നുള്ള സാധനമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് മാർക്കറ്റിംഗ് skills or lack of demand, small business firm have to operate below full capacity. ഇവർക്ക് ചിലപ്പോൾ നല്ല ഭാവിയുള്ള ടീംസ് ആയിരിക്കും, അതായത് നല്ല ബിസിനസ് ഐഡിയാസ് ആയിരിക്കും. പക്ഷെ എന്താണ്, ഇത് പലതും റീച്ച് ആവുന്നില്ല എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇവരുടെ കാര്യം. ഇവർക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് ആളുകളിലേക്ക് എത്തപ്പെടാത്തത് കൊണ്ട് തന്നെ പലരും ചുരുങ്ങി ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ അവസാനത്തതാണ് ഗ്ലോബൽ കോമ്പറ്റീഷൻ അല്ലേ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് കോമ്പറ്റീഷൻ ഇസ് നോട്ട് ഓൺലി ഫ്രം മീഡിയം ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസ് ബട്ട് ഓൾസോ ഫ്രം മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലേ. ഇവരുടെ കയ്യിൽ എന്തുണ്ട്, വലിയ വലിയ കമ്പനീസിൻ്റെ കടന്ന് വരവോട് കൂടിയിട്ട് ഇവർ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ഇനിയിപ്പോൾ വിദേശ കമ്പനികളുടെ കൂടെ ഇങ്ങനെ മത്സരിക്കേണ്ട അവസ്ഥയാണ്. സെറ്റാണോ? അപ്പം ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാപ്റ്ററിലെ ഓൺട്രപ്രന്യൂർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, MSMEയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംരംഭകത്വ വികസനം, അതാണ് ഓൺട്രപ്രന്യൂർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് ഒരു സംരംഭകൻ? എന്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ്സുകാരും ഓൺട്രപ്രന്യൂറിനെയും രണ്ടായിട്ട് കാണുന്നത്? ഓക്കെ, എല്ലാ ബിസിനസ്സുകാരും ഓൺട്രപ്രന്യൂർ അല്ല, പക്ഷെ എല്ലാ ഓൺട്രപ്രന്യൂഴ്സ് എന്താണ്, ബിസിനസ്സുകാരാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം അല്ലേ. ഓൺട്രപ്രന്യൂർ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ്, ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ അവരെന്ന് പറയുന്നത് ഒരു ബിസിനസ് ഐഡിയയെ കണ്ടുപിടിച്ചിട്ട് ഒരു ഐഡിയ കണ്ടുപിടിച്ച് അതിനൊരു എന്താണ് സക്സസ്ഫുൾ ബിസിനസ് ആയിട്ട് മാറ്റുന്നവരാണ്. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ കൊണ്ടുവരുന്ന ഐഡിയ എന്ന് പറയുമ്പോൾ അതിലൊരു പുതുമയുണ്ടായിരിക്കും, ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള. ഇപ്പോൾ ഹോട്ടൽ അല്ലേ, ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഹോട്ടൽ അല്ലേ. പക്ഷെ സ്വിഗ്ഗി ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്ത് വീട്ടിലിരുന്ന് കഴിക്കുന്നു. അവരും ചെയ്യുന്നത് ഹോട്ടലുകാർ ചെയ്യുന്ന പരിപാടി തന്നെയാണെങ്കിൽ പോലും ഈ സ്വിഗ്ഗിക്കാർ ചെയ്യുന്നത്, പക്ഷേ അവിടെ എന്ത് ചെയ്തു, ഒരു ഡിഫറൻസ് വന്നു അല്ലേ. കസ്റ്റമേഴ്സിന് ഫുഡ് കിട്ടുന്ന സ്ഥലത്തിലൊരു ഡിഫറൻസ് വന്നു. ഓക്കെ, അപ്പം അതിനെയാണ് അവിടെ ഒരു വെറൈറ്റി കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ ഓൺട്രപ്രന്യൂർ എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കൺസീവിംഗ്, ലോഞ്ചിങ് ആൻഡ് മാനേജിംഗ് എ ന്യൂ ബിസിനസ് വിത്ത് എയിം ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ ആൻഡ് ജനറേറ്റിംഗ് പ്രോഫിറ്റ്. Entrepreneurs are individuals who identify opportunity അല്ലേ, ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. Entrepreneurs എന്ന് പറയുന്നത് individuals who identify opportunities in the market, develop innovative idea and take calculated risk to turn these ideas into successful business അല്ലേ. അതായത് മാർക്കറ്റിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീനെ ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ ഫീസിബിലിറ്റി സ്റ്റഡീസും നടത്തി, അതിൽ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ ടേൺ ദീസ് ഐഡിയ ഇൻ ടു സക്സസ്ഫുൾ ബിസിനസ്, എന്നിട്ട് ആ ഐഡിയനെ സക്സസ്ഫുൾ ബിസിനസ് ആക്കി മാറ്റുന്നവരെയാണ് നമ്മൾ ഓൺട്രപ്രന്യൂർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഓൺട്രപ്രന്യൂറുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇതൊരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആയിരിക്കും അല്ലേ. അതായത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്
purposeful activity. It requires അല്ലെ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഓൺട്രപ്രന്യൂർക്ക് എന്ത് വേണം? സ്കില്ലും നോളജും കോമ്പീറ്റൻസിയും എല്ലാം എന്ത് വേണം? അക്വയർ ചെയ്യണം. ഇതൊക്കെ എങ്ങനെ അക്വയർ? ഇപ്പം ജനിക്കുമ്പോഴേ ഒരാൾ സംരംഭകനായിട്ട് ജനിക്കുന്നില്ല, ഓൺട്രപ്രന്യൂർ ആയിട്ട് ജനിക്കുന്നില്ല. ഇതൊക്കെ ലേൺ ചെയ്തെടുക്കാവുന്നതുള്ളൂ. ലേൺ ആൻഡ് ഡെവലപ്പ് ത്രൂ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഒബ്സർവേഷൻ, വർക്ക് എക്സ്പീരിയൻസിൽ നിന്നെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ സ്കില്ലും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണ്. ദ ഒബ്ജക്റ്റ് ഓഫ് ഓൺട്രപ്രന്യൂർഷിപ്പ് ഇസ് ലോഫുൾ ബിസിനസ്. ബൈ ഡൂയിങ് സോ ഇറ്റ് ക്രിയേറ്റ്സ് എ വാല്യൂ ഫോർ ബിസിനസ്, ഫോർ പേഴ്സണൽ പ്രോഫിറ്റ് ആൻഡ് സോഷ്യൽ ഗെയിൻ. അല്ലെ, ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നത് സർവീസ് ആയിട്ട് ചെയ്യണതല്ല, അവരുടെ ജീവിത മാർഗമായിട്ട് ചെയ്യുന്നതാണ് അല്ലേ. അതായത് ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് ഇന്നോവേഷൻ ഉണ്ടായിരിക്കും. ബിസിനസ്സുകാരിൽ നിന്ന് ഓൺട്രപ്രന്യൂഴ്സിനെ ഡിഫറെൻ്റ് ആക്കുന്ന അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഓൺട്രപ്രന്യൂഴ്സ് ഇസ് ക്രിയേറ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഇൻവോൾവ്സ് ഇന്നോവേഷൻ. അല്ല, എങ്ങനെയാണ്? ചിലപ്പോൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്ട്സ് ആയിരിക്കാം, ഡിസ്കവറി ഓഫ് ന്യൂ മാർക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് ഇൻപുട്സ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വഴി ബിസിനസ് ചെയ്യുന്നവർ. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ ഈ ഓൺട്രപ്രന്യൂഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ പ്രൊമോട്ടർ കേസിലൊക്കെ പറയുന്നില്ല, അതേപോലെ ഓൺട്രപ്രന്യൂഴ്സ് ആയിരിക്കും ആ ഐഡിയയെ ബിസിനസ് ആക്കാൻ വേണ്ട എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും കൊണ്ടുവരുന്നത് അല്ലേ. ആ ബിസിനസ് ഐഡിയക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്, അതിലേക്കുള്ള സ്റ്റാഫ്, പിന്നെ ലാൻഡ്, അങ്ങനത്തെ പല പരിപാടികളും പ്രൊക്യൂർ ചെയ്യുന്നത് ആരാണ്? ഇവരായിരിക്കും അല്ലേ. ആൻഡ് എൻ്റെ ഓൺട്രപ്രന്യൂർ കൺസീവ്സ് എ ബിസിനസ് ഐഡിയ, മൊബിലൈസസ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി എന്ന് പറഞ്ഞതൊക്കെ ആരായിരിക്കും ചെയ്യുക? ഇവരായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ പോയിന്റ് ആണ് റിസ്ക് ടേക്കിംഗ് അല്ലേ. ഓൺട്രപ്രന്യൂഴ്സ് എന്ത് ചെയ്യും? ടേക്ക് ബിഗർ റിസ്ക് ദാൻ ദ ഇൻവോൾവ്ഡ് ഇൻ എംപ്ലോയ്മെന്റ് അല്ലേ. എംപ്ലോയ്മെന്റിലും പ്രൊഫഷനിലും ഉള്ളതിനേക്കാൾ കൂടുതൽ റിസ്ക് എടുക്കുന്നത് ആരായിരിക്കും? ഓൺട്രപ്രന്യൂഴ്സ് ആയിരിക്കും. കാരണം ഒരു അൺസർട്ടൈനിറ്റി ഓഫ് റിട്ടേൺ ആണ് അല്ലേ. ഇത് സക്സസ് ആവോ, ചെയ്യുമോ, അല്ലെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ അവർ റിസ്ക് എടുക്കുന്നു അല്ലേ. ഗ്രേറ്റർ ദ റിസ്ക് ഇൻവോൾവ്, ഹയർ ദ റിവാർഡ് ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ് ടു ദ ഓൺട്രപ്രന്യൂർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അല്ലേ ഇത്രയും പ്രൊസീജിയേഴ്സ് പറഞ്ഞു. ഒരു ഓൺട്രപ്രന്യൂർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് അവർ ഈ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്ന് അവർ മാർക്കറ്റിലേക്ക് കൊടുത്തു. എന്നിട്ട് അത് ആരെങ്കിലും കോപ്പി അടിച്ച് കഴിഞ്ഞ് പോയാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് അല്ലെ. അവരുടെ ക്രിയേറ്റിവിറ്റി ആണ്, അവരുടെ ഹാർഡ് വർക്ക് ആണ്. അതിന് മറ്റുള്ളവർ ചൂഷണം ചെയ്യുകയോ അത് അവരെടുത്തിട്ട് ഒരു പണിയും എടുക്കാതെ അത് വെച്ചിട്ട് അവർ ലാഭം ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓൺട്രപ്രന്യൂഴ്സിന് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന, ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഒരു മനുഷ്യനും തോന്നില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മനുഷ്യരുടെ ക്രിയേറ്റീവ് ഐഡിയാസിന് ഒരു നിയമപരിരക്ഷ, അതാണ് വേർഡ് അല്ലേ, നിയമപരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് IPR എന്ന് പറയുന്നത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും എന്തുണ്ട്? IPRൽ ഇടമുണ്ട്. ക്ലിയർ അല്ലേ? സെറ്റ്. എടാ, യു ആർ മൈ ഹാർട്ട് എന്ന് പറയുന്നത്, അപ്പം നിനക്ക് സ്വന്തമായിട്ട് ഹാർട്ട് ഇല്ലാത്തവനാണോ? മറ്റൊരാളെയാണോ നീ ഹാർട്ടായിട്ട് വെച്ചത്? സെറ്റ്. അതെ, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പേറ്റന്റ്, ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ, ഡിസൈന്, സെമി കണ്ടക്ടർ ലേഔട്ട് ഡിസൈന്, പ്ലാൻ വെറൈറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം പല ടൈപ്പിലുള്ള മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ, ഈ ക്രിയേറ്റിവിറ്റി എല്ലാം ഒന്നിന്റെ കീഴിലല്ല വരുന്നത്, പല ഗ്രൂപ്പായിട്ട് നമ്മൾ വെച്ചു. ഓക്കെ, അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ക്രിയേറ്റിവിറ്റിയിൽ വരുന്ന പ്രൊഡക്റ്റിനെയാണ്, ബൈ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി refers to creation of the mind such as invention, literary or artistic work, designs അല്ലെങ്കിൽ symbols, name and images used in business അല്ലേ. ബിസിനസ് പരമായിട്ട് അല്ല, ഇപ്പോൾ ഒരാൾ ബുക്ക് എഴുതുന്നു, ഇപ്പം ഞാൻ നന്നായിട്ട് പുസ്തകം എഴുതുന്നു എന്ന് വിചാരിക്കും, പക്ഷെ ഞാനത് ആർക്കും കാണിക്കുന്നില്ല, ഞാനത് എടുത്ത് വെക്കുകയാണെങ്കിൽ അതിന് ഒരു നിയമപരമായിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ പുസ്തകം അതായത് പുസ്തകം എഴുതി ആ പുസ്തകം വിറ്റ് പൈസ ഉണ്ടായത് ഒരു ബിസിനസ് മൈൻഡോട് കൂടെ ചെയ്യുന്ന എല്ലാ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിനെയും നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നാണ് പറയുക. ഓക്കെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഈസ് ഫൗണ്ട് എവ്രിവെയർ അല്ലേ. അത് മ്യൂസിക്കിലും എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്
ഇൻടാഞ്ചിബിൾ ആണ് അല്ലെ, നമുക്ക് കാണാൻ വേണ്ടി ഒരു മനുഷ്യന്റെ ക്രിയേറ്റീവിനെ കാണാൻ വേണ്ടി പറ്റില്ല. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വൺ ക്യാൻ അപ്ലൈ ടു ദ അതോറിറ്റി കൺസേൺ അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ പ്രൊട്ടക്ഷൻ. ലീഗൽ റൈറ്റ് കൺഫേർഡ് ഓൺ സച്ച് പ്രോഡക്ട്സ് ആർ കോൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലേ. അങ്ങനെയുള്ള പ്രോഡക്ട്സിന് കിട്ടുന്ന നിയമപരിരക്ഷയെ നമ്മൾ എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും. ഇനി മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നതാണ് ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഓരോരോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ കോപ്പി റൈറ്റ്, അത് നമുക്ക് മെയിൻ ആയിട്ട് കോപ്പി റൈറ്റ് എന്നൊക്കെ പറയുന്നത് ഈ കലാപരമായിട്ടുള്ള പാട്ട്, പുസ്തകം, ഇങ്ങനത്തെയൊക്കെ കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. പിന്നെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഇതൊന്നും അല്ലാതെ അല്ലെ, ഈ 7 എണ്ണം അല്ലാതെ വേറൊരാളും കൂടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെ ഭാഗമാണ്. അതാണ് ട്രഡീഷണൽ നോളജ് അല്ലെ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു സാധനമുണ്ട്, ആയുർവേദം, യോഗ അല്ലെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെ ഇന്ത്യയുടേതാണ് അല്ലെ, പൂർവികമായിട്ട് കിട്ടിയ കുറേ സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഇതൊക്കെ എന്താണ്, ഒരു ബിസിനസ് പേർപ്പസും ആണ് അല്ലെ. അപ്പോൾ ഇതിനെന്തുണ്ട്, നമ്മൾ ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ സാധനങ്ങളൊക്കെ പഠിച്ചിട്ട് വേറെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെയാണ്. ഓക്കെ, അപ്പോൾ അതിന് കിട്ടുന്ന നിയമപരിരക്ഷയാണ്. ക്ലിയർ? അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രഡീഷണൽ നോളജ് എന്ന് പറയുമ്പോൾ ഹോംലി റെമഡീസ് ആർ ട്രഡീഷണൽ മെഡിസിൻസ് ദാറ്റ് ഹാവ് ബീൻ പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ ഫോർ പാസ്റ്റ് സെവറൽ സെഞ്ചുറീസ് ആണ് അല്ലേ. ട്രഡീഷണൽ നോളജ് മീൻസ് ദ നോളജ് അല്ലെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ ഇന്നോവേഷൻ ആൻഡ് പ്രാക്ടീസസ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് അക്രോസ് ദ ഗ്ലോബ് അല്ലേ. അതിപ്പോൾ ഇന്ത്യ മാത്രമല്ല, ലോകത്ത് പല ട്രൈബൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും അവരുടേതേ മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുറേ പ്രത്യേകതരമായിട്ടുള്ള ട്രഡീഷണൽ നോളജുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്നതാണ്. സെറ്റ്. ഇനി നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ കിടക്കുകയാണ് ട്രേഡ് സീക്രട്ട് അല്ലേ. ഒന്നാണ് ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ വിച്ച് പ്രൊവൈഡ്സ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ് ആണ്. ട്രേഡ് സീക്രട്സ് ഇൻ ഇന്ത്യ ആർ പ്രൊട്ടക്ട് അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അല്ലേ. അതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മൾ പറയില്ലേ ചില ഇപ്പോൾ കൊക്കക്കോല ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ്. കൊക്കക്കോല പോലെ തന്നെ എന്തുണ്ട്, പെപ്സി ഉണ്ട്, 7up ഉണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. പക്ഷെ സ്റ്റിൽ കൊക്കക്കോലയ്ക്ക് 7upൻ്റെയോ പെപ്സിൻ്റെയോ ഒന്നും ടേസ്റ്റ് അല്ല. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിന് അവർ ഇത് കോപ്പിറൈറ്റ് ഇപ്പോൾ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീക്രട്ട് അവർക്ക് വേറെ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കോമ്പറ്റീഷനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അവരുടെ മാർക്കറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? പിന്നെ ഉള്ളത് കോപ്പി റൈറ്റ് അല്ലേ. കോപ്പി റൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ റൈറ്റ് ടു നോട്ട് കോപ്പി എന്നാണ് അല്ലെ. എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് ക്രിയേറ്റർ ഓർ prohibit the unauthorized use of the content which include reproducing അല്ലെങ്കിൽ and distributing copies of the subject matter അല്ലേ. അതായത് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സാധനങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അതിൻ്റെ ഓതറുടെ അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്ററുടെ കൺസെൻറ്റ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നതാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ, നമ്മുടെ ഇളയരാജ എന്ത് ചെയ്യും, കോപ്പിറൈറ്റ് അടിക്കും അല്ല. ഇളയരാജൻ്റെ പാട്ടൊക്കെ മറ്റേ നമ്മുടെ ലോക സിനിമയിൽ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ആ പാട്ടിന് എന്ത് ചെയ്തു, അവർ ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, 100,000 കോടി ക്ലബ്ബിൽ കയറാൻ വേണ്ടി കാത്തിരുന്നു. 100 കോടിയാണോ 1000 കോടിയാണോ എന്നാണല്ലോ, 1000 കോടിയാണെന്ന് തോന്നുന്നുണ്ട്. ക്ലബ്ബിൽ കയറാൻ വേണ്ടി കാത്തിരുന്നതും അപ്പം തന്നെ കോപ്പിറൈറ്റ് കൊടുത്തു. കാരണം അദ്ദേഹത്തിന് സമ്മതം ഇല്ലാണ്ട് അവർ ചെയ്തു. അതുകൊണ്ട് എന്താണ്, പൈസ കൊടുക്കണം അല്ലേ. ക്ലിയർ? ഇതാണ് വരുന്നത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ട്രേഡ് മാർക്കാണ്. ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന സിമ്പിൾസോ ലോഗോയോ അല്ലെങ്കിൽ വേർഡോ സൗണ്ടോ ഡിസൈനോ കളറോ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ നിന്ന്, കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അല്ലെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ കോമ്പറ്റീറ്റർ കനോട്ട് യൂസ് ദ സെയിം ഓർ സിമിലർ trademark to sell their product in the market as the same fall under the concept of deceptive similarity, which may be defined as phonetics, structural or visual similarity അല്ലേ. അപ്പം നമ്മുടെ ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ലോഗോയോ ട്രേഡ് മാർക്കോ അങ്ങനെ സാധനങ്ങളൊന്നും മറ്റ്
നമ്മളിപ്പോൾ ഇത് ഇതിൽ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് ഒന്നും ഫോണറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പം നമ്മൾ ചിലത് പറയില്ലേ നൈക്കി അല്ലെങ്കിൽ നൈക്ക് എന്നൊന്നല്ല പറയാന്നുള്ള രീതിയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലാണ് വരിക, ഈ ട്രേഡ് മാർക്കിലാണ് വരുന്നത്. പിന്നെ ഉള്ളത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളെ ഫേമസ് ആക്കുന്ന ചില പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ മൈസൂർ പാക്ക് അല്ലേ, പാക്ക് എന്ന് പറയുന്ന സാധനം വേറെ പല സ്ഥലത്തുണ്ട്, പക്ഷേ ഒതൻറ്റിക് മൈസൂർ പാക്ക് എന്ന് പറഞ്ഞാൽ മൈസൂരിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഹൽവ കുറേ സ്ഥലത്ത് കിട്ടും, പക്ഷേ കോഴിക്കോടൻ ഹൽവ അത് കുറച്ച് ഒതൻറ്റിക് ആയിട്ടുള്ള സാധനം എന്ന് പറയും അല്ലേ. അതുപോലെ ആറന്മുള കണ്ണാടി വേറെ പല സ്ഥലത്തുണ്ടെങ്കിൽ പക്ഷെ അത് ആറന്മുളയിൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അൽഫാൻസോ മാംഗോ, പിന്നെ അമ്പലപ്പുഴ പായസം, ഇങ്ങനെയുള്ള സാധനം ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ്റെ ഒക്കെ ഉള്ളിൽ വന്നതാണ്. ക്ലിയർ അല്ലേ? അതെ, പ്രോഡക്ട്സ് ഒറിജിനേറ്റിംഗ് ഫ്രം എ ഡെഫിനിറ്റ് ജിയോഗ്രഫിക്കൽ ടെറിട്ടറി വേർ a given quality, reputation or other characteristics are essentially attributable to this geographical origin. അല്ലേ, അതായത് GI അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് represent collective goodwill for a geographical region അല്ലേ. അപ്പോൾ ആ ഫുഡ് കാരണം ആ സ്ഥലത്തിനാണ് ഫേമസ് ആവുന്നത്. ക്ലിയർ? സെറ്റ്. ഇനി അവസാനത്തിലേക്കൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്, പേറ്റന്റ് അല്ലേ. പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെൻഷൻ അല്ലേ, ഇന്നോവേഷന് കൊടുക്കുന്നതാണ് നമ്മൾ പേറ്റന്റ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക്കലി ഒരു പ്രൊട്ടക്ഷൻ ലൈക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഇൻവെൻഷൻസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ പേറ്റന്റ്സ്. ദ ഓണർ ഓഫ് ദ ഇൻവെൻഷൻസ് ക്യാൻ ഗെറ്റ് ഹിസ് ഇൻവെൻഷൻ രജിസ്റ്റേർഡ് അണ്ടർ പേറ്റന്റ് അല്ലേ. അതായത് ഇല്ലാത്തൊരു സാധനത്തെ ആൾ കണ്ടുപിടിച്ചു അല്ലേ, ഒരു ഇല്ലാത്തൊരു വസ്തുവിനെ ചെയ്യുന്നതാണ് നമ്മൾ ഇൻവെൻഷൻ അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം അയാളാണ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്. അപ്പം അയാളുടെ ഐഡിയക്ക് പേറ്റന്റ് അതിനുള്ള ക്രെഡിറ്റ് അയാൾക്ക് തന്നെയാണ്. പിന്നെ അയാൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ കണ്ടുപിടിച്ച സാധനത്തെ വേറെ ആരൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത്. ക്ലിയർ അല്ലേ? Patent provides the patent owner with the right to decide how or whether the invention can be used by others. സെറ്റ്. ഇപ്പോൾ നമ്മുടെ തോമസ് ആൽവ എഡിസൺ, റൈറ്റ് സഹോദരന്മാർ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പേറ്റന്റ് എടുത്തിട്ടുണ്ട് അല്ലേ. ഇനിയുള്ളതാണ് ഡിസൈൻ. ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്ഡേൻ്റെ ഡിസൈൻ നോക്കില്ല, ഇങ്ങനെ ഇത് വേറൊരു ബിസിനസ്സിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല, അത് ഗുഡ് ഡേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ഷേപ്പ്, പാറ്റേൺ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ലൈൻസോ അല്ലെങ്കിൽ ഡിസൈൻസോ എന്ത് വേണമെങ്കിലും ആകാം. ക്ലിയർ? or color combination that is applied to any article. It is protection given to aesthetic appearance of eye-catching features അല്ലേ. അതായത് ആ പ്രൊഡക്റ്റിനെ നമ്മൾ കണ്ണിലുടക്കുന്ന ടൈപ്പ് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും അവരെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതേ സാധനം തന്നെ ബാക്കി എല്ലാവരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഏതായിരുന്നു ആ സിനിമ? സുമേഷ് ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാണോ എന്ന് ചോദിക്കുന്നില്ലേ സൗബിൻ? അത് ഏതായിരുന്നു പടം? ഏതായിരുന്നു? ഒരു യമണ്ടൻ പ്രണയകഥയാണെന്ന് തോന്നുന്നുണ്ട്. അതിൽ പറയുന്നില്ല ഒരു സാധനം എല്ലാവരും ഇട്ട് വന്നാൽ അതിൻ്റെ ക്വാളിറ്റി പോയി. അതേപോലെ തന്നെയാണ് ഡിസൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡിസൈനിൽ എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിന് ഐ ക്യാച്ചിങ് ആയിട്ട് അവർ ചെയ്ത് വെച്ച സാധനം വേറെ ആരും യൂസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലാൻ വെറൈറ്റി എന്ന് പറയുന്നത് അതായത് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിൽ ഒരു പുതിയ തരം ഒരു പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഭൂമിയിലുള്ള ചെടിയല്ല, അല്ലാതെ നമ്മൾ കുറേ റിസർച്ചും ഡെവലപ്മെൻറ്റും ചെയ്തിട്ട് ഒരു പുതിയ തരം ചെടി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഇപ്പോൾ ബിങ്കോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പൊട്ടാറ്റോസ് എന്ന് പറയുന്നത് പ്രത്യേക തരം പൊട്ടാറ്റോസ് ആണ്. അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ അവർ ചെയ്തെടുത്തതാണ്. ക്ലിയർ? അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ആ പൊട്ടാറ്റോ വേറെ ആർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇറ്റ് ഈസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് പ്ലാന്റ്സ് ഇൻ ടു കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദിയർ ബൊട്ടാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. It is a type of variety developed by farmers through R&D, research and development. This intellectual right is also be protected. Clear? പിന്നെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചിപ്പൊക്കെ യൂസ് ചെയ്യില്ലേ, ഈ ചിപ്പൊക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇൻ്റൽ അങ്ങനെ പല പല കമ്പനികളുണ്ടാവും. അപ്പോൾ ഇൻ്റലിൻ്റെ കമ്പനീനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഒരു പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും, ഇലക്ട്രോണിക്കലി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് അവർ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കമ്പനിക്കും അതേപോലെ ആ ചിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. സെമി കണ്ടക്ടർ ഇസ് എ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എവറി കമ്പ്യൂട്ടർ ചിപ്പാണ്. Any product and contain transistor and other circuitry elements used and formed on semiconductor material as an insulating material or inside the semiconductor material. It is designed to perform a electronic circuitry function ആണ്. അപ്പോൾ അതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ആർക്കും എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ?
അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ? നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇന്റർനാഷണൽ ബിസിനസ്. ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഇത് തീരും. 10 മണി ഇല്ലെങ്കിൽ 10:30 ഞാൻ തീർക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തൊട്ട് മുൻപത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഇന്റേണൽ ട്രേഡിനെ കുറിച്ച് പഠിച്ചല്ലേ. ഒരു രാജ്യത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീൻ്റെ ഉള്ളിൽ കിടന്ന് ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാതെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഒന്നിലധികം രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് ബിസിനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ അല്ലെ, ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബിസിനസ്, ഫോറിൻ ബിസിനസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ സാധാരണ ബൈയിങ്ങും സെല്ലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വസ്തുക്കൾ മാത്രമായിരിക്കും ഈ ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുക എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. പക്ഷെ അതല്ലാതെ ആളുകൾ, സർവീസ്, ഐഡിയാസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രാജ്യങ്ങളുടെ അതിർത്തിക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്നുണ്ട്. വാണിജ്യ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അതൊക്കെ എന്താണ്? ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അല്ലെ. എക്സ്റ്റേണൽ ബിസിനസ് ആണ് മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡ് ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് വൺസ് ഓൺ കൺട്രി ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ദ ഇന്റർനാഷണൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബട്ട് ഓൾസോ എന്താണ്? ക്യാപിറ്റൽ, പേഴ്സണൽ, ടെക്നോളജി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലേ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റു രാജ്യങ്ങളെ കൊടുക്കുന്നു, ട്രേഡ് മാർക്ക് കൊടുക്കുന്നു, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ഇങ്ങനത്തെ പല പരിപാടികളും ചെയ്യുന്നില്ല. ഇതൊക്കെ ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ റീസൺ ഫോർ ഇന്റർനാഷണൽ ബിസിനസിൻ്റെയാണ് നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ബിസിനസ് വേണ്ടി വരുന്നത്? നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ സാധനം ഉണ്ടാക്കിയാൽ നമുക്ക് തന്നെ കഴിച്ചാൽ പോരെ? നമുക്ക് നമ്മുടെ നാടും വീടും റേഷൻ കടയും മതി എന്ന് പറഞ്ഞിരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഇവിടെ എന്തില്ല? പെട്രോൾ എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ് അല്ലേ. പെട്രോളിയം എന്ന് പറഞ്ഞ സാധനം നമുക്കിവിടെ ഇല്ല. പക്ഷെ നമുക്കിവിടെ വണ്ടി ഓടിക്കണ്ടേ? പച്ചവെള്ളം ഒഴിച്ചാൽ വണ്ടി ഓടില്ല, അതിന് പെട്രോൾ തന്നെ വേണം. അപ്പോൾ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് അല്ലെ, ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ഇല്ലാത്ത രാജ്യങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അത് ട്രേഡാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ UAE പോലുള്ള രാജ്യങ്ങൾ നമുക്ക് വെറുതെ അയ്യോ പാവം ഇന്ത്യക്കാർ അവരിനി പെട്രോൾ ഇല്ലാണ്ട് ബുദ്ധിമുട്ടണ്ട, അവർ പാവം പെട്രോൾ യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അവർ ദാനം തരുന്നതല്ല, പൈസ കൊടുത്ത് മേടിക്കണതാണ്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന പൈസ അവരെന്ത് ദുഷ്ടന്മാരെ, ഇവർക്ക് ഇത്രയും പെട്രോൾ ഇല്ലേ, ഇവരെന്തിന് ഞങ്ങൾക്ക് പൈസ തരുന്നു, ഇവർക്ക് ഭൂമിയിൽ നിന്ന് വെറുതെ കിട്ടിയതല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ പൈസ കിട്ടിയിട്ടാണ് ആ രാജ്യം ജീവിക്കുന്നത്, ആ രാജ്യത്തെ ഗവൺമെന്റ് റൺ ചെയ്യുന്നത്, ആ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അതേപോലെ ഇന്ത്യയിലുണ്ട് അല്ലേ. അപ്പോൾ ഇന്റർനാഷണൽ ബിസിനസിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് റിസോഴ്സസ് അൺഈക്വൽ ആയിട്ടാണ് ഈ ലോകത്തിരിക്കുന്നത്, ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവർ കൊടുക്കുക എന്ന് ബൈബിളിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ കൺട്രീസ് കനോട്ട് പ്രൊഡ്യൂസ് ഈക്വലി വെൽ ഓർ ചീപ്ലി ഓൾ ദേ നീഡ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതാണ് മെയിൻ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ഇപ്പോൾ ഇന്ത്യ, അതുപോലെ ജപ്പാൻ, പിന്നെ അതുപോലെ അമേരിക്ക, ചൈന, ഇവരെല്ലാം എന്താണ് രാജ്യങ്ങളാണെങ്കിൽ പോലും ഇവരുടെ എല്ലാം സാമ്പത്തിക സ്ഥിതി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഇറാൻ, അങ്ങനെ പലസ്തീന്, ഇപ്പോൾ വേറെ രാജ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ സൗത്ത് കൊറിയ, ഇങ്ങനെ പല രാജ്യങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കാം. ഇവിടെയെല്ലാം ആൾക്കാർ ഒരേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണോ? അല്ല അല്ലേ. അപ്പോൾ ചില രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, ചിലത് ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്, പിന്നെ അണ്ടർ ഡെവലപ്മെൻറ്റിൽ കിടക്കുന്നതുണ്ട്. അപ്പം നമ്മളൊരു ഡെവലപ്ഡ് കൺട്രിയിൽ പോയിട്ട് അവിടെ എപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ അമേരിക്ക, ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു 50 ലക്ഷം വെച്ചിട്ട് അമേരിക്ക പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത്ര കാലമൊന്നും ജീവിക്കാൻ വേണ്ടി പറ്റില്ല, പെട്ടെന്ന് സാധനം തീർന്നു അല്ലേ. പക്ഷെ അമേരിക്കയിൽ കുറച്ച് പൈസ വെച്ച് ഇന്ത്യയിൽ വന്നാൽ നമുക്ക് കുറച്ചധികം കാലം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, അതിന് മൂല്യത്തിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇതും എന്താണ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ വലിയ അളവിൽ ബിസിനസ്, ഞാനിപ്പോൾ അമേരിക്കയിലുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് വലിയ അളവിൽ ബിസിനസ് ചെയ്യണം, പക്ഷെ എൻ്റെ രാജ്യത്ത് ചെയ്യുമ്പോൾ
അവിടെ കുറച്ച് കൂടുതൽ ചിലവാകും. ഇതേ സാധനം ഞാൻ ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ കൊടുക്കുമ്പോൾ എൻ്റെ രാജ്യത്ത് എനിക്ക് ചിലവാക്കേണ്ട അത്രയും പൈസ എനിക്ക് അവിടെ കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എനിക്ക് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് വേണം അല്ലേ. അവൈലബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിഫർ എമംഗ് ഡിഫറെൻറ്റ് നേഷൻസ്. ഓക്കെ, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ജൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലേ. അപ്പം നമുക്ക് അവിടെ എന്തായിരിക്കും, ഇത് ചീപ്പായിരിക്കും. പക്ഷെ അത് കിട്ടാത്ത സ്ഥലത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പം നോക്കി നോക്കിയപ്പോൾ നമ്മളവിടെ ചക്ക ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ് അല്ലെ. ചക്ക നമ്മുടെ പറമ്പിലൊക്കെ നിലത്തൊക്കെ വീണ് ചീഞ്ഞളിയുന്ന സാധനം. പക്ഷെ അതില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലേ അത് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിരിക്കും. ക്ലിയർ? സെറ്റ്. ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് അല്ലേ. ഇറ്റ് എനേബിൾസ് എ കൺട്രി ടു കോൺസെൻട്രേറ്റ് ഓൺ ദോസ് ഗുഡ്സ് ഫോർ വിച്ച് ഇറ്റ്സ് റിസോഴ്സസ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് അല്ലേ. ഇപ്പോൾ നാലോചിച്ച് നോക്കിയപ്പോൾ UAE ഒക്കെ അവർ കണ്ടെത്തി എന്താണ് ഏറ്റവും കൂടുതൽ അവർക്ക് കുറേ എണ്ണ ഖനനം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് അവരുടെ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ് ആണ്. അത് വെച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ UAE എല്ലാം മാറിയത്. ഇപ്പോൾ വെനസ്വേലനെ അമേരിക്ക പിടിക്കാൻ വേണ്ടി ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ മിനറൽസും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്, മിനറൽസ് അല്ല എണ്ണ ശേഖരം ഉള്ളത് അവിടെയാണ്. ഇപ്പോൾ ഗ്രീൻലാൻഡിലാണ് മിനറൽസ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റ് ആയിട്ട് അവരുടെ റിസോഴ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ലാഭമാണ് ആ രാജ്യത്തിന്. ഇറ്റ് ലീഡ്സ് ടു ഇന്റർനാഷണൽ സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇപ്പോൾ UAE ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്, ഒരു സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. പിന്നെ ഇറ്റ് ഹെൽപ്സ് എ കൺട്രി ടു ഡിസ്പോസ് സർപ്ലസ് ഗുഡ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ സ്കെയർ വൺസ് അല്ലേ. അതേപോലെ നമ്മുടെ രാജ്യത്ത് അമിതമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ എന്തെങ്കിലും മറ്റു രാജ്യത്തിലേക്ക് കയറ്റി അയക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും നമ്മുടെ രാജ്യത്ത് കിട്ടാത്ത സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇറ്റ് മെയിൻറ്റെയിൻസ് എ പ്രൈസ് സ്റ്റെബിലിറ്റി അക്രോസ് ദ വേൾഡ്. പ്രൈസ് സ്റ്റെബിലിറ്റി എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീരെ കിട്ടാത്ത ഒരു സാധനത്തിന് എപ്പോഴും ഭയങ്കര ഡിമാൻഡായിരിക്കും. ഡിമാൻഡ് കൂടുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി പ്രൈസും എന്ത് ചെയ്യും, കൂടും അല്ലേ. പ്രൈസും ഹൈ ആവും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അവൈലബിലിറ്റി അല്ലേ, ഡിമാൻഡിനനുസരിച്ച് നമ്മൾ സപ്ലൈ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കയറ്റി അയക്കുമ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കും കൂടി അത് കിട്ടുമ്പോൾ എന്താണ്, അതിൻ്റെ പ്രൈസിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ക്ലിയർ? പിന്നെ അടുത്തതാണ് ഇറ്റ് പേവ്സ് ദ വേ ഫോർ ബെറ്റർ റിലേഷൻ അമംഗ് നേഷൻസ് അല്ല. പിന്നെ രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുക, അവർ തെറ്റിക്കഴിഞ്ഞാൽ മുഖം തിരിക്കുന്ന എങ്ങനെയാണ്, ഈ വ്യാപാര ബന്ധങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ് അല്ലേ. അപ്പം നല്ല ടേംസിൽ പോകാൻ വേണ്ടി വ്യാപാര ബന്ധങ്ങൾ സഹായിക്കും. പിന്നെ അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കിട്ടും. പിന്നെ ഏൺസ് ഫോറിൻ എക്സ്ചേഞ്ച് കൂടെ വേണം. ഇറ്റ് ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, നല്ല പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലേക്കും ഉള്ള ജനങ്ങൾക്ക് കിട്ടിയിട്ട് അവർക്ക് എന്തായിരിക്കും, അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ക്ലിയർ? ഇനി നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ? നാഷണാലിറ്റി ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഡൊമസ്റ്റിക് ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഹോം ട്രേഡിൻ്റെ അകത്ത് എന്തായിരിക്കും, എല്ലാം എന്തായിരിക്കും, ബയറും സെല്ലറും ബോത്ത് കൺട്രിയിലുള്ള ആളായിരിക്കും. ഇവിടെ ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരിക്കും. നാഷണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നാഷണാലിറ്റി ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ അകത്തുള്ള ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അല്ലാതെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവിടെ വരുന്ന മിഡിൽ മാനും എംപ്ലോയീസും സപ്ലയേഴ്സും ഷെയർ ഹോൾഡേഴ്സ് എല്ലാം. ഇവരുടെയൊക്കെ നാഷണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന എംപ്ലോയീസും സപ്ലയേഴ്സും മിഡിൽ മാനൊക്കെ ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള സപ്ലയേഴ്സും ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള മിഡിൽ മാനും ഒക്കെ ആയിരിക്കും. ക്ലിയർ? എംപ്ലോയീസ് ഒക്കെ ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കും. മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ ഹൈ ആണ്, ഇവിടെ ലെസ് ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെയുള്ള ഫാക്ടേഴ്സ് എടുത്ത് നമുക്ക് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവിടെ എന്തായിരിക്കും, ലെസ് ആയിരിക്കും. പിന്നെ കസ്റ്റമർ ഹെട്രോജെനിറ്റി അക്രോസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വെച്ചാൽ ഡൊമസ്റ്റിക്കിൻ്റെ അകത്ത് നമ്മൾ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു സ്വഭാവം ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളെല്ലാവരും ഒരേ ലെവലിലുള്ളതായിരിക്കും. നമുക്ക് എപ്പോഴും എന്ത് പറ്റില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ അരിയാഹാരം കഴിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അതിന് നല്ല മാർക്കറ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ പൊതുവേ എല്ലാ ഇന്ത്യക്കാരിലും അരിയാഹാരം കൂടുതലായിരിക്കും. ഓക്കെ, ഇന്റർനാഷണലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല ടൈപ്പ് ആൾക്കാരാണ്. ഇപ്പം നമ്മൾ അരിയാഹാരം കഴിക്കുന്നത് വെച്ചാൽ അമേരിക്കക്കാരും ജപ്പാൻകാരും ഇവരൊന്നും അതല്ല കഴിക്കുന്നത്. ഇപ്പോൾ ജപ്പാനിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ നൂഡിൽസാണ് കഴിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പല ടൈപ്പുള്ള ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുക. ലാക്ക് ഓഫ് ഹോമോജീനിറ്റി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡിഫറൻസ് ബിസിനസ് സിസ്റ്റം ആയിരിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിൻ്റെ കൺട്രിയുടെ അനുസരിച്ചായിരിക്കും ഇവിടുത്തെ ബിസിനസ് സിസ്റ്റം ഉണ്ടാവുക. അവിടെ
നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് പല രാജ്യങ്ങളനുസരിച്ചായിരിക്കും. പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് റിസ്ക് വൺ സിംഗിൾ കൺട്രി അല്ലേ. നമ്മുടെ രാജ്യത്തെ കാര്യം പൊളിറ്റിക്കൽ സിസ്റ്റം മാത്രം നോക്കിയാൽ മതി. ഇവിടെ എങ്ങനെയാണ് സബ്ജക്റ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് റിസ്ക് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. പിന്നെ ബിസിനസ് റെഗുലേഷൻസും പോളിസീസും നമുക്ക് എന്ത് ചെയ്താൽ മതി, സബ്ജക്റ്റ് റൂൾസ് ആൻഡ് ലോസ് പോളിസീസ് ടാക്സേഷൻ സിസ്റ്റം ഓഫ് സിംഗിൾ കൺട്രി, നമ്മുടെ രാജ്യത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവർക്ക് എങ്ങനെയാണ് മൾട്ടിപ്പിൾ കൺട്രീസിൻ്റെതിന് അവർ സബ്ജക്റ്റ് ആയിരിക്കും. പിന്നെ കറൻസി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡൊമസ്റ്റിക് കറൻസിയാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ അതാത് രാജ്യത്തെ കറൻസി യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇത്രയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്, നോക്കി വയ്ക്കുക, പഠിക്കുക. ഇനി നമുക്ക് സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ് നോക്കുന്നത്. നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതിന് മെർക്കൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഉണ്ട്. അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ടാഞ്ചിബിൾ അല്ലാത്ത ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സർവീസ് അത് എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയും ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. മെർക്കൻഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഗുഡ്സ് ആർ ടാഞ്ചിബിൾ, അല്ലെ, നമുക്ക് കാണാനും കേൾക്കാനും അല്ലെ കാണാനും തൊടാനൊക്കെ പറ്റുന്നതായിരിക്കും. അല്ലെ, മെർക്കൻഡൈസ് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ സെൻഡിങ് ടാഞ്ചിബിൾ ഗുഡ്സ് ആണ്. മെർക്കൻഡൈസ് ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് ടാഞ്ചിബിൾ ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രിയാണ്. ഇനി നമുക്ക് സർവീസിലേക്ക് പോയി കഴിഞ്ഞാൽ സർവീസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ഗുഡ്സിൻ്റെതായിരിക്കും. ഇൻടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻസും അതുപോലെ തന്നെ ട്രാവൽ, ടൂറിസം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, അതാണ്. ബിക്കോസ് ഓഫ് ദിസ് ഇൻടാഞ്ചിബിൾ നേച്ചർ ട്രേഡ് ഇൻ സർവീസ് ഓൾസോ നോൺ ആസ് ഇൻവിസിബിൾ ട്രേഡ്. ഇൻവിസിബിൾ ട്രേഡ് എന്ന് നോക്കി വെച്ചോ. ഇൻവിസിബിൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഡാഷ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്, സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ് അല്ലേ. ക്ലിയർ, ഇൻടാഞ്ചിബിൾ ഗുഡ്സിൻ്റെ ട്രേഡാണ് വരുന്നത്. ക്ലിയർ അല്ലേ. ഇനിയുള്ളതാണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ പെർമിറ്റിംഗ് എ പേഴ്സൺ അല്ലെങ്കിൽ ഫേം ഇൻ ഫോറിൻ കൺട്രി ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽ ഗുഡ്സ് അണ്ടർ യുവർ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ പേറ്റന്റ് ഓർ കോപ്പിറൈറ്റ് ഫോർ ഫീ ഇൻ അതർ വേ ഓഫ് ഓപ്പറേറ്റിംഗ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇപ്പം ഞാൻ ഇന്ത്യയിലൊരു സാധനമാണ്, ഇന്ത്യയിലൊരു ബ്രാൻഡാണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് എൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവരവരുടെ രീതിയിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചല്ല, പക്ഷേ എൻ്റെ ട്രേഡ് മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ, അതിനാണ് ലൈസൻസിങ് എന്ന് പറയുക. ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലേ, നമ്മൾ സിമിലർ ടു ലൈസൻസിങ് ആണ്, പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് പ്രൊവിഷൻ ഓഫ് സർവീസ്. അതായത് മറ്റേതെന്ന് പറയുമ്പോൾ എൻ്റെ ബിസിനസ് എങ്ങനെയാണോ റൺ ചെയ്യുന്നത്, ഇപ്പം ഞാൻ ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണോ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നതെന്ന് വിചാരിക്കുക, ഞാനിപ്പോൾ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ സൗത്ത് കൊറിയയിലേക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫ്രാഞ്ചൈസിങ് കൊടുക്കുകയെന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, എൻ്റെ ഹോട്ടൽ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം അവരും അവിടെ. അതായത് അതേപോലെ എന്ന് പറയുമ്പോൾ അതേപോലെ സർവീസ് കൊടുക്കണം, അതേപോലത്തെ മെനു ആയിരിക്കണം, അതേപോലെ തന്നെ റെസിപ്പീസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ സർവീസ് കൂടെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ലൈസൻസിങ് അല്ല ഫ്രാഞ്ചൈസിങ് എന്ന് പറയാം. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന തന്നെ പരിപാടി തന്നെയാണ്. അതായത് ഫൈനാൻഷ്യൽ റിട്ടേൺ പ്രതീക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. നമ്മൾ ഇന്ത്യക്കകത്ത് ബിസിനസ് ഓരോ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, അതേപോലെ അതിന് പകരം നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യുന്നു. ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI എന്നുണ്ട്. ഇതെന്ന് പറയാൻ നമ്മൾ മെഷീനറീസിലൊക്കെ ആയിരിക്കും, മെഷീനറി അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലായിരിക്കും നമ്മളിത് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ബിസിനസ്സിൻ്റെ ആ കമ്പനിയിലെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ കൂടെ ഭാഗമാവണം. വെറുതെ നമുക്ക് കടം കൊടുക്കുകയല്ല ചെയ്യണത്, പകരം നമുക്ക് ആ ബിസിനസ്സിൻ്റെ ഭാഗമാവണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് FPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുമല്ലോ. ഇപ്പോൾ ഷെയർസ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഡിവിഡൻഡ് കാര്യങ്ങൾ വാങ്ങിക്കുന്നു. അല്ല, ഇവിടെ വരുന്നത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പോലെയാണ് ചെയ്യുന്നത്. ക്ലിയർ. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ബെനഫിറ്റ്സ് ആണ് നോക്കേണ്ടത്. രണ്ട് രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇൻ്റർനാഷണൽ ബിസിനസ്സിലൂടെ രാജ്യത്തിനും ഉണ്ട്, അതുപോലെ തന്നെ ഫേംസിനും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. രാജ്യത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് കൂടുന്നു. ഇൻ്റർനാഷണൽ ബിസിനസ് ഹെൽപ്പ് എ കൺട്രി ടു ഏൺ ഫോറിൻ എക്സ്ചേഞ്ച് വിത്ത്
which it can later use for meeting its import or capital goods. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ UAE നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, എണ്ണ മേടിക്കണം എന്നാണെങ്കിൽ നമ്മൾ അവിടെ ദർഹംസ് കൊടുത്തിട്ട് കാര്യമില്ല, ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമാണ്. അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് നടക്കും അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിരി പേര് അവിടുന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് എന്താണ് അവരുടെ റിസോഴ്സസിൻ്റെ എഫിഷ്യൻറ്റ് യൂസ് നടക്കുന്നുണ്ട് അല്ലേ. പ്രൊഡ്യൂസ് വാട്ട് യു ക്യാൻ വിത്ത് എഫിഷ്യൻസി ആൻഡ് ട്രേഡ് ആൻഡ് സർപ്ലസ് പ്രൊഡക്ഷൻ വിത്ത് അതർ countries and procure from what they can is the simple principle of international business അല്ലേ. അതായത് നമ്മുടെ കൺട്രിക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റുമോ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് സർപ്ലസ് നമ്മൾ കയറ്റി അയക്കുക, അതേപോലെ നമുക്കില്ലാത്ത നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുക. അതാണ് ഇതുകൊണ്ട് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് ഗ്രോത്ത് പ്രോസ്പെക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ അല്ലേ. ഇപ്പം നമ്മുടെ രാജ്യത്തിൽ എന്താണ് ഇപ്പോൾ കൂടുതൽ കയറ്റി അയക്കുന്ന സമയത്ത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും ഒക്കെ എടുക്കുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ ബിസിനസ് തുടങ്ങാനല്ലേ. ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്, പക്ഷെ നമ്മൾ ഇവിടെ ബിസിനസ് തുടങ്ങുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്താണ് എന്ത് ലാഭം കിട്ടുന്നത്. പ്രൊഡക്ഷൻ ബൈ കൺട്രി നോട്ട് സോൺലി ഫോർ ദ പേർപ്പസ് ഓഫ് ഡൊമസ്റ്റിക് കൺസംഷൻ ബട്ട് ദ on international market improves its own growth prospect and creates employment opportunities. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെയാണ് ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അല്ലേ. അതായത് നമ്മുടെ രാജ്യത്ത് എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ എന്താണ് നമുക്ക് പ്രീമിയം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. Okay, clear. The goods produced in different parts of the world are now available locally. Okay, people in every country are now in position to consume world-class products, enjoy a higher standard of living. പണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഇതൊന്നും പറ്റില്ലായിരുന്നു. നമുക്ക് ഇന്ത്യയിലെ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇൻ്റർനാഷണൽ ആയിട്ടൊരു സാധനം കൊണ്ടുവരണം എന്നാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പം അതെന്താണ്, കുറവാണ്. അതുകൊണ്ട് നമുക്ക് പലർക്കും ഇപ്പം എന്താണ് ഐഫോണൊക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ വരെ ഐഫോൺ ഉണ്ട് ഗൈസ്, എൻ്റെ കയ്യിൽ വരെ ഐഫോൺ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് കൊണ്ട് കിട്ടുന്നതാണ്. ഇനി സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ലാഭം നോക്കിക്കഴിഞ്ഞാൽ അത് പ്രോസ്പെക്ട് ഓഫ് ഹയർ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് ഇന്റർനാഷണൽ ബിസിനസ് ക്യാൻ മോർ പ്രോഫിറ്റബിൾ ദാൻ ദ ഡൊമസ്റ്റിക് ബിസിനസ്. വെൻ ദ ഡൊമസ്റ്റിക് പ്രൈസ് ആർ ലോ, ബിസിനസ് ഫേം ഏൺ മോർ പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് ദെയർ പ്രോഡക്ട്സ് ഇൻ കൺട്രീസ് വേർ പ്രൈസസ് ആർ ഹൈ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ ചക്ക വെറുതെ കിട്ടുന്ന സാധനമാണ്. ഇവിടെ ചക്ക വിറ്റാൽ വലിയ പൈസ ഇല്ല, പക്ഷെ ചക്ക ഇല്ലാത്ത സ്ഥലത്തേക്ക് കയറ്റി അയച്ചാൽ നമുക്ക് ഇരട്ടി ലാഭം വാങ്ങിക്കാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അല്ല. അപ്പോൾ പ്രൊഡക്ഷൻ ലാർജ് സ്കെയിലിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ഡിമാൻഡ് കിട്ടുമ്പോൾ അവർക്ക് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കൂടും. ഓക്കെ, ലാർജ് സ്കെയിൽ ഓഫൺ ലീഡ്സ് ടു എക്കണോമി ഓഫ് സ്കെയിൽ വിച്ച് ഇൻ ടേൺ ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് പെർ യൂണിറ്റ് പ്രോഫിറ്റ് മാർജിൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ എമൗണ്ടിലൊക്കെ അല്ലെങ്കിൽ വലിയ വോളിയത്തിൽ നമ്മൾ ലാർജ് സ്കെയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് എന്താണ് വലിയ എക്കണോമി ഓഫ് സ്കെയിലിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. പിന്നെ അടുത്താണ് പ്രോസ്പെക്ട് ഫോർ ഗ്രോത്ത് അല്ലേ. ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാന്ന് പറയുമ്പോൾ ആ കമ്പനി ഗ്രോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് അതേപോലെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മുടെ പ്രോഡക്റ്റിന് എപ്പോഴും എന്താണ് ഡിമാൻഡ് കൂടെ കിട്ടും അല്ലെ. നമ്മുടെ മാർക്കറ്റിൽ അതിന് ഇത്തിരി ഡിമാൻഡ് പോയാലും മറ്റൊരു മാർക്കറ്റിൽ എന്തായിരിക്കും ഡിമാൻഡ് കിട്ടും അല്ലേ. ഗുഡ് ഓപ്ഷൻ ഫോർ ദ ഫേംസ് whose product getting saturated in the local market. These firm can considerably improve prospect of their growth by entering into overseas market. മാർക്കറ്റ് കടന്നുകൊണ്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് കിട്ടും. നെക്സ്റ്റ് ആണ് വേ ഔട്ട് ടു ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ചക്ക വെച്ചിട്ട് ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ ചക്ക നമ്മളെ കേരളത്തിലുള്ള പോലെ നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ ഇല്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ വെൻ കോമ്പറ്റീഷൻ ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇസ് ഇൻറ്റൻസ് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ഇസ് ദ ഓൺലി സൊല്യൂഷൻ ടു അച്ചീവ് സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത്. ഇനി അവസാനത്താണ് ഇംപ്രൂവ് ബിസിനസ് വിഷൻ കൂട്ടും അല്ലേ. ദ ഗ്രോത്ത് ഓഫ് ഫോറിൻ ബിസിനസ് ഓഫ് മെനി കമ്പനീസ് എസെൻഷ്യലി എ പാർട്ട് of their strategic management. The vision to become international actually comes from the urge to grow, the need to become competitive, the need to diversify, to reap the benefits of internationalization അല്ലേ. ഇപ്പോൾ ബ്രാൻഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇൻ്റർനാഷണലൈസേഷനിലൂടെയൊക്കെ ഒരു ബ്രാൻഡ് ആവുക, ഏർജ് അല്ലേ. എന്തിൻ്റെ ഏർജാണ് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ വിഷൻ തന്നെ മാറ്റുന്നു. ഇത്രയാണെന്നത് പറയുന്നത് നമ്മളെ രാജ്യത്തിനൊക്കെയുള്ള
രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ ആ കമ്പനിക്ക് ആ ഫേമിനും കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാമെന്ന് നോക്കിയാൽ അതിനുള്ള സ്കോപ്പ് നമ്മൾ പറഞ്ഞു. ഒന്നെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. ഒന്നെങ്കിൽ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ്ങും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമുക്കതൊരു ബിസിനസ് ഫോമിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് യൂണിറ്റ്, അല്ലെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ബിസിനസ് യൂണിറ്റ്, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്ന ബിസിനസ് യൂണിറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, ഹോളി ഓൺഡ് സബ്സിഡറി, ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ സെൻഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ ഹോം കൺട്രി ടു ഫോറിൻ കൺട്രി ആണ് എക്സ്പോർട്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം കൺട്രി ടു ഡൊമസ്റ്റിക് കൺട്രി. ഇനി അതിൽ തന്നെ 2 മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ഗോസ് ത്രൂ ഓൾ ദ പ്രൊസീജിയേഴ്സ് ബൈ ഹിംസെൽഫ്, അതായത് ആ കമ്പനിക്കാരൻ എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്തോളും. മറ്റേതെന്ന് പറയുന്നത് ഗുഡ്സ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദ മിഡിൽ മെൻ, അല്ല, എല്ലാ പ്രൊസീജിയേഴ്സും മിഡിൽ മെന്നെ വെച്ച് ചെയ്യുന്നു, നമ്മൾ ചെയ്യാതെ നമ്മളൊരു ഏജൻസിനെ ഏൽപ്പിച്ച് ചെയ്യുന്നു. അതാണ് ഇതെന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ, ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ ലെക്സ് കോംപ്ലക്സിറ്റി ആണ് അല്ലേ, വലിയ രീതിയിലൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല, കാരണം നമ്മുടെ രാജ്യത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് എൻറ്ററിങ് ഇൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇറ്റ് ഇസ് ലെസ് കോംപ്ലക്സ് ആക്ടിവിറ്റി ദാൻ സെറ്റിംഗ് ഓഫ് മാനേജിങ് ജോയിന്റ് വെഞ്ചേഴ്സ് ഓർ ഹോളി ഓൺഡ് സബ്സിഡറീസ് അല്ലേ. വേറെ സ്ഥലത്ത് പോയി ബിസിനസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഇവിടെ തന്നെ നിന്നിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ഫേമിലേക്കോ ഷെയർസ് ഒന്നും വാങ്ങിക്കാതെ തന്നെ ചെയ്യുന്നത് കൊണ്ട് ലെസ് ഇൻവെസ്റ്റ്മെൻറ്റും മതി. ബിസിനസ് ഫേംസ് ആർ നോട്ട് റിക്വയർഡ് ടു ഇൻവെസ്റ്റ് മച്ച് ടൈം മണി ആസ് കമ്പയർഡ് ടു ദ വേ ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റ്. പിന്നെ ചെറിയ റിസ്ക്കേ വരുന്നുള്ളൂ, കാരണം നമ്മൾ മറ്റു രാജ്യത്തെ ബിസിനസ് പോയി ചെയ്യുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കലും അങ്ങനത്തെ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നമുക്ക് റിസ്ക് ഉണ്ടാകും. അതൊന്നും ഇവിടെ വരുന്നില്ല. ഡസ് നോട്ട് റിക്വയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രി. ഓക്കെ, അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിയാലോ, ഹൈ കോസ്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ രാജ്യം, നമ്മൾ സാധാരണ ഡൊമസ്റ്റിക് കൺട്രിയിൽ ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ പൈസ നമ്മൾ ഇൻ്റർനാഷണലിലേക്ക് ചെയ്യുമ്പോൾ, എക്സ്പോർട്ട് ഇമ്പോർട്ടും ചെയ്യുമ്പോൾ ചാൻസ് അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. Since the goods physically move from one country to another country, additional cost for packaging, transportation, insurance are involved ആണ്. ഓക്കെ, നെക്സ്റ്റ് ലെസ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. അതായത് നമുക്ക് ആ മാർക്കറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല, നമ്മളിത് കയറ്റി അയക്കുന്നു, അപ്പം നമുക്ക് അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത് മാർക്കറ്റിൻ്റെ അല്ലേ. അതായത് നമുക്ക് മാർക്കറ്റ് അറിഞ്ഞാലേ മാർക്കറ്റിനനുസരിച്ച് നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. സോ സിൻസ് എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ ഇമ്പോർട്ടിങ് ഫ്രം ഓപ്പറേറ്റ് ഫ്രം ദയർ ഹോം കൺട്രി, ദേ മേ നോട്ട് ഹാവ് മച്ച് കോണ്ടാക്ട് വിത്ത് ദ ഫോറിൻ മാർക്കറ്റ് ആണ്. ഇനി ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉള്ള കൺട്രികളാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റില്ല അല്ലേ. എക്സ്പോർട്ട് ഇസ് നോട്ട് ഫീസിബിൾ ഓപ്ഷൻ വെൻ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓർ എക്സിസ്റ്റ് ഇൻ ഫോറിൻ കൺട്രി. ഇപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത കൺട്രിയാണ്, നമുക്ക് അങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ? ഇനി രണ്ടാമത്തതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് അല്ലേ. കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പല സ്ഥലത്തും പലതായതുകൊണ്ട് തന്നെ നമ്മൾ ചില രാജ്യങ്ങളിലേക്ക് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, എനിക്ക് അമേരിക്കയിൽ ഇരുന്നൊരു സാധനം ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആവും, പക്ഷെ ഞാൻ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് അത് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്താ നിങ്ങൾ പഠിച്ചല്ലേ, ഔട്ട്സോഴ്സിങ്ങിനെയാണ് നമ്മൾ ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. A company enters into contract with a local manufacturer in a foreign country for getting certain components അല്ലെങ്കിൽ goods produced as per specification given. അല്ലെ, ഞാൻ കൊടുക്കുന്ന കോൺട്രാക്റ്റിനനുസരിച്ച്, ഞാൻ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ചില ഗുഡ്സോ കോമ്പോണൻസോ ഉണ്ടാക്കുന്നതാണ് നമ്മൾ എന്ത് പറയുക, കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറയാം. ക്ലിയർ? ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തണ്ട അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യേണ്ട, എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തണ്ട. നമ്മൾ അവിടെ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വെച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ച് അവിടെ എടുക്കുന്ന ആൾ എന്ത് ചെയ്തോളും, ബിസിനസ് ചെയ്തോളും. സച്ച് ഫേംസ് ഗെറ്റ് goods produced on a large scale without requiring investment in setting up of production facility. പിന്നെ low cost of production അല്ലേ, അതായത് getting produced with lower material and labor cost. പിന്നെ അതുപോലെ തന്നെ no investment risk ആണ്. Since no investment is required in such a foreign country, there is hardly any investment risk involved. Investment risk ഒന്നും വരുന്നില്ല, കാരണം നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നു, കോൺട്രാക്ട് എടുക്കുന്നവർ
എല്ലാം ചെയ്തോളും. പിന്നെ അതുപോലെ യൂട്ടിലൈസേഷൻ ഓഫ് ഐഡിൽ കപ്പാസിറ്റി അല്ലേ, അതുപോലെ തന്നെ ലോക്കൽ മാനുഫാക്ചേഴ്സ് ഇൻ ഫോറിൻ കൺട്രി ആർ ഓൾസോ ഇൻ ആൻ അഡ്വാൻറ്റേജസ് പൊസിഷൻ ആസ് ദേ ക്യാൻ യൂട്ടിലൈസ് ദയർ ഐഡിയൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. പിന്നെ നമ്മൾ കൊടുക്കുന്ന സമയം നമുക്ക് എന്താണ് നോൺ കോർ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോർ ആക്ടിവിറ്റീസ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. അതേപോലെ തന്നെ അവർക്കും എന്താണ് കിട്ടുന്നതിലൂടെ അവർക്കും മെച്ചാണ് വരുന്നത്. ക്ലിയർ? ഇനിയാണ് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് കിട്ടും അല്ലേ, അതായത് സിൻസ് local manufacturers get involved in the international business, they can avail incentives if any available to the export firms അല്ലേ. അതേപോലെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് പൈസ അത് നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ച് കാശും കിട്ടും. അതായത് ആ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഞാനിപ്പോൾ അമേരിക്കയിലാണെന്ന് വിചാരിക്കും, ഞാൻ യദു സാറിന് ഇന്ത്യയിലുള്ള ആൾക്ക് കൊടുത്തു, സാറ് കോൺട്രാക്ട് ചെയ്തു, സാർ എന്ത് ചെയ്യുന്നു ഇനിയിപ്പോൾ ഒരു മിഡിൽമെന്നെ വെച്ചിട്ടാണ് എനിക്ക് തിരിച്ചയക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലാഭം ആ മിഡിൽമെന്നും കിട്ടുന്നുണ്ട് അല്ലേ. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിയാലോ, ക്വാളിറ്റി പ്രോബ്ലം വരും. ഇപ്പം ഞാനിവിടെ അമേരിക്കയിൽ കിട്ടുന്ന ക്വാളിറ്റി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അത്ര ക്വാളിറ്റി ചിലപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ. അപ്പോൾ ലോക്കൽ ഫേംസ് നോട്ട് അഡെയർ ടു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. പിന്നെ അതേപോലെ തന്നെ നോ ഫ്രീഡം ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. ആസ് ലോക്കൽ ഫേം ഹാവ് to produce strictly as per their terms and specification, they lost the freedom in the production process. പിന്നെ അതേപോലെ ഈ കോൺട്രാക്ട് എടുക്കുന്ന രാജ്യത്തിൻ്റെ കേസ്, രാജ്യത്തിലെ ബിസിനസ്സിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണോ ഞാൻ കൊടുത്ത ഇൻസ്ട്രക്ഷൻ അതനുസരിച്ച് ചെയ്യാൻ പറ്റും. അവിടെ അവർക്ക് പ്രൊഡക്ഷൻ ഫ്രീഡം ഒന്നും കിട്ടില്ല. പിന്നെ അതേപോലെ നോ ഫ്രീഡം ടു സെല്ല്. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് അത് വിൽക്കാനുള്ള ഇതൊന്നുമില്ല, എനിക്ക് തിരിച്ച് അയക്കാനും ചെയ്യണം അല്ലേ. ആസ് ദ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്, ദേ കനോട്ട് ഫ്രീലി സെൽ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഇറ്റ് റെഡ്യൂസ് ദയർ പ്രോഫിറ്റബിലിറ്റി. എല്ലാവർക്കും അങ്ങനെ ഫ്രീഡ് ചെയ്യാനൊന്നും വേണ്ടി പറ്റില്ല, സെല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഇനി ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ് എന്താ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇത്രയാണ് അഡ്വാൻറ്റേജസ് വരുന്നത്. ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ലെസ് എക്സ്പെൻസീവ് മോഡാണ് അല്ലേ. നമ്മൾ ഫ്രാഞ്ചൈസിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് ആയിക്കോട്ടെ. അപ്പം ട്രേഡ് മാർക്കല്ല, ലൈസൻസിങ് ആയിക്കോട്ടെ, ഫ്രാഞ്ചൈസിങ് ആയിക്കോട്ടെ, ഇത് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇപ്പം ഞാൻ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണെന്ന് വിചാരിക്കും, ഇപ്പോൾ കൊക്കക്കോല എൻ്റെ കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ അവർക്ക് എന്ത് ചെയ്യുന്നു, വേറെ രാജ്യത്തേക്ക് കൊടുക്കുന്ന സമയത്ത് എൻ്റെ പ്രോഡക്റ്റ് ആ നാട്ടിലേക്ക് എത്തുന്നു, പക്ഷേ എനിക്കൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരുന്നില്ല. ഓക്കെ, അത് ലൈസൻസ് എടുക്കുന്നവർ ചെയ്തോളും. ഓക്കെ, പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് അവിടെ എത്തുകയും ചെയ്യുന്നു. In licensing and franchising, the licensee or franchisor make an investment in setting up business unit. Hence, it is less expensive mode for licensor അല്ലേ. അതായത് ഞാനാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. അവരാണ് എല്ലാ ചിലവും വഹിച്ച് അവർ ചെയ്തോളും. അവർക്ക് വിറ്റ് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോ റിസ്ക് ഓഫ് ലോസ്. എനിക്ക് റിസ്ക്, അതായത് ഫ്രാഞ്ചൈസർക്ക് അല്ലെങ്കിൽ ലൈസൻസർക്ക് എന്ത് വരുന്നില്ല, റിസ്ക് വരുന്നില്ല. Like he is not party to the losses if any that occur in foreign business. പിന്നെ ലെസ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആണ്. ഇൻ കേസ് ഇൻ്റർവെൻഷൻ വന്നു കഴിഞ്ഞാൽ ലൈസൻസിയോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എന്താണ്, ഹു ഈസ് എ ലോക്കൽ പേഴ്സൺ, ഹെൻസ് ദർ ഈസ് ആർ ലിമിറ്റഡ് റിസ്ക് ഫോർ ടേക്ക് ഓവർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെയ്തോളും, ലോക്കൽ കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തോളും. പിന്നുള്ളതാണ് ഗ്രേറ്റർ മാർക്കറ്റ് നോളജ് അല്ലേ. ലൈസൻസി അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എന്നാണ് ലോക്കൽ പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെ ഹി ഹാവ് എ ഗ്രേറ്റർ മാർക്കറ്റ് നോളജ് ആൻഡ് കോൺടാക്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കൊടുക്കുന്ന ലൈസൻസർക്കോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസർക്കോ ബുദ്ധിമുട്ടില്ല. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ട്രേഡ് മാർക്ക്. ഇപ്പം ഞാൻ എൻ്റെ സാധനം കൊടുത്തത് ലൈസൻസിക്ക് ഞാൻ കൊടുത്തു അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിക്ക് ഞാൻ കൊടുത്തു, അപ്പോൾ അവരെന്ത് ചെയ്തോളും, ആ കൊടുത്തതിന് അവർ നിയമപരമായിട്ട് രക്ഷിച്ചോളും. ഇനി ഇൻ കേസ് എൻ്റെ പ്രൊഡക്റ്റിന് ഡ്യൂപ്ലിക്കേഷനോ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോക്കൽ പേഴ്സൺ വാങ്ങിച്ച ആളെന്നെ അതിനെതിരെ നിയമ നടപടികൾ എടുക്കും. കാരണം എന്താണ്, നിയമപരമായിട്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട് അല്ലേ. അതായത് വൺ അക്കൗണ്ട് ഓഫ് സ്ട്രിക്റ്റ് ലോ ഇൻ ദ ഫോറിൻ കൺട്രീസ്, firms other than the licensee അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി cannot make use of such trademark or patent. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കാത്ത ആൾക്കാർ എൻ്റെ ലോഗോ വെച്ചിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഗെറ്റിംഗ് എക്സ്പീരിയൻസ്ഡ് with the production and marketing of franchised product, the licensee or franchisee can start on his own identical product അല്ലേ. ഇപ്പോൾ ഞാനല്ല ഇപ്പോൾ കൊക്കക്കോളേൻ്റെ ഒക്കെ ട്രേഡ് സീക്രട്ട് അറിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം.
ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. സീക്രസി ഉണ്ടാവില്ല. അപ്പോൾ ട്രേഡ് സീക്രട്ട് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ദർ ആർ ചാൻസ് ഓഫ് ട്രേഡ് സീക്രട്ട് ബീയിങ് ലോസ്റ്റ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് അല്ലേ, സച്ച് ലാബ്സ് ഓൺ ദ പാർട്ട് ഓഫ് ലൈസൻസ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടും വരും. പിന്നെ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഫ്രാഞ്ചൈസിയും അതുപോലെ തന്നെ ഫ്രാഞ്ചൈസറും തമ്മിൽ എന്തിനുള്ള ചാൻസ് ഓഫ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ റിലേറ്റിംഗ് ടു അക്കൗണ്ട്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ഓഫ് റോയാലിറ്റി അല്ലേ, നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളിത് എത്ര തരണം, തിരിച്ച് കിട്ടണം അല്ലെങ്കിൽ ഈ ഇത്ര പേയ്മെൻറ്റിൻ്റെ ടേംസിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് തിരിച്ച് കിട്ടാത്തതും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ പേരിലും പിന്നെ അങ്ങനെ പല രീതിയിലും അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ നെഗറ്റീവാണ്. ഇനിയാണ് നമുക്ക് എന്ത് വരുന്നത്, ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഓർഗനൈസേഷൻ, അതിൽ ഒന്ന് നമ്മൾ ഹോം കൺട്രിയിലുള്ളതും ഒന്ന് ഇൻ്റർനാഷണൽ കൺട്രിയിലുള്ളതായിരിക്കും. ഇവർ 2 പേരും കൂടെ ഒന്നെങ്കിൽ ഒരുമിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പോകുന്നു, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു ബിസിനസ് കൊണ്ടുവരുന്നു. ഇതിനാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ജോയിൻറ്റ് വെഞ്ചർ ഈസ് ആൻ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ മീൻസ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more ബിസിനസ് ടു ജോയിൻ ടുഗെദർ അല്ലേ, ജോയിൻ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്സ് അല്ലേ, മ്യൂച്വൽ ബെനിഫിറ്റ്സിന് വേണ്ടി ജോയിൻ ചെയ്തിട്ട് അവർ ബിസിനസ് ചെയ്യുന്നതിനാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ബേർഡൻ എന്തായിരിക്കും, ലെസ് ആയിരിക്കും, കാരണം അത് ഷെയർ ചെയ്യപ്പെടുന്നത് അല്ലേ. സിൻസ് ബോത്ത് ഓഫ് ദം ഇൻവെസ്റ്റ് ദർ ഇസ് എ ലെസ് ഫൈനാൻഷ്യൽ ബേർഡൻ ആയിരിക്കും. പിന്നെ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ നടക്കും വിത്ത് വാസ്റ്റ് റിസോഴ്സസ് അറ്റ് ദ disposal. By forming joint venture, large product requiring huge capital outlay can be undertaken. ഇപ്പോൾ 2 പേര് തമ്മിൽ ചേരുമ്പോൾ അവരുടെ 2 പേരുടെയും റിസോഴ്സസ് വരുന്നു, അവരുടെ മാർക്കറ്റ് ടെറിട്ടറി 2 പേരും കൂടെ ചേർന്ന് വലുതാവുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ കിട്ടും. പിന്നെ ഉള്ളതാണ് ലോക്കൽ പാർട്ട്നേഴ്സ് നോളജ്. ഞാൻ പറഞ്ഞു ഒന്ന് ഹോം കൺട്രിയും ഒന്ന് ഇൻ്റർനാഷണൽ ബിസിനസ് ആയിരിക്കും. അപ്പോൾ ഹോം കൺട്രിയിലെ കാര്യം അവർ നോക്കിക്കോളൂ അല്ലേ, അവിടുത്തെ ഒരു പാർട്ട്ണർക്ക് എന്താണ് നോളജ് ഉള്ളതാണ്. ഓക്കെ, ഫോറിൻ ഫേം ബെനിഫിറ്റ്സ് ഫ്രം ലോക്കൽ പാർട്ട്നേഴ്സ് നോളജ് ഓഫ് ദ ഹോസ്റ്റ് കൺട്രി with respect to matters such as competitive condition, culture, language, political and business system. ഇതൊക്കെ എന്താണ് നമ്മുടെ ആ ലോക്കൽ പേഴ്സൺ അല്ലെങ്കിൽ ഹോം കൺട്രിയിലുള്ള ആൾ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? പിന്നെ ഷെയറിംഗ് റിസ്ക് ആൻഡ് കോസ്റ്റ് എല്ലാം എന്ത് ചെയ്യും, ഷെയർ ചെയ്യപ്പെടും അല്ലേ. ഫോർ എ ന്യൂ കമർ എൻട്രിങ് ഇൻ ടു ഫോറിൻ മാർക്കറ്റ് ഇസ് വെരി കോസ്റ്റ്ലി ആൻഡ് റിസ്കി അല്ലേ. നമ്മൾ ആദ്യമായിട്ടൊരു ബിസിനസ്സിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങി എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പറ്റിയൊരു വേ ആണ് എന്തെന്ന് പറയുന്നത്, ജോയിൻറ്റ് വെഞ്ചേഴ്സിലൂടെ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കയറുക എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് എന്തുണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട് അല്ലേ. സീക്രസി ഉണ്ടാവില്ല. ഇപ്പം 2 കാറിൻ്റെ കമ്പനിയാണെന്ന് വിചാരിക്കുക, എന്തായാലും നമ്മൾ മാരുതി സുസുക്കി അല്ലേ, 2 കാറിൻ്റെ കമ്പനിയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവർക്ക് 2 ഒരേ കമ്പനിയാകുമ്പോൾ ഇവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവും. പക്ഷെ ഇവർ 2 ഒന്നായ സ്ഥിതിക്ക് ഈ സീക്രട്ടൊക്കെ പലരും ചോർന്നുണ്ടാവും അല്ലേ. ദർ ആർ ചാൻസസ് ഓഫ് ട്രേഡ് സീക്രട്ട് ബീയിങ് ലോസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് വരാം. ഡ്യുവൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ് എന്ത് ചെയ്യാം, ഓഫൺ ലീഡ് ടു കോൺഫ്ലിക്റ്റ് വിത്ത് റിസൾട്ട് ദർ വിൽ ബി ബാറ്റിൽ ഫോർ കൺട്രോൾ ഇൻ ദ ഇൻവെസ്റ്റിംഗ് ഫോം അല്ലേ. പിന്നെ അത് അടിയായി പിടിയായി കച്ചറയായി ആകെ അലമ്പാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് 2 ഉണ്ടുള്ളൂ. ഇനിയാണ് ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് പറയുന്ന സാധനം. ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു സ്കോപ്പിൽ പറഞ്ഞു അല്ലേ. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് 2 രീതിയിൽ നടത്താം. ഒന്നെങ്കിൽ നമുക്ക് ഷെയർസ് മൊത്തത്തിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പുതിയ കമ്പനി തുടങ്ങാം. ഓക്കെ, 100% ഷെയർസ് മേടിക്കുന്ന പരിപാടിയാണ്. ദോസ് കമ്പനീസ് വിച്ച് വാണ്ട് ടു എക്സസൈസ് ഫുൾ കൺട്രോൾ ഓവർ ദ ഓവർസീ ഓപ്പറേഷൻ പ്രിഫർ ദിസ് മോഡ്. ഇപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ആവണം എന്ന് വിചാരിക്കുക, ആരുടെ സപ്പോർട്ടില്ല, ജോയിൻറ്റ് വെഞ്ചർ പോലെ സപ്പോർട്ട് ഇല്ലാതെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയതാണ് ഹോളി ഓൺഡ് സബ്സിഡറി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഇന്റർനാഷണൽ ഏതെങ്കിലും ഒരു കമ്പനി മേടിക്കാം, അല്ലെങ്കിൽ അവിടെ തുടങ്ങാം. ഓക്കെ, വെൻ പാരന്റ് കമ്പനി acquires full control over foreign company by making 100% investment in equity capital, such company called wholly owned subsidiary. എപ്പോഴും wholly owned subsidiaryയിൽ വരുന്നത് ഓൾറെഡി നിലവിലുള്ള കമ്പനീനെ വാങ്ങിക്കുക എന്നതാണ്. 100% ഷെയർസ് കൊടുത്ത് വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് 2 വരുന്നുള്ളൂ. നമുക്ക് എന്ത് കിട്ടും, ഫുൾ കൺട്രോൾ കിട്ടും. ദ പാരന്റ് ഫേം ഈസ് ഏബിൾ ടു എക്സസൈസ് ഫുൾ കൺട്രോൾ ഓവർ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ ഫോറിൻ കൺട്രി. സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ, മൊത്തത്തിൽ നമ്മുടെ കയ്യിലല്ലേ ഇരിക്കണേ. സിൻസ് ദ പാരന്റ് കമ്പനി ഓൺ ഇറ്റ്സ് ലുക്സ് ആഫ്റ്റർ
looks after the entire operations of foreign subsidiary. It is not required to be disclosed its technology അല്ലെങ്കിൽ trade secret. Clear. Set. ഇനി അതിൻ്റെ ലിമിറ്റേഷനും കൂടെ കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു ഈ ചാപ്റ്ററിലെ. ഇതെന്താണ്? ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ഫേം ആണ്. പിന്നെ നോ റിസ്ക് ഷെയറിംഗ് ആണ്. പേരന്റ് കമ്പനി എലോൺ ഹാസ് ടു ബി ബെയർ ദ എൻറ്റയർ ലോസ്. മൊത്തത്തിൽ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞു, അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട്, കാരണം ആ നാട്ടിലെ പൊളിറ്റിക്കൽ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ പോലെ ആയിരിക്കില്ല അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ഈ രാജ്യത്തിൻ്റെ നയിപ്പ്. ഈ ഒരു നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് സെക്കൻഡിലേക്കാണ് കിടക്കേണ്ടത്. ക്ലിയർ? നമ്മൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ് നോക്കി, ലൈസൻസിങ് നോക്കി, ജോയിൻറ്റ് വെഞ്ചർ നോക്കി, ഹോളി ഓൺ സബ്സിഡറി നോക്കി, എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ്ങും നോക്കി. പക്ഷെ നമ്മൾ പറഞ്ഞു അതിൽ ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട് അല്ലേ. കുറേ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ലീഗൽ ഫോർമാലിറ്റി? നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ ഈസി അല്ല മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ വിൽക്കാനും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനും. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടി വരുന്ന ലീഗൽ ഫോർമാലിറ്റീസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സെറ്റ്, റെഡി, ക്ലിയർ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആണ്. എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ 17 പ്രൊസീജിയേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? സെൻഡിങ് കൊട്ടേഷൻ ആണ് അല്ലേ. നമുക്ക് വേണ്ട സാധനം അല്ലേ. ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ബൈ ചെയ്യുക അല്ലേ. അപ്പോൾ പ്രോസ്പെക്റ്റീവ് ബൈയർ ഓഫ് എ എക്സ്പോർട്ട് സെൻസ് എൻക്വയറി ടു ഡിഫറെൻറ്റ് എക്സ്പോർട്ടേഴ്സ്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ഇവിടുന്ന് കയറ്റി അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് സാധനം വാങ്ങിക്കേണ്ട ബയ്യർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കൊട്ടേഷൻസ് അയക്കും. എനിക്ക് ഇന്ന സാധനം വേണമെന്നുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളാണ് കയറ്റി അയക്കുന്ന എക്സ്പോർട്ടേഴ്സ് എന്ന് നോക്കും. എന്നിട്ട് നമുക്കൊക്കെ എന്ത് ചെയ്യും? ആ എക്സ്പോർട്ടേഴ്സിനൊക്കെ അവർ കൊട്ടേഷൻ അയക്കും. ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, താല്പര്യമുണ്ടോ എടുക്കാൻ, താല്പര്യമുണ്ടോ എന്ന് വെച്ചിട്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? കൊട്ടേഷൻ അയക്കും. സെൻഡിങ് കൊട്ടേഷൻ ആണ്. എന്നിട്ട് അത് വായിച്ച് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? ഓർഡർ എടുക്കും അല്ലെ. എക്സ്പോർട്ടേഴ്സ് ഓർഡർ എടുക്കും. ആ ഓർഡറിനെ നമ്മൾ എന്താ പറയുക? ഇൻഡന്റ് എന്നും പറയും. ദ പ്രോസ്പെക്റ്റീവ് ബയ്യർ പ്ലേസസ് order for the goods to be dispatched. This order is also known as intent അല്ലേ. അപ്പോൾ ബയ്യർ എന്ത് ചെയ്യും? നമുക്ക് ഓക്കെ എനിക്ക് ഇന്നതാണ് വേണ്ടത്, അതിനനുസരിച്ചുള്ള സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കും. പിന്നെ അസസിങ് ഇമ്പോർട്ടേഴ്സ് ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് സെക്യൂറിങ് ഗ്യാരണ്ടി ഫോർ പേയ്മെൻറ്റ്സ്. പിന്നെ ഇമ്പോർട്ടർ അല്ലേ, അതായത് വാങ്ങിക്കുന്ന ബൈ ചെയ്യുന്ന ആള് ഏതോ രാജ്യത്തുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ കയ്യിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ അത്രയും പ്രൊഡക്ഷനൊക്കെ നടത്തുമ്പോൾ അയാൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. ഇയാൾക്ക് വാങ്ങിക്കാനുള്ള പൈസ ഇയാളുടെ കയ്യിലുണ്ടോ? അപ്പോൾ ബൈ ചെയ്യുന്ന ആളുടെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കണം അല്ലെ. ഫോർ എൻഷുറിങ് ദ ക്രെഡിറ്റ് വർത്തിനെസ് മോസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ഡിമാൻഡ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലേ. അതായത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇമ്പോർട്ടർ കയ്യിൽ നിന്ന് ആവശ്യപ്പെടും. അത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ബാങ്കർ. ഇമ്പോർട്ടറിൻ്റെ ബാങ്കർ എക്സ്പോർട്ടറോട് പറയും ഓക്കെ ആണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ഓക്കെ ആണെന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയല്ല ചെയ്യുക, വാട്സപ്പിൽ അയക്കുകയല്ല ചെയ്യുക. അവരെങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഒരു ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം. അപ്പോൾ ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് ആ രാജ്യത്തേക്ക് വേണ്ട എക്സ്പോർട്ട് ലൈസൻസ് എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് in India subject to custom laws which demand that the export firm must have an export license before it proceed with exports അല്ലേ. അപ്പോൾ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ് എടുക്കണം. അതായത് ഇറ്റ് ഈസ് പ്രൊവൈഡ് ബൈ എക്സ്പോർട്ടേഴ്സ് ബാങ്ക് ഫോർ പ്രൊക്യൂറിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് ഓഫൺ കോമ്പണൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ട ഡിമാൻഡ്, നമുക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുണ്ടാവും? ബാങ്കിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് നമ്മൾ കടം വാങ്ങിക്കാം അല്ലേ. അപ്പോൾ ചിലപ്പോൾ അത് ചെയ്യാൻ വേണ്ട ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ ബാങ്ക് ത്രൂ ആണ്. കാരണം എക്സ്പോർട്ടർ എവിടെയാണ് ഇമ്പോർട്ടറൊക്കെ എവിടെയാണ് കിടക്കുന്നത്? ഏതോ നാട്ടിലാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ക്യാഷ് പറ്റില്ല, പകരം നമുക്ക് ബാങ്ക് ത്രൂവേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്? ഓക്കെ എനിക്ക് ഇന്ന ഓർഡർ വരാനുണ്ട്, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പൈസ കിട്ടും, സോ അതുകൊണ്ട് എനിക്ക് ഇത്ര പൈസ വേണം. അതായത് നമ്മൾ എക്സ്പോർട്ടർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബാങ്കുകാരോട് പറയുന്നു കുറച്ച് കടം അല്ലെങ്കിൽ ഫൈനാൻഷ്യലുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ഫണ്ട് റിലീസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രൊഡക്ഷന് വേണ്ട സാധനങ്ങൾ, എക്സ്പോർട്ട് ചെയ്യേണ്ട സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ. അതിനാണ് നമ്മൾ പ്രീ ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ?
അപ്പോൾ ഇതിനെല്ലാം എന്ത് വേണം, ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ കാര്യങ്ങളിലെല്ലാം. പിന്നെ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പോർട്ടർ എന്ത് ചെയ്യും, പ്രൊസീഡ് ടു ഗെറ്റ് ദ ഗുഡ്സ് റെഡി ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഇമ്പോർട്ടർ. ഇമ്പോർട്ടർ പറഞ്ഞ പ്രകാരമുള്ള ഗുഡ്സ് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ ഉണ്ട്. അതായത് ഗവൺമെന്റ് ഹാസ് പാസ്ഡ് എക്സ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരം 1963 ആണ്. ആ ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്ന ഒരു സാധനമാണ്, അതിൻ്റെ ക്വാളിറ്റി എൻഷ്യൂർ ചെയ്യണം. ഓക്കെ, അപ്പം അത് ചെയ്യണം. അത് കഴിഞ്ഞാൽ എക്സൈസിൻ്റെ ക്ലിയറൻസ് ഉണ്ട്. ഓക്കെ, എക്സൈസ് കമ്മീഷണർ എന്ത് ചെയ്യണം, എക്സൈസ് ക്ലിയറൻസ് ചെയ്യണം. But in many cases of the government exempt payment of excise duty or later on refund if it is the goods so manufactured as meant for export. The refund of excise duty is known as duty drawback. ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് നമ്മൾ എക്സൈസ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ ഫണ്ട് കൊടുക്കേണ്ടിയൊക്കെ വരും. ആ ഫണ്ട് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ്. ഇനി വരുന്നത് ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലത്. ഇപ്പം ഞാൻ പറയുകയാണ് ആറന്മുള കണ്ണാടിയാണ് കയറ്റി വയ്ക്കാനുള്ളത് വിചാരിക്കുക. അപ്പോൾ ആറന്മുള കണ്ണാടിയാണ് എന്നുള്ളതിൻ്റെ ഒറിജിൻ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ എക്സ്പോർട്ടർ സെൻഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ടു ഇമ്പോർട്ടർ അല്ലേ. ദ സർട്ടിഫിക്കറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ ട്രേഡ് കോൺസുലേറ്റ് ലൊക്കേറ്റഡ് ഇൻ ദ എക്സ്പോർട്ടേഴ്സ് കൺട്രി. ഇപ്പം നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ട്രേഡ് കോൺസുലേറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത് ഓക്കെ നിന്റെ സ്ഥലത്താണെന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ റിസർവേഷൻ ഓഫ് ഷിപ്പിംഗ് സ്പേസ്. പിന്നെ നമ്മൾ എന്താണ്, ഷിപ്പിംഗ് ആണോ അല്ലെങ്കിൽ നമ്മൾ എയർവേ വഴിയാണോ, വിമാനം വഴിയാണെങ്കിൽ അതിനുള്ള നമുക്ക് സ്പേസ് വേണമല്ലോ. ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത്ര സ്പേസ് വേണമെന്ന് പറഞ്ഞിട്ട് നോക്കണം അല്ലേ. അപ്പോൾ എക്സ്പോർട്ടിംഗ് ഫേം അപ്ലൈസ് ടു ഷിപ്പിംഗ് കമ്പനി ഫോർ പ്രൊവിഷൻ ഓഫ് ഷിപ്പിംഗ് സ്പേസിന് വേണ്ടിയിട്ട് എക്സ്പോർട്ടിംഗ് ഫേം എന്ത് ചെയ്യും, ഏതെങ്കിലും ഷിപ്പിംഗ് കമ്പനിയിലേക്ക്, ആ നാട്ടിലേക്കൊക്കെ പോകുന്ന ഷിപ്പിംഗ് കമ്പനിയിലേക്ക് കൊടുക്കും. ക്ലിയർ അല്ലേ. അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഷിപ്പിംഗ് കമ്പനി എന്ത് ചെയ്യും, ഷിപ്പിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ക്ലിയർ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പാക്കിങ്ങും ഫോർവേഡിങ്ങും ആയിട്ട് പോകണം. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതാണ്, എക്സ്പോർട്ട് ചെയ്യാനുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പാക്ക് ചെയ്യുന്ന പോലെ പാക്ക് ചെയ്താൽ പോരാ. ഗുഡ്സ് ആർ ദെൻ പ്രോപ്പർലി പാക്ഡ് മാർക്ക് വിത്ത് നെസസറി ഡീറ്റെയിൽസ് അല്ലേ. എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനമാണ്, എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് കണ്ടെയ്നറിൻ്റെ അകത്തൊക്കെ കയറ്റി അയക്കേണ്ട സാധനമാണ്. അപ്പോൾ എക്സ്പോർട്ടർ ദെൻ മേക്ക് നെസസറി അറേഞ്ച്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ടു ദ പോർട്ടിലേക്ക് അയക്കുന്ന കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇൻഷുറൻസ് എടുക്കണം. എക്സ്പോർട്ടർ ഈസ് ഇൻഷുർഡ് ദ ഗുഡ്സ് വിത്ത് ആൻ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് അത്രയും വലിയ എമൗണ്ട് അല്ലേ കൊടുക്കണേ, അപ്പോൾ അതിന് വലിയ ബൾക്കായിട്ടാണ് പോകുന്നത്. അത്രയും ഗുഡ്സിന് എന്ത് സംഭവിക്കാം പോകുന്ന വഴിക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കൊടുക്കില്ല, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നമ്മൾ അത് പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കസ്റ്റംസുകാർ വന്നിട്ട്, മറ്റേ എക്സൈസിൻ്റെ ക്ലിയറൻസ് ആയിരുന്നു കഴിഞ്ഞത്, ഇപ്പം എന്താണ് കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി എക്സ്പോർട്ടർ ഷിപ്പിംഗ് ബില്ല്, നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഷിപ്പിംഗ് ബില്ല് പ്രിപ്പയർ ചെയ്യും. ഇതെന്ന് പറയുന്നത് ഒരു മെയിൻ ഡോക്യുമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ കസ്റ്റം ഓഫീസ് ഗീവ് ദ പെർമിഷൻ ഫോർ എക്സ്പോർട്ട്. ഇതൊരു മെയിൻ ഡോക്യുമെന്റ് ആണ് അല്ലേ. ഷിപ്പിംഗ് ബില്ല് എന്ന് പറയുന്നത് മെയിൻ ഡോക്യുമെന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസുകാർ കൊടുക്കുകയാണ് എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ ഓക്കെ ആണ് എന്ന് കൊടുക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒബ്റ്റെയിനിങ് മേറ്റ് റെസിപ്റ്റ് അല്ലേ. മേറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഷിപ്പിന്റെ കപ്പിത്താൻ ഉണ്ടല്ലോ, ആ കപ്പിത്താൻ കൊടുക്കുന്നതാണ് അല്ലേ. ഗുഡ്സ് ആർ ദെൻ ലോഡഡ് ഓൺ ദ ബോർഡ് ഓഫ് ദ ഷിപ്പ്, loaded on board the ship for which the captain of the ship issues the document called a mate receipt to the port superintendent അല്ലേ. ആ പോർട്ട്, ആ തുറമുഖത്തിൻ്റെ സൂപ്രണ്ടന്റിന് അവിടെ വന്ന കപ്പലിൻ്റെ മെയ്റ്റ് കൊടുക്കുന്നതാണ്. അതായത് ഓക്കെ അയാളുടെ ഇതിലാണ് പോകുന്നത്. ഓക്കെ, the port superintendent on receipt of port dues handed over the mate's receipt to the exporter അല്ലെങ്കിൽ അയാളുടെ ഏജന്റ് അല്ലേ, അയാളെ ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിങ് ഏജന്റ് എന്നാ പറയാം. എന്നിട്ട് നമ്മൾ പറഞ്ഞ ചില സമയങ്ങളിൽ ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഡയറക്റ്റ് ചെയ്യും, ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു മിഡിൽമെൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ എക്സ്പോർട്ടർ ഈ പോർട്ട് സൂപ്രണ്ട് എന്ത് ചെയ്യും, ഇയാൾ തന്നിട്ടുള്ള നമ്മുടെ മെയ്റ്റ് റെസീപ്റ്റ് ആരാണ് തന്നത്, ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻ തന്നിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഒന്നെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഡയറക്റ്റ് എക്സ്പോർട്ട് ആണെങ്കിൽ കമ്പനിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഏജന്റിന് കൊടുക്കും അല്ലേ. പിന്നെ പേയ്മെന്റ് ഓഫ് ഫ്രൈറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് ബിൽ ഓഫ് ലേഡിങ് അല്ലേ. അതായത് പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ടെയ്നറിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് പേയ്മെന്റ് കൊടുക്കണം അല്ലേ, നികുതി പോലൊക്കെ കൊടുക്കണ്ടേ. ദ എക്സ്പോർട്ടർ അല്ലെങ്കിൽ C&F ഏജന്റ് സറണ്ടേഴ്സ് ദ മെയ്ഡ് റെസിപ്റ്റ് ടു ദ ഷിപ്പിംഗ് കമ്പനി ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ഫ്രൈറ്റ്.
ഓക്കെ, ഷിപ്പിംഗ് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഒത്തിരി ഷിപ്പുകൾ ഉണ്ടാവും, അതിൽ ഏതോ ഒരു ഷിപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഇന്ന ഷിപ്പിൽ നിങ്ങളുടെ കമ്പനിയുടെ ഇന്ന ഷിപ്പിൽ ഇത്രയും സാധനങ്ങൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ എക്സ്പോർട്ടർ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ മാൻ എന്ത് ചെയ്യും, ഷിപ്പിംഗ് കമ്പനിയിലേക്ക് കൊടുക്കും. അവരെന്ത് ചെയ്യും, ഓക്കെ എൻ്റെ ഷിപ്പിൽ ഇത് പോകുന്നുണ്ട്, അതിനനുസരിച്ചുള്ള നികുതി കാര്യങ്ങൾ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഫ്രൈറ്റ് കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ബിൽ ഓഫ് ലേഡിംഗ് കൊടുക്കും. ഷിപ്പിംഗ് കമ്പനി ബിൽ ഓഫ് ലേഡിംഗ് കൊടുക്കും. ഇറ്റ് ആക്ട് ആസ് ആൻ എവിഡൻസ് ദാറ്റ് ഷിപ്പിംഗ് കമ്പനി ഹാസ് ആക്സെപ്റ്റഡ് ദ ഗുഡ്സ് ഫോർ ക്യാരിങ്. അല്ലേ, ഇതൊരു എവിഡൻസ് ആണ്, ഷിപ്പിംഗ് കമ്പനി എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു ബിൽ ഓഫ് ലേഡിംഗ്. അല്ലേ, ഓർഡർ എടുത്തിട്ട് അവർ കൊണ്ടുപോകാൻ ഓർഡർ ചെയ്തു, അതായത് അവർ സെറ്റാണ് എന്ന് കാണിക്കുന്നത്, അല്ലേ, ആക്സെപ്റ്റ് ചെയ്തു എന്ന് കാണിക്കുന്നതിൻ്റെ. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഇൻവോയ്സ്. ഇനി എന്ത് ചെയ്യും, ഇൻവോയ്സ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യും, അല്ലേ. ആഫ്റ്റർ ദിസ് ആൻ ഇൻവോയ്സ് ഓഫ് ഗുഡ്സ് ഡിസ്പാച്ച് പ്രിപ്പയർഡ് ആൻഡ് ഡ്യൂലി അറ്റസ്റ്റ് ബൈ ദ കസ്റ്റംസുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും, ബാക്കി എല്ലാ ഡോക്യുമെൻസിൻ്റെ ബേസിൽ. പിന്നെ പേയ്മെൻറ്റ് സെക്യൂർ ചെയ്യണ്ടേ, അല്ലേ, നമ്മൾ ദൂര സ്ഥലത്തേക്ക് അയക്കണതല്ലേ. ആഫ്റ്റർ ദ ഷിപ്മെന്റ് ഓഫ് ഗുഡ്സ് ദ എക്സ്പോർട്ടർ ഇൻഫോം ദ ഇമ്പോർട്ടർ അബൌട്ട് ദ ഷിപ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സെൻഡ് വേരിയസ് ഡോക്യുമെന്റ് ടു ഹിസ് ബാങ്ക് with the instruction that these may be delivered to the importer after acceptance of bill of exchange. അതായത് എന്ത് ചെയ്യും, അതായത് നമുക്കിനി പൈസ കിട്ടണം. അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ടർ എന്ത് ചെയ്യും, ഇമ്പോർട്ടർക്ക് ഓക്കെ ഞങ്ങൾ സാധനം കയറ്റി അയച്ചിട്ടുണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ബാങ്കിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്നത് പേയ്മെൻറ്റിന് ശേഷമായിരിക്കും, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ശേഷമായിരിക്കും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓർഡർ ടു ദ ഇമ്പോർട്ടർ pay a certain amount of money to or to the order of a certain person or to the bearer of the instrument. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം അത് കയ്യിലുള്ള അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് കിട്ടിയാൽ മാത്രമേ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരൂ. ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇമ്പോർട്ടർക്ക് റിലീസ് ചെയ്ത് കൊടുത്താലേ അയാൾക്ക് അയാളുടെ നാട്ടിൽ നിന്ന് ഗുഡ്സ് അവിടെയും എന്തുണ്ടാവും, കുറേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അല്ലേ, എന്നാലേ അയാൾക്ക് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ബില്ല്, ആ ബില്ലിൽ പറയുന്ന പ്രകാരം ഇത്ര എമൗണ്ട് പേ ചെയ്യണം. ഒന്നെങ്കിൽ ഡയറക്റ്റ് എക്സ്പോർട്ടർക്ക്, അല്ലെങ്കിൽ അതാരാണോ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മിഡിൽ മെൻ ഉണ്ടെങ്കിൽ അയാൾക്ക്, അല്ലെങ്കിൽ ആരുടെ അടുത്താണോ നമ്മളിങ്ങനെ അല്ലേ ഇയാളാണ് ഈ ബില്ലിൻ്റെ ബെയറർ, അയാളുടെ കയ്യിൽ കൊടുത്താലും മതി എന്ന് പറയില്ലേ, അങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞല്ലേ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്തു, ഗുഡ്സ് റിലേറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് ഇൻവോയ്സ് ഉണ്ട്, പാക്കിംഗ് ലിസ്റ്റ് ഉണ്ട്, അല്ലേ. എക്സ്പോർട്ട് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ സെല്ലറിൻ്റെ ബില്ലാണ്, അതിൽ നമ്മളെ ഗുഡ്സിൻ്റെ ഇൻഫോർമേഷനാണ്. പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ട്, എത്ര പാക്കുകളുണ്ട്, എത്ര കേസാണ് എന്നൊക്കെ കറക്റ്റായിട്ട് എത്ര പാക്ക്, ഇത്ര നിരയിൽ, ഇത്ര റോല്, ഇത്ര കോളംസിൽ, ഇത്രത് അങ്ങനെ കാണിക്കുന്നതാണ് എന്ത്, പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ കൊടുക്കും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ, അല്ലേ, അതായത് ഇൻസ്പെക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രകാരം ത്രൂലി ഇൻസ്പെക്ട് ചെയ്തതാണ് എന്ന് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഗുഡ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ഡോക്യുമെൻറ്റ്സ്. ഇനി നമ്മൾ ഷിപ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് വരുന്നത് മെയ്റ്റിൻ്റെ റെസീപ്റ്റ്, അതെന്താ നമ്മൾ നോക്കി, അല്ലേ, ക്യാപ്റ്റൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ഷിപ്പ് ബില്ലിംഗ് ഉണ്ട്. ഷിപ്പ് ബില്ലിംഗ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ദ ഫുൾ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ഗുഡ്സ് ദാറ്റ് ആർ ബീങ് എക്സ്പോർട്ടഡ്, അല്ലെ, എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ബില്ലാണ് ഷിപ്പിംഗ് ബില്ല്. പിന്നെ ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന ക്രൂഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്പനി എന്ത് ചെയ്തു, നമ്മുടെ ഷിപ്പിംഗ് കമ്പനി എന്ത് ചെയ്തു, ഇവർ സെറ്റാണ്, ഇവരിത് എടുത്തോളാം എന്നുള്ള രീതിയിൽ എക്സ്പോർട്ട് ചെയ്തോളാം എന്ന് പറയുന്നതാണ്, അല്ലേ. അത് ഇവിടുന്ന് കൊടുത്തിട്ട് അത് അപ്പുറത്ത് എത്തിച്ചോളാം എന്ന് പറയുന്നതാണ്. പിന്നെ എയർവേ ബില്ലുണ്ട്. എയർവേ ബില്ല് എന്ന് പറയുന്നത് നമ്മൾ എയർലൈൻ വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ബില്ലാണ്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കും. പിന്നെ കാർ ടിക്കറ്റ് ഉണ്ട്. ഇറ്റ് പ്രിപ്പയർഡ് ബൈ ദ എക്സ്പോർട്ടർ ആണ്. ഇറ്റ് കണ്ടെയ്ൻ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ എക്സ്പോർട്ട് കാർഗോ, അതുപോലെ സച്ച് ആസ് ദ നമ്പർ ഓഫ് പാക്കേജസ്, ഷിപ്പിംഗ് ബിൽ നമ്പർ, അങ്ങനത്തെ അല്ലറ ഡീറ്റെയിൽസ് ഇറങ്ങിയിട്ടുള്ള മറ്റൊരു ഡോക്യുമെൻ്റ് ആണ് കാർ ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ബില്ല് ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഷിപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മുടെ എക്സ്പോർട്ട് കഴിഞ്ഞു. ഇനിയുള്ള നമുക്ക് ഇമ്പോർട്ടാണ്. ഇമ്പോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. ഇത് 10 എണ്ണേ വരുന്നുള്ളൂ, അല്ലേ. ആദ്യം നമ്മൾ നടത്തിയ പോലെ തന്നെ ട്രേഡ് എൻക്വയറി നടത്തും. ഇമ്പോർട്ടർ എന്ത് ചെയ്യും, ട്രേഡ് എൻക്വയറി നടത്തും, അല്ലേ. ദ ഇമ്പോർട്ടിംഗ് ഫേം ഹാസ് ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് കൺട്രീസ് ഫ്രം
വിച്ച് എക്സ്പോർട്ടേഴ്സ് ഗിവൺ ദ പ്രൊഡക്റ്റ് അല്ലേ. അതായത് നേരത്തെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് നോക്കിയത്. ഇനി ആ രാജ്യത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണം, ഈ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ എത്തിക്കണ്ടേ. അപ്പോൾ അതങ്ങനെ വെറുതെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ആ നാട്ടിൽ അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ലീഗൽ ഫോർമാലിറ്റീസ് ആണ് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടെന്താണ്, ഇമ്പോർട്ട് ലൈസൻസ് എടുക്കണം. ഇപ്പം നമ്മൾ ഇന്ത്യയിലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. ഇവിടെ എന്താണ്, ഇമ്പോർട്ട് ലൈസൻസ് എടുക്കണം അല്ലേ. അതായത് ഇൻ ഇന്ത്യ ഇറ്റ് ഇസ് ഒബ്ലിഗേറ്ററി ഫോർ എവറി ഇമ്പോർട്ടർ ടു ഗെറ്റ് രജിസ്റ്റേർഡ് വിത്ത് ദ ഒന്നെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ഫോറിൻ ട്രേഡ്, അല്ലെങ്കിൽ റീജിയണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിങ് അതോറിറ്റി, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അടുത്തതാണ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലേ. അത് നമുക്ക് പൈസ വേറെ രാജ്യത്തു നിന്നേക്കാണ് നമ്മൾ പേ ചെയ്യണം, നമ്മൾ പർച്ചേസ് ചെയ്യാണ്. അപ്പം നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വേണം. അപ്പോൾ അതുകൊണ്ട് ഓതറൈസ്ഡ് ബൈ RBI അല്ലേ, ഏതെങ്കിലും ഒരു ബാങ്ക്. അതായത് മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു എ ബാങ്ക് ഓതറൈസ്ഡ് ബൈ RBI. നിങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ട പൈസ നമ്മൾ അവിടെ കൊടുക്കണം. പിന്നെ പ്ലേസിങ് ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഓർഡർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടർ പ്ലേസ് ആൻഡ് ഇമ്പോർട്ട് ഓർഡർ ഓർ ഇൻറ്റൻറ്റ് വിത്ത് ദ എക്സ്പോർട്ടർ. ഓക്കെ, ഇതത്രയും കാര്യം സെറ്റ് ആയി കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ചെയ്യും, ഞങ്ങൾക്ക് ഇത്ര വേണം, ഞങ്ങൾ എടുക്കും എന്നുള്ളത്. ദെൻ എന്ത് ചെയ്യും, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കാണിക്കണം അല്ലേ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം, importer must obtain the letter of credit from the bank and forward to the overseas supplier അല്ലേ. നമ്മൾ എക്സ്പോർട്ടർക്ക് അയച്ചു കൊടുക്കണ്ടേ, അതേ സാധനം തന്നെ. പിന്നെ അറേഞ്ചിങ് ഫോർ ഫിനാൻസ്, പിന്നെ ഇവർക്ക് എന്ത് വേണം, പൈസ കൊടുക്കണ്ടേ, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ. ഇപ്പോൾ ഇമ്പോർട്ടർ ഷുഡ് മേക്ക് അറേഞ്ച്മെന്റ്സ് ഇൻ അഡ്വാൻസ് ടു പേ ദ എക്സ്പോർട്ടർ ഓൺ അറൈവൽ ഓഫ് ഗുഡ്സ് അറ്റ് ദ പോർട്ട്. പോർട്ടിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് പേ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. പിന്നെ റെസീറ്റ് ഓഫ് പേയ്മെന്റ് അഡ്വൈസ് അല്ലേ, ആ ഷിപ്മെന്റ് അഡ്വൈസസ് ഒബ്റ്റെയിൻ ഫ്രം ദ എക്സ്പോർട്ടർ. എങ്ങനെയാണ് ഷിപ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്, അതായത് എങ്ങനെയാണ് വരുന്നത്, എത്രയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നത്. പിന്നെ റിട്ടയർമെന്റ് ഓഫ് ഇമ്പോർട്ട് ഡോക്യുമെന്റ്സ് അല്ലേ, അതായത് ആക്സെപ്റ്റൻസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ ദ പേർപ്പസ് ഓഫ് ഗെറ്റിംഗ് ഡെലിവറി ഇസ് നോൺ ആസ് റിട്ടയർമെന്റ് ഓഫ് ഇമ്പോർട്ട് ഡോക്യുമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എക്സ്പോർട്ടർ എന്ത് ചെയ്യും, ഇയാൾക്ക് എല്ലാ ഡോക്യുമെന്റ്സും അയച്ചു കൊടുക്കും. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കിട്ടിയാൽ മാത്രമേ ആ ഡോക്യുമെന്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഡോക്യുമെന്റ്സിന് വേണ്ടി നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറഞ്ഞ എമൗണ്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് കൈപ്പറ്റുന്നതിനെയാണ് നമ്മൾ റിട്ടയർമെന്റ് ഓഫ് ഇമ്പോർട്ട് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്ത് ചെയ്യും, ഹിയർ ദ ബാങ്ക് ഹാൻഡ് ഓവർ ദ ഇമ്പോർട്ട് ഡോക്യുമെന്റ് ടു ദ ഇമ്പോർട്ടർ. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഗുഡ്സിനെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ ഷിപ്മെന്റ് അല്ലെങ്കിൽ എയർവേ ഇൻഫോം ദ ഓഫീസർ ഇൻ കാർഗോ അല്ലെ ഇൻ ചാർജ് അറ്റ് ദ ഡോക്ക് അല്ലെങ്കിൽ പോർട്ട് about the arrival of goods in the importing country അല്ലേ. ഇപ്പോൾ ഷിപ്പിലോ അല്ലെങ്കിൽ എയർവേയിലുള്ള ഓഫീസർ എന്ത് ചെയ്യും, നിങ്ങളുടെ പോർട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു പ്രോഡക്ട്സ് ഇത്രയും പ്രോഡക്ട്സ് വരുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ ഡോക്കിനെയോ അല്ലെങ്കിൽ പോർട്ട് സൂപ്രണ്ടിനെയോ അറിയിക്കും. ഓക്കെ, അത് അറിയിക്കുന്നത് ഫോം വിളിച്ച് പറയല്ല ചെയ്യുക, ത്രൂ എ ഡോക്യുമെന്റ് കോൾഡ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കസ്റ്റംസ് ക്ലിയറൻസും പിന്നെ അതുപോലെ റിലീസ് ഓഫ് ഗുഡ്സ് നോക്കാം അല്ലേ. ദ ഇമ്പോർട്ടർ ഫിൽസ് എ ഫോം കോൾഡ് ബിൽ ഓഫ് എൻട്രി ഫോർ അസസ്മെന്റ് ഓഫ് കസ്റ്റം ഡ്യൂട്ടി. ഓക്കെ, അവിടെയും കസ്റ്റംസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇമ്പോർട്ടർ ചെയ്യുന്നതാണ് ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ സെറ്റാക്കും. ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ദ ഇമ്പോർട്ട് ഡ്യൂട്ടി ദ ബിൽ ഓഫ് എൻട്രി ഹാസ് ടു ബി പ്രസന്റഡ് ടു ദ ഡോക്ക് സൂപ്രണ്ടന്റ് അല്ലേ. എന്ത് ചെയ്യും, പിന്നെ എല്ലാം കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഫോം അവരെന്ത് ചെയ്യും, സൂപ്രണ്ടിന് കൊടുക്കും. എന്നിട്ട് ആഫ്റ്റർ ഹിസ് എക്സാമിനേഷൻ, അയാൾ എക്സാമിൻ ചെയ്തതിന് ശേഷം ഹാൻഡഡ് ഓവർ പോർട്ട് അതോറിറ്റിക്ക് കൊടുക്കും. അതിനുശേഷം എല്ലാ നെസസറി ചാർജസ് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഈ സാധനം റിലീസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടിങ്ങിൽ ചെയ്യണത്. ഓക്കെ, സെറ്റ് അല്ലേ, കഴിഞ്ഞു 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 കേട്ടോ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സെറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? എക്സ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? റെഡി അല്ലേ? മനസ്സിലായോ? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ,
അപ്പോൾ നമ്മൾ 5 ചാപ്റ്റേഴ്സ് ആണ്, 5 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വിചാരിക്കുക, ഒന്നുകൂടെ എടുത്ത് കാണാം. ഇനി അതല്ല എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വൺ ഷോട്ട് നമുക്ക് ചാപ്റ്റർ വൈസ് വൺ ഷോട്ട് പോയിട്ടുണ്ടല്ലോ, അതിരുന്ന് നോക്കിയാലും മതി. ഇനി ഒരിക്കലും നിങ്ങൾ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പഠിക്കാതെ മെയിനായിട്ട് ഈ വൺ ഷോട്ടാണ് നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു ടോപ്പിക് കിട്ടില്ലെങ്കിൽ ആ ടോപ്പിക് മാത്രം ഇരുന്ന് പഠിക്കുക. ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്നായിട്ട് പഠിക്കുക. എക്സാമൊക്കെ അടുത്തെത്താറായി. ആ ഒരു സീരിയസ്നെസ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.